എത്ര പേർക്ക് വിടുതൽ ലഭിച്ചു? എത്ര പേര് ഇന്ന് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു? ಎಷ್ಟು ಜನ ಬಿಡುಗಡೆ ಹೊಂದಿಕೊಳ್ಳಲು ಎಂದು ಬಯಸುತ್ತಾ ಇದ್ದೀರಿ? കർത്താവ് ഇന്ന് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കാൻ പോവുകയാണ്. ಕರ್ತನು ಇಂದು ನಮ್ಮನ್ನು ಒಟ್ಟಾಗಿ ಆಶೀರ್ವದಿಸಲಿದ್ದಾನೆ. ഈ രാവിലത്തെ സെക്ഷൻ, ಈ ಬೆಳಗಿನ ಈ ಆವೃತ್ತಿಯಲ್ಲಿ ആമേൻ, നമുക്കൊരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. ದೇವರ ಒಂದು ದೊಡ್ಡ ಪ್ರಕ್ರಿಯೆ ನಾವು ಪ್ರಕಟಗೊಳ್ಳಲಿದೆ. കഴിഞ്ഞ രാത്രികളിലും പകലും വലിയ ദൈവ സാന്നിധ്യം ഞാനും അനുഭവിപ്പാനിടയായി. ಕಳೆದ ದಿನ ಹಗಲಿನ ವೇಳೆಯಲ್ಲೂ ರಾತ್ರಿಯ ವೇಳೆಯಲ್ಲೂ ದೊಡ್ಡ ದೇವರ ಸಾನ್ನಿಧ್ಯ ನಾನು ಅನುಭವಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. പ്രൈസ് ദി ലോർഡ്. ಹಾಲೆಲೂಯ. എപ്പോഴും പറയുന്ന പോലെ വൈകുന്നേരത്തെ മീറ്റിംഗ് നമുക്ക് അധികം സമയമില്ല. ಯಾವಾಗಲೂ ಹೇಳುವ ರೀತಿಯಲ್ಲಿ ಸಂಜೆಯ ಕೂಟದಲ್ಲಿ ನಮಗೆ ಹೆಚ್ಚು ಸಮಯ ಸಿಗೋದಿಲ್ಲ. അതിനും കൂടെ രാവിലെ ഞാൻ സമയം എടുക്കുക. ಆದ್ದರಿಂದಲೇ ನಾನು ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ಸಮಯ ತೆಗೆದುಕೊಳ್ತೇನೆ. ഈ രാവിലെ വന്നവർ മിക്ക ആൾക്കാർ ഉപവാസത്തോടെയാണ്. ನೋಡಿ, ಇಲ್ಲಿ ಬೆಳಗ್ಗೆ ಬಂದಿರುವಂಥ ಅನೇಕ ಜನರು ಉಪವಾಸದಿಂದ ಬಂದಿದ್ದೀರಿ. പിന്നെ അനേക ദൈവമക്കൾ ഓൺലൈനിലൂടെ ഇത് കാണുന്നുണ്ട്, സൂമിലൂടെ കാണുന്നുണ്ട്. ಇನ್ನು ಅನೇಕ ದೇವ ಜನರು ಆನ್ಲೈನ್ ಮುಖಾಂತರವಾಗಿ ನಲ್ಲಿ ಇದನ್ನು ಕಾಣುತ್ತಾ ಇದ್ದೀರಿ. അവരെല്ലാം ദൈവം ഇന്ന് രാത്രി പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. ಅವರೆಲ್ಲರನ್ನು ದೇವರು ಈ ಹಗಲು ವೇಳೆ ಆಶೀರ್ವದಿಸಲಿ. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ റവൻ മിനു മാത്യു, തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ವಿಶೇಷವಾಗಿ ಕರ್ತನ ಸೇವೆ ಮಾಡುತ್ತಿರುವಂಥ ಬಹುಮಾನ್ಯರಾದಂಥ ಗಣ ರೆವರೆಂಡ್ ಬಿನು ಮ್ಯಾಥ್ಯೂ ಅವರಿಗೂ ಅವರ ಕುಟುಂಬದವರಿಗೂ ಮತ್ತು ಅವರೊಟ್ಟಿಗೆ ಸಹಾಯಕರಾಗಿ ನಿಂತಿರುವಂಥ ಎಲ್ಲ ನಾಯಕರುಗಳಿಗೂ ಮತ್ತು ಇಲ್ಲಿ ಸೇರಿ ಬಂದಿರುವ ಒಂದೊಂದು ಕುಟುಂಬಗಳಿಗೂ ನನ್ನ ಹೃದಯಪೂರ್ವಕವಾದ ವಂದನೆಯನ್ನು ತಿಳಿಸುತ್ತಾ ಇದ್ದೇನೆ. തുടർമാനം ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയുണ്ട്, തൊണ്ടയ്ക്ക് അല്പം പ്രോബ്ലമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം വിളിക്കും. ನಿರಂತರವಾಗಿರುವ ಕೂಟಗಳ ನಿಮಿತ್ತವಾಗಿ ನನ್ನ ಗಂಟಲಿಗೆ ಸ್ವಲ್ಪ ತೊಂದರೆ ಇದೆ, ನೀವು ಪ್ರಾರ್ಥನೆ ಮನೋಭಾವದಲ್ಲಿ ಕೂತುಕೊಂಡ್ರೆ ಸಾಕು. കാലാവസ്ഥയും അല്പം പ്രയാസമാണ്. ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഇതിനേക്കാൾ നല്ല തണുപ്പാണ്. ನೋಡಿ, ವಾತಾವರಣವು ಬಹಳ ತದ್ವಿರುದ್ಧವಾಗಿದೆ. ನಾವು ವಾಸ ಮಾಡುತ್ತಿರುವಂತಹ ನಗರದಲ್ಲಿ ಇಲ್ಲಿಗಿಂತಲೂ ಹೆಚ್ಚು ಶೀತದಿಂದ ಕೂಡಿರುವಂಥ ನಗರ ಅದು. ആമേൻ. പക്ഷേ ഇതിനേക്കാൾ വലിയ തണുപ്പത്ത് 10-15 വർഷം കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ട് ഇതൊന്നും വലിയൊരു തണുപ്പായി ഏക്കത്തില്ല. ಆದರೆ 10-15 ವರ್ಷಗಳ ಕಾಲದಿಂದ ಕರ್ತನ ಸೇವೆಯನ್ನು ಇದಕ್ಕಿಂತಲೂ ಹೆಚ್ಚಿನ ಶೀತದಲ್ಲಿ ನಾವು ಮಾಡುವಂಥದ್ದಾಗಿ ಆಗಿರುವ ಕಾರಣ ಇದು ಹೆಚ್ಚಾಗಿ ಶೀತ ಎಂಬುದಾಗಿ ಅನಿಸ್ತಾ ಇಲ್ಲ. ഹല്ലേലൂയ, ಹಾಲೆಲೂಯ. ശുദ്ധർവാണിടും അപ്പുരയിൽ ഹല്ലേലൂയ പാടുമ്പോൾ ഇന്നു നമ്മൾ കേട്ടിടുന്ന ഈ ഗുലാമതു കേൾക്കില്ല. ഇന്നു നമ്മൾ കേട്ടിടുന്ന ഈ ഗുലാമതു കേൾക്കില്ല. ശുദ്ധർ വാണിടും അപ്പുരയിൽ ഹല്ലേലൂയ പാടുമ്പോൾ ഇന്നു നമ്മൾ കേട്ടിടുന്ന ഈ ഗുലാമതു കേൾക്കില്ല. ഇന്നു നമ്മൾ കേട്ടിടുന്ന ഈ ഗുലാമതു കേൾക്കില്ല. ഘോരമായൊരു നാളുണ്ട്, ഭീകരമായി വന്നിടും. ആരവിടെ നിൽക്കും തൊട്ടർ വേരുകൊമ്പോടൊടിയുമ്പോൾ. ആരവിടെ നിൽക്കും തൊട്ടർ വേരുകൊമ്പോടൊടിയുമ്പോൾ. ദൈവകോപതീയിൽ നീയും വെന്തെരിഞ്ഞു ചാകരുതേ. നിത്യതീയിൽ വീഴരുതേ, നിത്യതീയിൽ വീഴരുതേ. ദൈവകോപതീയിൽ നീയും വെന്തെരിഞ്ഞു ചാകരുതേ. നിത്യതീയിൽ വീഴരുതേ, നിത്യതീയിൽ വീഴരുതേ. ഇന്നു തന്നെ രക്ഷ നേടുക, ഇന്നു തന്നെ രക്ഷ നേടുക. നീതിയുള്ളൊരു പുതുലോകം, നീതി ശ്രീയേശു നീതിമാന്മാർക്കായൊരുക്കും ആയതിൽ നീ കാണുമോ. നീതിമാന്മാർക്കായൊരുക്കും ആയതിൽ നീ കാണുമോ. നീതിയുള്ളൊരു പുതുലോകം,
നീതി സൂര്യൻ ശ്രീയേശു നീതിമാന്മാർക്കായൊരുക്കും ആയതിൽ നീ കാണുമോ? നീതിമാന്മാർക്കായൊരുക്കും ആയതിൽ നീ കാണുമോ? ദൈവകോപത്തിൽ നീയും വെന്തെറിഞ്ഞു ചാകരുതേ, നിത്യാതീയിൽ വീഴരുതേ, നിത്യാതീയിൽ വീഴരുതേ. ദൈവകോപത്തിൽ നീയും വെന്തെറിഞ്ഞു ചാകരുതേ, നിത്യാതീയിൽ വീഴരുതേ, നിത്യാതീയിൽ വീഴ. ഓ ദൈവകോപത്തിൽ നീയും വെന്തെറിഞ്ഞു ചാകരുതേ, നിത്യാതീയിൽ വീഴരുതേ, നിത്യാതീയിൽ വീഴരുതേ. ഇന്നു തന്നെ രക്ഷ നേടുക. പ്രൈസ് ദി ലോർഡ്. Hallelujah. നീതിയുള്ളൊരു പുതുലോകം, ನೀತಿಯುಳ್ಳ ಒಂದು ಹೊಸ ಲೋಕ, നീതി സൂര്യനായ ശ്രീയേശു ನೀತಿಯ ಸೂರ್ಯನಾದ ಶ್ರೀ ಯೇಸು നീതിമാന്മാർക്കായി ഒരുക്കുന്ന ನೀತಿವಂತರಿಗಾಗಿ ಸಿದ್ಧಪಡಿಸುವ ആ നാട്ടിൽ നീ കാണുമോ? ಆ ಊರಿನಲ್ಲಿ ನಾಡಿನಲ್ಲಿ ನೀನು ಕಾಣಲ್ಪಡುತ್ತೀಯ. നമ്മൾ കാണണം. ನಾವು ಕಾಣಲ್ಪಡಬೇಕು. എന്തിനാണ് ഈ ഉപവാസം? ಯಾಕೆ ಈ ಉಪವಾಸ? എന്തിനാണ് ആരാധന? ಯಾಕೆ ನಾವು ಆರಾಧಿಸುತ್ತೇವೆ? നമ്മൾ അവിടെ പോകാൻ വേണ്ടിയാ. ನಾವು ಅಲ್ಲಿಗೆ ಹೋಗಲಿಕ್ಕಾಗಿ. Praise the Lord. Hallelujah. അല്ലാതെ ഇവിടെ എന്തെങ്കിലും നേടാൻ വേണ്ടിയല്ല, ಇಲ್ಲೇನೋ ಗಳಿಸುವುದಕ್ಕೋಸ್ಕರ ಅಲ್ಲ, അവിടെ നമുക്ക് പോകാൻ വേണ്ടിയാ ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. ಅಲ್ಲಿ ನಾವು ಹೋಗಲಿಕ್ಕಾಗಿ ಈ ಎಲ್ಲಾ ಕಾರ್ಯಗಳು ಕರ್ತನು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ನಡೆಸ್ತಾ ಇರುವುದು. അതുകൊണ്ട് നമ്മൾ പാടിയതും പ്രാർത്ഥിച്ചതും ദൈവനാമത്തിന് കൊടുത്തേ ഒന്നും വെറുതെ ആകരുത്. നമുക്ക് അവിടെ ചെല്ലണം. ಆದ್ದರಿಂದ ನಾವು ಹಾಡಿದ್ದು ಪ್ರಾರ್ಥಿಸಿದ್ದು ದೇವರ ನಾಮಕ್ಕೆ ಕೊಟ್ಟದ್ದು ಯಾವುದು ವ್ಯರ್ಥವಾಗಬಾರದು. ನಾವು ಅಲ್ಲಿಗೆ ಹೋಗಿ ಸೇರಬೇಕು. അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ, ಅಲ್ಲಿ ನಾವು ಹೋಗಿ ಸೇರುವಾಗ ഇന്നത്തെ ഇവിടെ ഈങ്കിലാം വിളിയൊന്നും അവിടെ ഇല്ല. ഈങ്കിലാം ചിന്താവ ನೋಡಿ, ಇಲ್ಲಿ ಮಾಡುವಂತ ಮುಷ್ಕರಗಳು ಅಲ್ಲಿರುವುದಿಲ್ಲ. അവിടെ സ്തോത്രം മാത്രമേ ഉള്ളൂ. ಅಲ್ಲಿ ಸ್ತೋತ್ರ ಯಜ್ಞಗಳು ಮಾತ್ರವೇ. അവിടെ ഹല്ലേലൂയ മാത്രമേ ഉള്ളൂ. ಅಲ್ಲಿ ಹಲ್ಲೆಲೂಯ ಮಾತ್ರವೇ ಇರುವುದು. Praise the Lord. ಹಾಲೆಲೂಯ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ದೇವರ ಆತ್ಮ ನಮಗೆ ಸಹಾಯ ಮಾಡಲಿ. ദൈവവചനത്തിലേക്ക് കടക്കുക. ದೇವರ ವಾಕ್ಯಕ್ಕೆ ನಾವು ಬರೋಣ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. ದಯಮಾಡಿ ಎಲ್ಲರೂ ಪ್ರಾರ್ಥನಾ ಮನೋಭಾವದಲ್ಲಿರ್ರಿ. ഇന്ന് രാവിലത്തെ സെക്ഷനില് ಈ ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ഒരു വലിയ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ, ಒಂದು ದೊಡ್ಡ ಆತ್ಮನ ಸಾನ್ನಿಧ್ಯ ಉಂಟಾಗುವಂತೆ, മാത്രമല്ല ഇന്നലെ വൈകിട്ട് വന്നവർ ഇന്ന് വരാത്തത് കൊണ്ടും, ನೋಡಿ ಅಷ್ಟು ಮಾತ್ರವಲ್ಲ, ನಿನ್ನೆ ರಾತ್ರಿ ಬಂದವರು ಇಂದಿಗೆ ಬರಲು ಸಾಧ್ಯವಾಗದಿರುವ ಕಾರಣ ഇന്നലെ പറഞ്ഞ വചനത്തിന്റെ തുടർമാനം വൈകുന്നേരം ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുക. ನಿನ್ನೆ ನಾನು ಹೇಳಿದಂಥ ವಾಕ್ಯದ ಮುಂದಿನ ಭಾಗವನ್ನು ಸಂಜೆಯ ವೇಳೆ ನಾನು ಮತ್ತೆ ಸೇವೆ ಮಾಡಲಿದ್ದೇನೆ. മറ്റൊരു ഭാഗത്തേക്ക് ദൈവാത്മാവെന്നെ നയിക്കുക. ಮತ್ತೊಂದು ಭಾಗದಲ್ಲಿ ಕರ್ತನ ಆತ್ಮನನ್ನು ನಡೆಸುತ್ತಾ ಇದ್ದಾನೆ. അതിനാധാരമായി ഒരു വചനം വായിക്കാം. ಅದಕ್ಕೆ ಆಧಾರವಾಗಿ ಒಂದು ವಾಕ್ಯ ಓದಿಕೊಳ್ಳೋಣ. അപ്പോസ്തല പ്രവൃത്തി ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳು 19-ാം അധ്യായം 19ನೇ ಅಧ್ಯಾಯ 2-ാം വാക്യം 2-3 വാക്യം വായിച്ചാട്ടെ. 19ನೇ ಅಧ್ಯಾಯದ 2-3ನೇ ವಾಕ್ಯ ಓದಿ. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിനു പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്നോ അവൻ അവരോട് ചോദിച്ചതിനു യോഹന്നാന്റെ സ്നാനമെന്നോ അവർ പറഞ്ഞു. മതി. കന്നഡത്തിൽ ನೀವು ನಂಬಿದಾಗ ಪವಿತ್ರಾತ್ಮವರವನ್ನು ಹೊಂದಿದ್ದೀರೋ ಎಂದು ಅವನನ್ನು ಕೇಳಲು ಅವರು ಅವನಿಗೆ ಇಲ್ಲ, ಪವಿತ್ರಾತ್ಮವರವು ಉಂಟೆಂಬುದನ್ನೇ ನಾವು ಕೇಳಲಿಲ್ಲ ಅಂದರು. ಅವನು ನೀವು ಯಾವುದನ್ನು ನಂಬಿ ದೀಕ್ಷಾಸ್ನಾನ ಮಾಡಿಸಿಕೊಂಡಿರಿ ಎಂದು ಕೇಳಿದ್ದಕ್ಕೆ ಅವರು ಯೋಹಾನನ ಬೋಧನೆಯನ್ನು ನಂಬಿ ದೀಕ್ಷಾಸ್ನಾನ ಮಾಡಿಸಿಕೊಂಡೆವು ಅಂದರು. ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ്. ಇಲ್ಲಿ 2 ಪ್ರಶ್ನೆಗಳು ನೋಡ್ರಿ. ചോദിക്കുന്നത് എഫെസോസിലുള്ള ശിഷ്യന്മാരോടാണ്. ಪ್ರಶ್ನೆ ಕೇಳುತ್ತಿರುವಂಥದ್ದು ಎಫೆಸದಲ್ಲಿ ಇರುವಂತಹ ಶಿಷ್ಯರೊಟ್ಟಿಗೆ. ചോദിക്കുന്ന ആൾ പൗലോസാണ്. ಕೇಳುತ್ತಿರುವಂತಹ ವ್ಯಕ್ತಿ ಪೌಲನು. ഇത് ഒരു അന്യജാതിക്കാരനോട് ചോദിക്കുന്ന ചോദ്യമല്ല. ಇದು ಒಂದು ಅನ್ಯ ಜನಾಂಗದವನ ಬಳಿಯಲ್ಲಿ ಕೇಳುವ ಪ್ರಶ್ನೆಯಲ್ಲ. വിശ്വസിച്ചവരോട് ചോദിക്കുന്ന ചോദ്യമാണ്. ವಿಶ್ವಾಸಿಗಳ ಬಳಿಯಲ್ಲಿ ಕೇಳುವಂತ ಪ್ರಶ್ನೆ. എന്താ ചോദ്യം എന്നറിയാമോ? ಏನು ಪ್ರಶ್ನೆ ಗೊತ್ತಾ? നിങ്ങൾ വിശ്വസിച്ചിട്ട് ನೀವು ನಂಬಿ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ಪವಿತ್ರಾತ್ಮವರವನ್ನು ಹೊಂದಿಕೊಂಡಿರಾ? ആമേൻ. ഉത്തരം
ಉತ್ತರ ಏನು? ഞങ്ങൾ പരിശുദ്ധാത്മാവ് എന്നൊരു സംഭവം കേട്ടിട്ട് പോലുമില്ല. ಪವಿತ್ರಾತ್ಮ ವರ ಎಂಬುದಾಗಿರುವಂತದ್ದನ್ನೇ ನಾವು ಇದುವರೆಗೂ ಕೇಳಲಿಲ್ಲ. അപ്പം പൗലോസ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ಆಗ ಪೌಲನು ಮತ್ತೊಂದು ಪ್ರಶ್ನೆ ಕೇಳುತ್ತಿದ್ದ. നിങ്ങൾ ഈ പേര് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? ನೀವು ಈ ಹೆಸರೇ ಕೇಳದಿದ್ದರೆ ನೀವು ಯಾವ ಹೆಸರಿನಲ್ಲಿ ದೀಕ್ಷಾ ಸ್ನಾನ ಮಾಡಿಸಿಕೊಂಡಿರಿ? കാരണം സ്നാനത്തിൽ ഈ പേര് വരുമല്ലോ. ಯಾಕಂದ್ರೆ ದೀಕ್ಷಾ ಸ್ನಾನದಲ್ಲಿ ಈ ಹೆಸರು ಬರುತ್ತದಲ್ಲ, പിതാവിന്റെയും ತಂದೆಯ പുത്രന്റെയും ಪುತ್ರನ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യേശുവിന്റെ സ്നാനം അതാണ്. ಗಮನಿಸಿ, ಪರಿಶುದ್ಧಾತ್ಮನ ನಾಮದಲ್ಲಿ ಮಾಡುವಂತದ್ದು ಯೇಸುವಿನ ದೀಕ್ಷಾ ಸ್ನಾನ. യേശു പഠിപ്പിച്ച സ്നാനം അതാണ്. ಯೇಸು ಸ್ವಾಮಿ ಕಲಿಸಿಕೊಟ್ಟ ದೀಕ್ಷಾ ಸ್ನಾನ ಅಂತದ್ದೇ. അപ്പൊ പൗലോസിന്റെ ഒരു ചോദ്യം ചോദിക്കുക, ಆಗ ಪೌಲನಿಗೆ ಒಂದು ಪ್ರಶ್ನೆ ನೋಡ್ರಿ, പിന്നെ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? ಹಾಗಾದ್ರೆ ನಿಮ್ಮ ದೀಕ್ಷಾ ಸ್ನಾನ ಯಾವುದಾಗಿತ್ತು? അവര് പറഞ്ഞു യോഹന്നാൻ സ്നാപകന്റെ സ്നാനം. ಅವರು ಹೇಳಿದ್ರು ಸ್ನಾನಿಕನಾದ ಯೋಹಾನನು ಹೇಳಿಕೊಟ್ಟಂತ ದೀಕ್ಷಾ ಸ್ನಾನ. ആ സ്നാനത്തിന് പൗലോസ് പറഞ്ഞു അത് മാനസാന്തരത്തിന്റെ സ്നാനമാണ്. ಅದಕ್ಕೆ ಪೌಲನು ಕೊಟ್ಟಂತ ಉತ್ತರ, ಆ ದೀಕ್ಷಾ ಸ್ನಾನವು ಮಾನಸಾಂದ್ರಕ್ಕಿರುವಂತ ದೀಕ್ಷಾ ಸ್ನಾನ. യോഹന്നാൻ ಜನത്തോട് പറഞ്ഞു എന്റെ പിന്നാലെ വരുന്നവനെ നിങ്ങൾ അനുഗമിക്കണം. ನೋಡಿ, ಯೋಹಾನನು ಜನರೊಟ್ಟಿಗೆ ಹೇಳಿದನು, ನನ್ನ ಹಿಂದೆ ಬರುವವನನ್ನು ನೀವು ಅನುಸರಿಸಬೇಕು, ವಿಧೇಯರಾಗಬೇಕೆಂಬುದಾಗಿ. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഇന്ന് പകൽ നമ്മളോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യമാ, ಈ ಹಗಲು ವೇಳೆ ಕರ್ತನು ನಮ್ಮೊಟ್ಟಿಗೆ ಕೇಳುವ ಪ್ರಶ್ನೆ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ನೀವು ನಂಬಿ ಪರಿಶುದ್ಧಾತ್ಮನನ್ನು ಹೊಂದಿದ್ದೀರೋ? പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരെയും പ്രാപിക്കാത്തവരെയും കാണുമ്പോൾ അറിയാം. ನೋಡಿ, ಪರಿಶುದ್ಧಾತ್ಮನನ್ನು ಹೊಂದಿದವರು ಹೊಂದದಿರುವವರು ನೋಡುವಾಗಲೇ ಗೊತ್ತಾಗ್ತದೆ. അവരുടെ സ്തോത്രത്തിൽ നമുക്കറിയാം, ಅವರ ಸ್ತೋತ್ರದಲ್ಲಿ ನಾವು ಗುರುತಿಸಬಹುದು. അവരുടെ കൈയടിയിൽ നമുക്കറിയാം, ಅವರು ಕೈ ತಟ್ಟುವ ವಿಧದಲ್ಲಿ ನಮಗೆ ಗುರುತಿಸಬಹುದು. അവർ നമുക്ക് കൈ തരുമ്പോൾ അറിയാം. ಅವರು ನಮಗೆ ಕೈ ಕುಲುಕುವಾಗ ಗೊತ್ತಾಗುತ್ತದೆ. ആത്മാവ് പ്രാപിച്ചവനും പ്രാപിക്കാത്തവരും രണ്ടും വലിയ വ്യത്യാസമുണ്ട്. ಆತ್ಮವನ್ನು ಹೊಂದಿಕೊಂಡವರು ಆತ್ಮವನ್ನು ಹೊಂದದಿರುವವರಿಗೆ ದೊಡ್ಡ ವ್ಯತ್ಯಾಸ ಉಂಟು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. ആമേൻ. പൗലോസ് നല്ല വെളിപ്പാടുള്ള മനുഷ്യനാണ്. ಈ ಪೌಲನು ಪ್ರಕಟಣೆ ಇರುವಂತ ವ್ಯಕ್ತಿ. അതുകൊണ്ട് പൗലോസിന് ആൾക്കാരെ തിരിച്ചറിയാം. ಪೌಲನಿಗೆ ಜನರ ಬಗ್ಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತಿದೆ ನೋಡ್ರಿ. Praise the Lord. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. നമുക്കറിയാം, ഇവിടെ ആമേ പൗലോസ് അവരോട് ചോദിക്കുന്ന ചോദ്യത്തിൽ അവർ മറുപടി സിൻസിയറായ മറുപടി പറഞ്ഞു. ನೋಡಿ, ಇಲ್ಲಿ ಪೌಲನು ಜನರ ಬಳಿಗೆ ಕೇಳಿದಾಗ, ಅವಿಶ್ವಾಸಿಗಳ ಬಳಿಯಲ್ಲಿ ಹೇಳಿದಾಗ ಅವರು ಪ್ರಾಮಾಣಿಕವಾಗಿ ಉತ್ತರ ಕೊಟ್ಟರು. ഞങ്ങളുടെയൊക്കെ പിതാക്കന്മാർ ദൈവദാസന്മാർ ചോദിക്കുന്ന 3 ചോദ്യമുണ്ട്. ನಮ್ಮ ಪಿತೃಗಳು ಅಥವಾ ದೇವದಾಸರುಗಳು ಕೇಳುವಂತ 3 ಪ್ರಶ್ನೆಗಳುಂಟು. അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ಅವ್ರಿಗೆ ಏನು ದೊಡ್ಡ ವಿದ್ಯಾಭ್ಯಾಸ ಇಲ್ಲ. അച്ഛൻ ഇച്ചിരി ഇങ്ങോട്ടിരിക്കുക, എനിക്ക് മോഹം കാണണം. സ്തോത്രം. ആ പില്ലറിന്റെ ഇടയ്ക്ക് ആരും ഇരിക്കണ്ട, എനിക്ക് എല്ലാവരും ഒന്ന്. ಆ ಸ್ತಂಭದ ಹಿಂದೆ ಯಾರು ಕೂತ್ಕೋಬೇಡ್ರಿ ദയಮಾಡಿ. നിങ്ങളെ കാണാൻ തന്നെ ഞാൻ ഇങ്ങോട്ടും ഓടി നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. എനിക്ക് കണ്ണടച്ച് പ്രസംഗിക്കുന്ന ഇഷ്ടമല്ല. ನನಗೆ ಕಣ್ಣು ಮುಚ್ಚಿ ಪ್ರಸಂಗ ಮಾಡೋದು ಇಷ್ಟ ಇಲ್ಲ. കണ്ണ് തുറന്ന് മുഖം നോക്കി പ്രസംഗിക്കുന്ന ആളാ ഞാൻ. ಕಣ್ಣು ತೆರೆದು ಮುಖ ನೋಡಿ ಪ್ರಸಂಗ ಮಾಡುವ ವ್ಯಕ್ತಿ ನಾನು. ചിലരാണെ കണ്ണടച്ചാൽ പിന്നെ ആശീർവാദം പറയുന്നവരെ കണ്ണടച്ചുകൊണ്ട് തന്നെ പ്രസംഗിക്കും. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം. ಕೆಲವೊಬ್ರು ನೋಡಿ, ಕಣ್ಣು ಪ್ರಸಂಗ ಮಾಡೋದಕ್ಕೆ ಕಣ್ಣು ಮುಚ್ಚಿದ್ರೆ ಆಶೀರ್ವಾದ ಹೇಳುವವರೆಗೂ ಕಣ್ಣು ಮುಚ್ಚಿರ್ತಾರೆ. ನನಗೆ ಅದು ಇಷ್ಟ ಇಲ್ಲ. നിങ്ങളുടെ മുഖം കണ്ട് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. ನಿಮ್ಮ ಮುಖವನ್ನು ನೋಡಿ ಸಂತೋಷದಿಂದ ದೇವರನ್ನು ಸ್ತುತಿಸಬೇಕು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്. ಹಾಲೆಲೂಯಾ. ഇവിടെ പിതാക്കന്മാർ 3 ചോദ്യം ചോദിക്കും. ನೋಡಿ, ಪಿತೃಗಳು 3 ಪ್ರಶ್ನೆ ಕೇಳುತ್ತಿದ್ರು. അത് പെന്തക്കോസ്തുകാരുടെ വീട്ടിൽ ജനിച്ചവനായാലും, ಅವರು ಪೆಂತೆಕೋಸ್ನ ಮನೆಯಲ್ಲಿ ಹುಟ್ಟಿದವರಾದರು, യാക്കോബയിലോ കത്തോലിക്കലോ ജനിച്ചവനായാലും, ಯಾಕೋಬಿನ ಮನೆತನದವರು ಅಥವಾ ಕಥೋಲಿಕ ಸಭೆಯಿಂದ ಹಿನ್ನೆಲೆ ಇರುವಂತವರಾಗಿದ್ದರು. അവരോട് ചോദിക്കുന്ന ചോദ്യമാ, ಅವರ ಬಳಿ ಕೇಳುವಂತ ಪ್ರಶ್ನೆ, നീ മാനസാന്തരപ്പെട്ടോ? ನೀನು ಮಾನಸಾಂದ್ರ ಹೊಂದಿದೀಯಾ? പെന്തക്കോസ്തി ജനിച്ചു വളർന്ന കൊച്ചിനോട് ചോദിക്കും, നീ മാനസാന്തരപ്പെട്ടോ? ಪೆಂತೆಕೋಸ್ನ ಮನೆಯಲ್ಲಿ ಹುಟ್ಟಿ ಬೆಳೆದ ಮಗುವಿನ ಬಳಿ ಕೇಳ್ತಾರೆ, ನೀನು ಮಾನಸಾಂದ್ರ ಹೊಂದಿದೀಯಾ? അപ്പൊ അവൻ പറയും, ആ മാനസാന്തരപ്പെട്ടു. ಆಗ ಅವರು ಹೇಳ್ತಾರೆ, ಹೌದು ಮಾನಸಾಂದ್ರ ಹೊಂದಿದೆ. അടുത്ത ചോദ്യമാ, നീ സ്നാനപ്പെട്ടോ? ನೋಡಿ, ಎರಡನೆಯ ಪ್ರಶ್ನೆ, ನೀನು ದೀಕ್ಷಾ ಸ್ನಾನ ಹೊಂದಿದೀಯಾ? അപ്പം പുള്ളി പറയും, ആ സ്നാനപ്പെട്ടു. ಆಗ ವ್ಯಕ್ತಿ ಹೇಳ್ತಾನೆ, ಹೌದು ನಾನು ದೀಕ್ಷಾ ಸ್ನಾನ ಹೊಂದಿದ್ದೆ. അടുത്ത ചോദ്യമാണ്, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ಮೂರನೆಯ ಪ್ರಶ್ನೆಯೇ, ನೀನು ಪರಿಶುದ್ಧಾತ್ಮನನ್ನು ಹೊಂದಿದೀಯಾ? മാനസാന്തരത്തിന് എത്രമാത്രം ഇമ്പോർട്ടന്റ് ഉണ്ടോ, ನೋಡಿ, ಮಾನಸಾಂದ್ರಕ್ಕೆ ಎಷ್ಟು ಪ್ರಾಮುಖ್ಯತೆ ಇದೆಯೋ, സ്നാനത്തിന് എത്ര ഇമ്പോർട്ടന്റ് ഉണ്ടോ, ದೀಕ್ಷಾ ಸ್ನಾನಕ್ಕೆ ಎಷ್ಟು ಪ್ರಾಮುಖ್ಯತೆ ಇದೆಯೋ, അതേ ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ಅಷ್ಟೇ ಪ್ರಾಮುಖ್ಯವಾಗಿರುವ ವಿಷಯವೇ ಪರಿಶುದ್ಧಾತ್ಮನು ಎಂಬುದಾಗಿ ಹೇಳುವಂತದ್ದು. ചിലര് സ്നാനം കൊണ്ടങ്ങ് നിർത്തുക. ಕೆಲವೊಬ್ಬರು ದೀಕ್ಷಾ ಸ್ನಾನದಲ್ಲಿ ನಿಂತು ಬಿಡ್ತಾರೆ. മുൻപോട്ട് പോകണമെന്നൊരു ആഗ്രഹമില്ല, ಮುಂದೆ ಹೋಗಬೇಕು ಒಂದು ಬಯಕೆಯೇ ಇಲ್ಲ. പരിശുദ്ധാത്മ പ്രാപിച്ചവനെ മുൻപോട്ട് പോകാൻ കഴിയും. ಪರಿಶುದ್ಧಾತ್ಮ ಹೊಂದಿದವನೇ ಮುಂದೆ ಹೋಗಲು ಸಾಧ್ಯ. അതുകൊണ്ട് ഈ സഭയിലുള്ള എല്ലാ
എല്ലാ ദൈവമക്കളും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ಆದ್ದರಿಂದ ಈ ಸಭೆಯಲ್ಲಿರುವಂತ ಪ್ರತಿಯೊಂದು ದೇವಜನರು ಪರಿಶುದ್ಧಾತ್ಮವನ್ನು ಹೊಂದಿಕೊಳ್ಳಬೇಕು. വിടുതൽ തരുന്നത് പരിശുദ്ധാത്മാവാ. ಬಿಡುಗಡೆ ಕೊಡುವಂತದ್ದು ಪರಿಶುದ್ಧಾತ್ಮನು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഈ പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ് അന്യഭാഷ. ಈ ಪರಿಶುದ್ಧಾತ್ಮನ ಒಂದು ಗುರುತೇ ಅನ್ಯ ಭಾಷೆ. പഴയ പുതിയ നിയമത്തിൽ എവിടൊക്കെ ആത്മാവ് ഇറങ്ങിയോ ഉടനെ അവർ അന്യഭാഷ പറയും. ನೋಡಿ, ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಎಲ್ಲೆಲ್ಲ ಪವಿತ್ರಾತ್ಮನು ಇಳಿದನೋ ಅವರು ಅನ್ಯ ಭಾಷೆಗಳನ್ನು ಮಾತನಾಡಿದರು. 3 ആത്മാവുണ്ട്. 3 ಆತ್ಮಗಳುಂಟು. ഈ ലോകത്തിൽ 3 ആത്മാവുണ്ട്. ಈ ಲೋಕದಲ್ಲಿ 3 ಆತ್ಮಗಳುಂಟು. ഒന്ന് ദുരാത്മാവ്, ಒಂದು ದುರಾತ್ಮನು, 2 ദൈവാത്മാവ്, ಎರಡನೇದು ದೇವಾತ್ಮನು, 3 മനുഷ്യാത്മാവ്. ಮೂರನೇದು ಮನುಷ್ಯಾತ್ಮನು. ಹಾಲೆಲೂಯ. ഇതിനെ നമ്മൾ തിരിച്ചറിയണം. ಇದನ್ನು ನಾವು ಸರಿಯಾಗಿ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕು. പ്രത്യേകിച്ച് ആമേ ദുരാത്മാവും ദൈവാത്മാവിനെയും നമുക്ക് പലപ്പോഴും തിരിച്ചറിയത്തില്ല. ಪ್ರತ್ಯೇಕವಾಗಿ ಈ ದುರಾತ್ಮಕ್ಕೂ ದೇವಾತ್ಮಕ್ಕೂ ಇರುವ ವ್ಯತ್ಯಾಸವನ್ನು ಸರಿಯಾಗಿ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳೋದಿಲ್ಲ. പിശാചും അന്യഭാഷ പറയും. ಸೈತಾನನು ಅನ್ಯ ಭಾಷೆ ಮಾತನಾಡ್ತಾನೆ. അത് നിങ്ങൾക്കറിയാമോ? ಅದು ನಿಮಗೆ ಗೊತ್ತಿದೆಯಾ? പിശാച് പ്രവചിക്കും. ಸೈತಾನನು ಪ್ರವಾದಿಸುತ್ತಾನೆ. പിശാചും അത്ഭുതങ്ങൾ ചെയ്യും. ಸೈತಾನನು ಅದ್ಭುತಗಳನ್ನು ಮಾಡ್ತಾನೆ. ഇതേ കാര്യം ദൈവാത്മാവ് ചെയ്യുന്നു. ಇದೇ ಕಾರ್ಯಗಳನ್ನು ದೇವರಾತ್ಮನು ಮಾಡ್ತಾನೆ. ദൈവത്തിന്റെ ഡൂപ്പാ പുള്ളി. ನೋಡಿ, ಈ ದೇವರ ನಕಲಿ ಈ ಸೈತಾನನು. അവൻ ദൈവം എന്ത് ചെയ്യുന്നു അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാ. ಆತನು ದೇವರು ಏನು ಮಾಡ್ತಾನೋ ಅದೇ ರೀತಿ ಪ್ರತಿ ಮಾಡುವಂತ ವ್ಯಕ್ತಿ. പുള്ളി പറഞ്ഞ ഞാൻ ദൈവത്തെ പോലാകും. ಆ ವ್ಯಕ್ತಿ ಹೇಳ್ತಾನೆ, ನಾನು ದೇವರ ರೀತಿ ಮಾರ್ಪಡುತ್ತೇನೆ. ദൈവം തന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ದೇವರು ತನ್ನ ಮಹಿಮೆಯನ್ನು ಯಾರಿಗೂ ಬಿಟ್ಟು ಕೊಡೋದಿಲ್ಲ. അവനെ വെട്ടി താഴെയിട്ടു. ಆತನನ್ನು ಕತ್ತರಿಸಿ ಕೆಳಗೆ ಬಿಸಾಡಿದನು. അതാണ് ലൂസിഫർ, പിശാച്. ಆತನ ಹೆಸರೇ ಲೂಸಿಫರನು, ಸೈತಾನನು. അപ്പൊ ഇവന് കുറെ കാര്യങ്ങൾ കുറെ നാൾ സ്വർഗത്തിൽ നിന്ന് കണ്ടു പഠിച്ചോണ്ട് അതിന്റെ ഡൂപ്പായിട്ടെല്ലാം അങ്ങ് ചെയ്യുക. ಹಾಗಾದ್ರೆ ಈತನು ಅನೇಕ ಕಾರ್ಯಗಳು ಪರಲೋಕದಲ್ಲಿ ನೋಡಿ ಕಲಿತು ಅದಕ್ಕೆ ಬೇಕಾದ ನಕಲಿ ರೂಪಗಳೆಲ್ಲ ಮಾಡ್ತಾ ಇರ್ತಾನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഈ ദുരാത്മാവിനെ എങ്ങനെ തിരിച്ചറിയാം? ಈ ದುರಾತ್ಮವನ್ನು ನಾವು ಹೇಗೆ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳೋದು? ഞാൻ ബാംഗ്ലൂരിൽ വരുമ്പം ನಾನು ಬೆಂಗಳೂರಿಗೆ ಬರುವಾಗ ഒരു മനുഷ്യനും വിശ്വാസത്തിൽ ഞാൻ സഭ തുടങ്ങാൻ വന്നതാ ഇവിടെ. ನಾನು ಇಲ್ಲಿ ಸಭೆ ಸ್ಥಾಪನೆಗಾಗಿ ಬಂದೆನು. അപ്പോൾ ആരുമില്ല. ಆಗ ಯಾರು ವಿಶ್ವಾಸಿಗಳಿರಲಿಲ್ಲ. ആ സഭയിൽ നിന്ന് ഈ സഭയിൽ നിന്ന് 4 പേരെ കൊണ്ടിട്ട് ആരാധന തുടങ്ങിയവനല്ല ഞാൻ. ಆ ಸಭೆಯಿಂದ ಮತ್ತೊಂದು ಸಭೆಯಿಂದ 4 ಜನರನ್ನು ಕರೆತಂದು ಆರಾಧನೆ ಅಥವಾ ಸಭೆಯನ್ನು ಸ್ಥಾಪಿಸಿದನಲ್ಲ ನಾನು. ഞാൻ ദൈവസനെ പ്രാർത്ഥിച്ചു. ನಾನು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆ. ഞാൻ ഇവിടെ ഒരു പൊതു ശുശ്രൂഷയ്ക്ക് 1-2 സഭയെ ശുശ്രൂഷിക്കാൻ വന്ന ആളാ. ನಾನು ಈ ಬೆಂಗಳೂರು ಪಟ್ಟಣಕ್ಕೆ 1-2 ಸಭೆಗಳಲ್ಲಿ ಬಹಿರಂಗ ಸೇವೆ ಮಾಡಲಿಕ್ಕೆ ಬಂದವನು. അപ്പോൾ ഒരു ആന്റിയുടെ വീട്ടിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ദൈവദാസൻ കൊണ്ടുപോയി. ಆಗ ಒಂದು ತಾಯಿಯ ಮನೆಗೆ ಅವರಿಗಾಗಿ ಪ್ರಾರ್ಥಿಸುವಂತೆ ದೇವದಾಸರನ್ನು ಕರೆದುಕೊಂಡು ಹೋದ್ರು. അപ്പോൾ ആ ദൈവസാക്ഷിയോട് ദൈവാത്മ പറഞ്ഞു, നിനക്ക് കാലിയായി കിടക്കുന്ന വീട് ഈ ദൈവദാസൻ ആരാധനയ്ക്ക് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. ನೋಡಿ, ಆಗ ಆ ದೇವದಾಸಿಯೊಟ್ಟಿಗೆ ದೇವರಾತ್ಮನು ನುಡಿದಂತಂದ್ರೆ, ನಿನ್ನ ಮನೆ ಖಾಲಿಯಾಗಿದೆಯಲ್ಲ, ಅದು ಆ ಮನೆಯನ್ನು ಈ ದೇವದಾಸರು ಆರಾಧನೆಗಾಗಿ ಬಿಟ್ಟುಕೊಡು ಎಂಬುದಾಗಿ. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. ನಾನು ಅವರೊಟ್ಟಿಗೆ ಹೇಳಿದೆ, ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೇನೆ. ഞാൻ ശുശ്രൂഷ കഴിഞ്ഞ് നാട്ടിൽ പോയി. ನಾನು ಆ ಸೇವೆ ಮುಗಿಸಿ ಮನೆಗೆ ಊರಿಗೆ ಹೋದೆ. 2 മാസം ഞാൻ പ്രാർത്ഥിച്ചു. 2 ತಿಂಗಳು ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆ. കർത്താവേ, ഞാൻ ബാംഗ്ലൂരിൽ പോകണോ? ಕರ್ತನೇ, ನಾನು ಬೆಂಗಳೂರಿಗೆ ಹೋಗಬೇಕಾ? ദൈവത്തിന്റെ ആത്മാവ് പോകാൻ പറഞ്ഞു. ದೇವರಾತ್ಮನು ಹೋಗು ಎಂಬುದಾಗಿ ಹೇಳಿದನು. 2 മാസം കഴിഞ്ഞ് ഈ ആന്റിയെ ഞാൻ വിളിച്ചു. 2 ತಿಂಗಳ ನಂತರ ಈ ತಾಯಿಯವರಿಗೆ ನಾನು ಕರೆ ಮಾಡಿದೆ. ഞങ്ങൾ ആന്റി പറഞ്ഞു, പാസ്റ്ററെ കോൾ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എളുപ്പം വരാൻ പറഞ്ഞു. ಅವರು ಹೇಳಿದರು, ಪಾಸ್ಟರ್ ಅವರೇ, ನಿಮ್ಮ ಕರೆ ಬೇಗ ಬರಲಿ ಎಂಬುದಾಗಿ ನಾನು ಕಾಯುತ್ತಾ ಇದ್ದೆ. അപ്പോൾ അങ്ങനെ ആ ആന്റിയൊക്കെ എന്നോട് ഒരു ഡിമാൻഡ് ചെയ്തു, ഞങ്ങളും പാസ്റ്റർ കൂടെ ആരാധനയ്ക്ക് വരും. ಆಗ ಆ ಸಹೋದರಿ ಸಹ ನಮಗೆ ಒಂದು ಬೇಡಿಕೆ ಇಟ್ಟರು, ನಾವು ಸಹ ನಿಮ್ಮೊಟ್ಟಿಗೆ ಆರಾಧನೆಗೆ ಬರ್ತೇವೆ. 2 പ്രായമായ അമ്മച്ചിമാരാ. ಅವರು ಬಹಳ ವಯಸ್ಸಾಗಿರುವಂತ ಅಜ್ಜಿ. ഞങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് ആരാധിച്ചു, ദൈവത്തിന് മഹത്വം കൊടുത്തു. നല്ല ഒരു കൂട്ടായ്മയായിരുന്നു ആ ദിവസങ്ങളിൽ ലഭിച്ചത്. ನೋಡಿ, ನಾವು ಅವರ ಜೊತೆಗೆ ಇದ್ದು ಆರಾಧನೆ ಮಾಡಿದೆವು, ದೇವರನ್ನು ಸ್ತುತಿಸಿದೆವು. ಆ ಕಾಲಘಟ್ಟದಲ್ಲಿ ಬಹಳ ಉತ್ತಮವಾದ ಆರಾಧನೆ ನಡೆಯಿತು. അപ്പം ഈ അമ്മച്ചിയുടെ ഒക്കെ വീട്ടില് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സഹോദരിയുണ്ട്. ಆ ಸಂದರ್ಭದಲ್ಲಿ ಈ ಅಜ್ಜಿಯವರ ಮನೆಯಲ್ಲಿ ಒಂದು ಮನೆಯಲ್ಲಿ ಬಾಡಿಗೆಗೆ ವಾಸ ಮಾಡುತ್ತಿದ್ದಂತ ಒಂದು ಸಹೋದರಿ ಇದ್ರು. ആ സഹോദരി നല്ല പോലെ എന്താ ദൈവാലോചനയൊക്കെ പറയുന്ന സഹോദരിയാ. ಅವರು ಉತ್ತಮವಾಗಿ ದೇವರ ಆಲೋಚನೆಯನ್ನು ಹೇಳಿಕೊಡುತ್ತಿರುವಂತ ಸಹೋದರಿ. പക്ഷേ അവരിൽ വ്യാപരിച്ച ആത്മാവ് ദൈവാത്മാവല്ലെന്ന് ദൈവം എന്നോട് പറഞ്ഞു. ಆದರೆ ಅವರ ಒಳಗೆ ಕ್ರಿಯೆ ಮಾಡುತ್ತಿರುವ ಆತ್ಮ ದೇವರ ಆತ್ಮವಲ್ಲ ಎಂಬುದಾಗಿ ದೇವರು ನನ್ನೊಟ್ಟಿಗೆ ಹೇಳಿದನು.
ദൈവാത്മാവിന് ഞാൻ പറഞ്ഞു അത് വെളിപ്പെട്ട് പുറത്തു പോകണമെന്ന് പറഞ്ഞു. ನಾನು ದೇವರ ಆತ್ಮದಲ್ಲಿ ಹೇಳಿದನು ಅದು ಪ್ರಕಟಗೊಂಡು ಹೊರಗೆ ಬರಬೇಕು. കർത്താവ് അവരെ ഹീൽ ചെയ്തു. ಕರ್ತನು ಅವರನ್ನು ಸ್ವಸ್ಥಪಡಿಸಿದನು. ആമേ എല്ലാ പോരും അഴിഞ്ഞു മാറി. ಎಲ್ಲ ಬಂಧನಗಳು ಕಳಚಿ ಬಿದ್ದವು. ഒരു കാര്യം ഞാൻ പറയാം. ಒಂದು ಕಾರ್ಯ ನಿಮಗೆ ಹೇಳ್ತೇನೆ. ആമേ പിശാചും അന്യഭാഷ പറയും. ಸೈತಾನನು ಅನ್ಯ ಭಾಷೆ ಮಾತನಾಡ್ತಾನೆ. ആമേ പിശാചും പ്രവചിക്കും. ಸೈತಾನನು ಪ್ರವಾದಿಸ್ತಾನೆ. ദൈവജനം വിവേചിച്ച് മനസ്സിലാക്കണം ആത്മാവ് ഏതാന്നുള്ളത്. ಆದರೆ ದೇವಜನರಾಗಿರುವಂತ ನಾವು ವಿವೇಚನ ಆತ್ಮದಿಂದ ತಿಳಿದುಕೊಳ್ಳಬೇಕು ಈ ಆತ್ಮ ಯಾವ ಆತ್ಮ ಎಂಬುದಾಗಿ. നമ്മൾ പ്രാപിക്കുന്ന ആത്മാവ് ദൈവാത്മാവിനെയാണ്. ನಾವು ಹೊಂದಿಕೊಳ್ಳುವಂತ ಆತ್ಮ ದೇವರ ಆತ್ಮವು. അത് സൗമ്യതയുടെ ആത്മാവാണ്. ಅದು ಸಾತ್ವಿಕತ್ವದ ಆತ್ಮ. അത് ധൈര്യത്തിന്റെ ആത്മാവാണ്. ಅದು ധೈರ್ಯದ ಆತ್ಮ. ഭയമില്ലാത്ത ആത്മാവാണ്. ಭಯವಿಲ್ಲದಿರುವ ಆತ್ಮ. ആമേ പരിശുദ്ധാത്മാവ് ഭയമില്ല. ಪರಿಶುದ್ಧಾತ್ಮನಿಗೆ ಭಯ ಇಲ್ಲ. പിശാചിനെ ഭയപ്പെടുന്നില്ല. ಸೈತಾನನಿಗೆ ಭಯಪಡುವುದಿಲ್ಲ. ആമേ ലോകത്തെ ഭയപ്പെടുന്നില്ല. ಲೋಕಕ್ಕೆ ಭಯಪಡುವುದಿಲ್ಲ. അന്ധകാര ശക്തിയെ പരിശുദ്ധാത്മ ഭയപ്പെടുന്നില്ല. ಅಂಧಕಾರ ಶಕ್ತಿಗಳಿಗೆ ಪರಿಶುದ್ಧಾತ್ಮನ ಭಯಪಡುವುದಿಲ್ಲ. ആ ഒരു ആത്മാവിനെ നീ പ്രാപിച്ചുവെങ്കിൽ ಆ ಆತ್ಮನು ನೀನು ಹೊಂದಿಕೊಂಡರೆ ആമേ നിനക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ನೀನು ಭಯಪಡುವ ಅಗತ್ಯವಿಲ್ಲ. ഇത് നമ്മൾ വ്യാപരിച്ച ആത്മാവ് ശക്തിയുടെയും ധൈര്യത്തിന്റെ ആത്മാവാണ്. ಯಾಕಂದ್ರೆ ನಮ್ಮ ಒಳಗೆ ವ್ಯಾಪರಿಸಿರುವ ದೇವರಾತ್ಮನು ಶಕ್ತಿಯು ಧೈರ್ಯದ ಆತ್ಮನಾಗಿದ್ದಾನೆ. ഇവിടെ ചോദ്യം ഇതാ, നീ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ಇಲ್ಲಿ ಹೇಳುತ್ತಿರುವಂತ ಪ್ರಶ್ನೆ ಇದೆ, ನೀನು ನಂಬಿ ಪವಿತ್ರಾತ್ಮ ವರವನ್ನು ಹೊಂದಿಕೊಂಡಿರೋ. അപ്പൊ നാം ഇന്ന് ആമേ പകൽക്കാലം എല്ലാവരും ആത്മാവ് പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവിനെ പ്രാപിച്ചോണം. ಹಾಗಾದ್ರೆ ಈ ಹಗಲಿನ ವೇಳೆ ಯಾರಾದರೂ ಇಲ್ಲಿ ಆತ್ಮನನ್ನು ಹೊಂದಿಕೊಳ್ಳದೇ ಇರುವುದಾಗಿದ್ದರೆ ಈ ಕೂಟದಲ್ಲಿ ಅವರು ಹೊಂದಿಕೊಳ್ಳಬೇಕು. Praise the Lord. Hallelujah. ആമേ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു അന്യഭാഷയോടെ ദൈവത്തെ ആരാധിക്കാൻ ഇതുവരെ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങളെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ನೋಡಿ, ಆ ಪರಿಶುದ್ಧಾತ್ಮನನ್ನು ಹೊಂದಿಕೊಂಡು ಇದುವರೆಗೂ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಮಾತನಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗಲಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುವವರು ಯಾರಾದರೂ ಇದ್ದರೆ ಇಂದು ಕರ್ತನು ನಿಮ್ಮನ್ನು ಅಭಿಷೇಕಿಸಲಿದ್ದಾನೆ. ഒരു പുതിയ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോവുകയാണ്. ಒಂದು ಹೊಸ ಶಕ್ತಿ ನಿಮ್ಮಲ್ಲಿ ಹಂಚಲ್ಪಡುತ್ತದೆ. നിങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ ആത്മാവിനെ പ്രാപിച്ചവരായിരിക്കാം. ನೀವು ವರ್ಷಗಳ ಹಿಂದೆಯೇ ಆತ್ಮವನ್ನು ಹೊಂದಿಕೊಂಡವರಾಗಿರಬಹುದು. അന്ന് പ്രാപിച്ച ശക്തി ഉള്ളെങ്കിൽ അത് പോരാ. ദൈവാത്മ പറയുന്നു പുതുശക്തിയോടെ ദൈവസഭ എഴുന്നേൽക്കാൻ പോവുകയാണ്. ಒಂದು ವೇಳೆ ಅಂದು ಹೊಂದಿದ ಶಕ್ತಿ ನಿಮ್ಮಲ್ಲಿ ಇರುವುದಾಗಿದ್ರೆ ಅದು ಸಾಲದು. ದೇವರಾತ್ಮನ ಹೊಸ ಶಕ್ತಿ ನಿಮಗೆ ಕೊಡಲು ಬಯಸುತ್ತಾನೆ. അന്ന് പ്രാപിച്ച അന്യഭാഷയല്ല, ഇന്നൊരു പുതിയ ഭാഷ നിങ്ങളുടെ മേൽ ദൈവാത്മാവ് തരാൻ പോവുകയാണ്. ಅಂದು ಹೊಂದಿಕೊಂಡ ಅನ್ಯ ಭಾಷೆಯಲ್ಲ, ಇಂದು ಒಂದು ಹೊಸ ಭಾಷೆ ದೇವರಾತ್ಮ ನಿಮಗೆ ಕೊಡಲಿದ್ದಾನೆ. ഹല്ലേലൂയ. Hallelujah. ഇതാണ് ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മോട് അരുളി ചെയ്യുന്നത്. ಇದೇ ಈ ಹಗಲು ವೇಳೆ ದೇವರಾತ್ಮ ನಮ್ಮೊಟ್ಟಿಗೆ ನುಡಿಯುತ್ತಾ ಇರುವುದು. ഇന്ന് എന്റെ വിഷയം ಇಂದು ನನ್ನ ವಿಷಯ പരിശുദ്ധാത്മാവിന്റെ 4 രൂപങ്ങൾ. ಪರಿಶುದ್ಧಾತ್ಮನ 4 ಸ್ವರೂಪಗಳು. ആമേ ദൈവം ആ ഒരു മേഖലയിലേക്ക് എന്നെ നടത്തിക്കൊണ്ടു പോവുകയാണ്. ಆ ಒಂದು ನೆಲೆಯಲ್ಲಿ ದೇವರನ್ನು ನಡೆಸಿಕೊಂಡು ಹೋಗುತ್ತಿದ್ದಾನೆ. പരിശുദ്ധാത്മാവിന്റെ 4 രൂപത്തിൽ ഓരോന്നോരോന്നായി ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുക. ಪರಿಶುದ್ಧಾತ್ಮನ 4 ಸ್ವರೂಪದಲ್ಲಿ ಒಂದೊಂದಾಗಿ ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ನಾನು ಸೇವೆ ಮಾಡಲು ಬಯಸುತ್ತೇನೆ. ആമേ വായിക്കാം അപ്പോസ്തല പ്രവൃത്തി. ನಾವು ಓದಿಕೊಳ್ಳೋಣ ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳು. ആമേ 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. 2ನೇ ಅಧ್ಯಾಯದ 3ನೇ ವಾಕ್ಯ. അവരിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. മതി. സ്തോത്രം. കന്നഡ. ಅದಲ್ಲದೆ ಉರಿಯಂತಿದ್ದ ನಾಲಿಗೆಗಳು ವಿಂಗಡಿಸಿಕೊಳ್ಳುವ ಹಾಗೆ ಅವರಿಗೆ ಕಾಣಿಸಿ ಅವರಲ್ಲಿ ಒಬ್ಬೊಬ್ಬರ ಮೇಲೆಯೂ ಒಂದೊಂದಾಗಿ ಕೂತುಕೊಂಡವು. ഒന്നാമത്തെ പരിശുദ്ധാത്മാവിന്റെ രൂപമാണ് തീ. ಒಂದನೆಯ ಪರಿಶುದ್ಧಾತ್ಮನ ಸ್ವರೂಪವೇ ಬೆಂಕಿ. പെന്തക്കോസ്ത് നാളിൽ ಪೆಂತೆಕೋಸ್ತ್ನ ಪಂಚಶತಮದ ದಿನದಲ್ಲಿ അഗ്നിജാലക്കൊത്ത നാവ് അവരുടെ മേൽ വന്നു. ಉರಿಯ ನಾಲಿಗೆಯಂತಿರುವಂತಹ ನಾಲಿಗೆ ಅವರ ಮೇಲೆ ಇಳಿದು ಬಂತು. അഗ്നി അല്ലെങ്കിൽ ഫയർ, തീ പരിശുദ്ധാത്മാവിന്റെ രൂപമാണ്. ನೋಡಿ, ಬೆಂಕಿ ಅಥವಾ ಅಗ್ನಿ ಎಂಬುದಾಗಿರುವಂತದ್ದು ಪರಿಶುದ್ಧಾತ್ಮನ ಒಂದು ಸ್ವರೂಪ. ശരിക്കലും പിശാച് നിങ്ങളെ കാണുന്നത് ആത്മാവ് പ്രാപിച്ചവനെ തീയായിട്ടാണ് കാണുന്നത്. ಸರಿಯಾಗಿ ಸೈತಾನು ನಿಮ್ಮನ್ನು ಹೇಗೆ ಕಾಣುತ್ತಾನೆ ಗೊತ್ತಾ? ಆತ್ಮವನ್ನು ಹೊಂದಿದಂತ ಬೆಂಕಿಯಾಗಿ ಕಾಣುತ್ತಾನೆ. അവന് ഭയങ്കര പേടിയാ. തീയെ അവൻ പേടിക്കുക. ಯಾಕಂದ್ರೆ ಆತನಿಗೆ ಬೆಂಕಿ ಅಂದ್ರೆ ಬಹಳ ಭಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ.
ആത്മാവ് പ്രാപിച്ച ഒരു സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ಆತ್ಮವನ್ನು ಹೊಂದಿಕೊಂಡವನು ಒಂದು ಬದಿಯಲ್ಲಿ ನಡೆದು ಹೋಗುವಾಗ ആ ദേശത്തിന്റെ പിശാച് പോണ്ടാ തീ വരുന്നു മാറിക്കോളാൻ പറയും. ನೋಡಿ ಆ ದೇಶದಲ್ಲಿರುವ ಸೈತಾನನು ಇಗೋ ಬೆಂಕಿ ಬರ್ತಾ ಇದೆ ಬದಿಗೆ ಹೋಗು ಎಂಬುದಾಗಿ ಹೇಳ್ತದೆ. 10 ವರ್ಷം കഴിഞ്ഞ് ಆ പുള്ളി അതിലേ പോകുമ്പോൾ 10 ವರ್ಷ ನಂತರವಾಗಿ ಅದೇ ಸ್ಥಳದಲ್ಲಿ ಆ ವ್ಯಕ್ತಿ ಹೋಗುವಾಗ പോണ്ടാ പണ്ടത്തെ തീ കരിക്കട്ട പോലെ വരുന്നെന്ന് പറയും. ಅವರು ಹೇಳ್ತಾರೆ ಇಗೋ ಮೊದಲಿದ್ದಂತ ಬೆಂಕಿ ಈಗ ಕಲ್ಲಿದ್ದಲ ರೀತಿ ಬರ್ತಾ ಇದೆ. പണ്ടത്തെ തീ പോയി, ಮೊದಲಿದ್ದಂತ ಬೆಂಕಿ ಹೋಯ್ತು, നീ കരിയാകാതെ ನೀನು ಬೂದಿಯಾಗದಂತೆ ആത്മാവിന്റെ അഭിഷേകത്തിന് തീ ഓരോ ദിവസവും നിന്റെ മേൽ ജ്വലിക്കണമെന്ന് ദൈവാത്മാവ് ദൂത് പറയുകയാണ്. ಓ ಆತ್ಮನ ಅಭಿಷೇಕದ ಬೆಂಕಿ ಒಂದೊಂದು ದಿನವೂ ನಿನ್ನಲ್ಲಿ ಪ್ರಕಾಶಿಸಬೇಕೆಂಬುದಾಗಿ ದೇವರಾತ್ಮನು ನುಡಿಯುತ್ತಿದ್ದಾನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ശാരമനുതോദിയ അഗരാസമധുടയനാദിയ അഗരഗടക ശംദരനമസ്യ. Praise the Lord. ಹಾಲೆಲೂಯ. നമ്മൾ തീയാണെന്ന് പിശാചിനറിയാം. ನಾವು ಬೆಂಕി ಎಂಬುದಾಗಿ ಸೈತಾನನಿಗೆ ಗೊತ್ತು. ഈ നോർത്ത് ഇന്ത്യയിൽ മിനിസ്ട്രി ചെയ്യാൻ പോകുമ്പോൾ, ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ, ಈ ಉತ್ತರ ಭಾರತದಲ್ಲಿ ನಾವು ಸೇವೆಗಾಗಿ ಹೋಗುವಾಗ ആമ എത്ര തലത്തൊട്ട് നമ്മൾ ദൂത് പറഞ്ഞാലും കുറേ പേരിങ്ങനെ വെള്ളവും വെണ്ണയുമായിട്ട് ക്യൂ നിൽക്കും. ನೋಡಿ, ನಾವು ಎಷ್ಟೇ ತಲೆಯ ಮೇಲೆ ಕೈ ಇಟ್ಟು ಪ್ರಾರ್ಥಿಸಿದರೂ ಎಷ್ಟೋ ಜನರು ಸಾಲಾಗಿ ನೀರು ಮತ್ತು ಎಣ್ಣೆಯನ್ನು ಹಿಡಿದುಕೊಂಡು ಸಾಲಾಗಿ ನಿಂತಿರ್ತಾರೆ. എന്തിനാണെന്നറിയാം? ಯಾಕೆ ಗೊತ್ತಾ? ഇവരൊക്കെ ഗ്രാമങ്ങളിലുള്ളവരാ. ಇವರೆಲ್ಲ ಗ್ರಾಮಸ್ಥರು. ഇവര് പ്രാർത്ഥിച്ച് ഈ വെള്ളം കൊണ്ടങ്ങ് പോവാ. ಇವರೆಲ್ಲರೂ ನೀರು ತಂದು ಪ್ರಾರ್ಥಿಸಿಕೊಂಡು ತೆಗೆದುಕೊಂಡು ಹೋಗ್ತಾರೆ. ഒരു വയറുവേന വന്നാൽ, ಒಂದು ಹೊಟ್ಟೆ ನೋವು ಬಂದ್ರೆ ആമ വീട്ടിൽ ചെന്നിട്ട് ಮನೆಗೆ ಹೋಗಿ നേരെ വൈദ്യന്റെ അടുത്ത് പോകത്തില്ല, ನೇರವಾಗಿ ವೈದ್ಯರ ಬಳಿಗೆ ಹೋಗೋದಿಲ್ಲ. ഈ പ്രാർത്ഥിച്ച വെള്ളം കുടിക്കുക. ಈ ಪ್ರಾರ್ಥಿಸಿದ ನೀರನ್ನು ಕುಡಿಯುತ್ತಾರೆ. അപ്പോഴേ പോയി, ಆಗಲೇ ಹೋಯಿತು, അപ്പോഴേ അവർ റെഡി ആകുക. ಆಗಲೇ ಅವರು ಸಿದ್ಧರಾಗ್ತಾರೆ. കാരണം വിശ്വാസമാണ്. ಕಾರಣ ನಂಬಿಕೆ. ഇവിടെ നമ്മൾ വെള്ളം കുടിച്ച് കുടിച്ച് ഉപ്പാട് വരുക. ಆದ್ರೆ ನಾವು ಇಲ್ಲಿ ನೀರು ಕುಡಿದು ಕುಡಿದು ಉಬ್ಬು ಹೋಗ್ತಾ ಇರ್ತೇವೆ. ഒരു വിടുതല നടക്കുന്നില്ല. ಒಂದು ಬಿಡುಗಡೆ ನಡೀತಾ ಇಲ್ಲ. വിശ്വാസം വേണം, ನಂಬಿಕೆ ಬೇಕು. എണ്ണ തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. ಎಣ್ಣೆಯನ್ನು ಪ್ರಾರ್ಥಿಸಿಕೊಂಡು ತೆಗೆದುಕೊಂಡು ಹೋಗ್ತಾರೆ. ആമേൻ. ഏതെങ്കിലും ശരീരത്തിൽ ഒരു രോഗമുണ്ടായാൽ അതങ്ങോട്ട് പ്രാർത്ഥിച്ച് തേക്കും, അപ്പോഴേ വിട്ടുപോവാ. ಒಂದು ವೇಳೆ ಅವರ ಶರೀರದಲ್ಲಿ ಏನಾದರೂ ವೇದನೆಗಳು ಉಂಟಾದ್ರೆ ಆ ಪ್ರಾರ್ಥಿಸಿದ ಎಣ್ಣೆಯನ್ನು ಉಜ್ಜುತ್ತಾರೆ, ಆಗಲೇ ಅಲ್ಲಿಂದ ಬಿಡುಗಡೆ ಹೊಂದಿಕೊಳ್ತಾರೆ. ഇതിന്റെ എല്ലാം പിന്നെ പ്രവർത്തിക്കുന്ന വിശ്വാസമാണ്. ಇದರೆಲ್ಲದರ ಹಿಂದೆ ಕ್ರಿಯೆ ಮಾಡುತ್ತಿರುವುದು ನಂಬಿಕೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം, ನಾನು ಇದು ಹೇಳುವುದಕ್ಕೆ ಕಾರಣ, അപ്പൊ ഇങ്ങനെ ക്യൂവിൽ ഇങ്ങനെ ഒരു ജനം ഇങ്ങനെ നിൽക്കുക. ನೋಡಿ, ಒಂದು ಸಾಲಿನಲ್ಲಿ ಜನರು ಹೀಗೆ ನಿಂತಿದ್ದಾರೆ. അപ്പം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തു. ಎಲ್ಲರಿಗಾಗಿ ಪ್ರಾರ್ಥಿಸಿ ಮುಂದೆ ಹೋದೆವು. കുറച്ച് കഴിഞ്ഞപ്പം ಸ್ವಲ್ಪ ಸಮಯವಾದ ನಂತರ ഒരു യവനക്കാരൻ എൻ്റെ അടുക്ക വന്ന് ಒಂದು പറഞ്ഞു, ಯೌವನಸ್ಥ ನನ್ನ ಬಳಿಗೆ ಬಂದು ಹೇಳಿದನು, ഞാൻ എന്നിലുള്ളൊരു ശക്തി വെളിപ്പെടുത്താം. ನಾನು ನನ್ನಲ್ಲಿ ಒಂದು ಶಕ್ತಿ ಪ್ರಕಟಗೊಳ್ಳಬೇಕು. അപ്പൊ ഞാൻ പറഞ്ഞു, ನಾನು ಹೇಳಿದೆ, നിന്നിൽ എന്താ ശക്തി? ನಿನ್ನಲ್ಲಿರುವಂಥದ್ದು ಏನು ಶಕ್ತಿ? അവൻ ആ ദേശത്ത് മന്ത്രവാദിയുടെ മകനായിരുന്നു. ಆ ದೇಶದಲ್ಲಿ ಆ ರಾಜ್ಯದಲ್ಲಿ ಇದ್ದಂಥ ಮಂತ್ರವಾದಿಯ ಮಗನಾತನು. ഞാൻ പറഞ്ഞു, നിന്റെ ശക്തി വെളിപ്പെടുത്താൻ പറഞ്ഞു. ನಾನು ಹೇಳಿದೆ, ನಿನ್ನ ಶಕ್ತಿಯನ್ನು ಪ್ರಕಟಪಡಿಸು. അവൻ കൈ ഇങ്ങനെ കാണിച്ചിട്ട്, ಆತನು ಕೈಯನ್ನು ಹೀಗೆ ತೋರಿಸಿ കൈ ഇങ്ങനെ മടക്കി ಹೀಗೆ ಅದನ್ನು ಮಡಚಿ ഏതോ ഒന്ന് മന്ത്രം ചൊല്ലി ಏನೋ ಒಂದು ಮಂತ್ರವನ್ನು ಹೇಳಿ കൈ ഇങ്ങനെ കാണിച്ചപ്പോ ಮತ್ತೆ ಕೈಯನ್ನು ಹೀಗೆ ಬಿಚ್ಚಿ ತೋರಿಸಿದಾಗ അതിനകത്ത് തമ്പാക്കുവിന്റെ ഒരു കൂട്, ಅದರಲ್ಲಿ ಒಂದು ತಂಬಾಕು ಕಾಣಿಸಿತು. അതിനെ ഞെരടി അവൻ ആമെ അട്ടഹസിച്ച് തട്ടി ചുണ്ടിന്റെ അടിയിലേക്കിട്ടു. ನಂತರ ಅದನ್ನು ಉಜ್ಜಿ ಕೈಯಿಂದ ತೆಗೆದು ನಾಲಿಗೆ ತುಟಿಯ ಒಳಗೆ ಇಟ್ಟುಕೊಂಡನು. എന്തോ വലിയ പരിപാടി ചെയ്തതുപോലെ. ಏನೋ ದೊಡ್ಡ ಕಾರ್ಯ ಮಾಡಿದ ರೀತಿ. ഞാൻ പറഞ്ഞു, നിന്റെ പരിപാടി കഴിഞ്ഞോ? ನಾನು ಹೇಳಿದೆ, ನಿನ್ನ ಕಾರ್ಯ ಎಲ್ಲ ಮುಗಿತಾ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞു, ഇനി നിന്റെ ശക്തി വെളിപ്പെടുത്താൻ പറഞ്ഞു. ಆಗ ಆತನು ಹೇಳಿದನು, ಈಗ ನಿಮ್ಮ ಶಕ್ತಿಯನ್ನು ಪ್ರಕಟಪಡಿಸ್ರಿ. പിശാച് ഭയങ്കര സംഭവമാണ്. ನೋಡಿ, ಸೈತಾನನು ಭಯಂಕರವಾದ ವ್ಯಕ್ತಿ. നമ്മളെ കൊടുക്കാൻ നോക്കും, ನಮ್ಮನ್ನು ಹೇಗಾದ್ರೂ ಎಳೆಯಲಿಕ್ಕೆ ನೋಡ್ತಾನೆ. നിന്റെ ശക്തി വെളിപ്പെടുത്താൻ പറയുക. ನಿನ್ನ ಶಕ್ತಿ ಪ್ರಕಟಪಡಿಸು. ഞാൻ പറഞ്ഞു, എനിക്ക് ശക്തിയില്ല. ನಾನು ಹೇಳಿದೆ, ನನಗೇನು ಶಕ್ತಿ ಇಲ್ಲ. യേശുവിന്റെ ശക്തി ഇറങ്ങി വരും. ಯೇಸುವಿನ ಶಕ್ತಿ ಇಳಿದು ಬರ್ತದೆ. നമ്മൾ അവിടെ മസിൽ പവർ ആകണ്ട. ನಮ್ಮ ಮಾಂಸಖಂಡದ ಶಕ್ತಿ ತೋರಿಸುವ ಅಗತ್ಯವಿಲ್ಲ. പ്രവർത്തിക്കുന്ന യേശുവിന്റെ ആത്മാവാ. ಅಲ್ಲಿ ಪ್ರಕ್ರಿಯೆ ಮಾಡುವುದು ಯೇಸುವಿನ ಆತ್ಮ. ಹಲ್ಲೆಲೂಯಾ. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ನಾನು ಆತನಿಗಾಗಿ ಪ್ರಾರ್ಥಿಸಲು ಹೋದಾಗ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ಆತ ನನ್ನೊಟ್ಟಿಗೆ ಹೇಳಿದ ಒಂದು ಕಾರ್ಯವುಂಟು. നീ എന്റെ തലയെ തൊടരുത്. ನೀ ನನ್ನ ತಲೆಯನ್ನು ಮುಟ್ಟಬೇಡ. നിന്റെ കൈ തീയാണ്. ನಿನ್ನ ಕೈ ಬೆಂಕಿ. നിന്റെ കൈ തീയാണ്. ನಿನ್ನ ಕೈ ಬೆಂಕಿ. എല്ലാ കരവും ഉയർത്തി വെച്ച് ಎಲ್ಲರೂ ಕೈಗಳ ಮೇಲೆ ಕೆತ್ತಿ.
എല്ലാ കരങ്ങളും ഉയർന്നിരിക്കട്ടെ. ಎಲ್ಲ ಕೈಗಳ ಮೇಲಕ್ಕೆತ್ತಿಟ್ಟಿರ್ರಿ. ഈ കരങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു തീയുടെ അഭിഷേകമുണ്ട്. ಈ ಕೈಗಳಲ್ಲಿ ವ್ಯಾಪರಿಸುವ ಬೆಂಕಿಯ ಅಭಿಷೇಕ ಉಂಟು. നിന്റെ കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ, ನಿನ್ನ ಕೈಗಳು ಮೇಲಿರುವಾಗಲೇ അവൻ ഈ കൈകളെ കണ്ട് പിശാച് ഭയപ്പെടുകയാണ്. ಈ ನಿನ್ನ ಕೈಗಳನ್ನು ನೋಡಿ ಸೈತಾನನು ಭಯಪಡುತ್ತಿದ್ದಾನೆ. നിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ കണ്ടവൻ പേടിക്കുക. ನಿನ್ನ ಒಳಗಿರುವ ಆತ್ಮನನ್ನು ನೋಡಿ ಆತನು ಭಯಪಡುತ್ತಿದ್ದಾನೆ. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ಕೈಗಳನ್ನು ಗಟ್ಟಿಯಾಗಿ ತಟ್ಟಿ ದೇವರನ್ನು ಸ್ತುತಿಸಿರಿ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ സഞ്ചാരം ഇവിടെ വെളിപ്പെടുകയാണ്. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಹಗಲು ವೇಳೆ ಆತ್ಮನ ಸಂಚಾರ ಇಲ್ಲಿ ಪ್ರಕಟಗೊಳ್ಳುತ್ತಾ ಇದೆ. Praise the Lord. Hallelujah. നാം പ്രാപിച്ച ആത്മാവ് തീയാണ്. ಆ ಹೊಂದಿದಂತ ಆತ್ಮನು ಬೆಂಕಿ. ഈ പരിശുദ്ധാത്മാ തീ എന്തൊക്കെ ക്രിയകളാണ് ചെയ്യുന്നത്? ಈ ಪರಿಶುದ್ಧಾತ್ಮನಾಗಿರುವ ಬೆಂಕಿ ಮಾಡುತ್ತಿರುವಂತಹ ಕಾರ್ಯಗಳೇನು? വെറും അന്യഭാഷ മാത്രമല്ല പറയുന്നത്, ಬರೀ ಅನ್ಯ ಭಾಷೆ ಮಾತ್ರವಲ್ಲ ಹೇಳುವಂತದ್ದು. ഇതിലൂടെ ചില ക്രിയകൾ നടക്കും. ಇದರ ಮುಖಾಂತರ ಕೆಲವು ಕಾರ್ಯಗಳು ನಡೆಯುತ್ತದೆ, ചില വിടുതലുകൾ നടക്കും, ಕೆಲವು ಬಿಡುಗಡೆಗಳು ನಡೆಯುತ್ತದೆ. ആമേ. പരിശുദ്ധാത്മാ തീ ഇറങ്ങി വരുമ്പം നിനക്കുണ്ടാകുന്ന വ്യത്യാസം എന്താ? ಪರಿಶುದ್ಧಾತ್ಮನ ಬೆಂಕಿ ಇಳಿದು ಬರುವಾಗ ನಿನ್ನಲ್ಲಿ ಉಂಟಾಗುವ ಬದಲಾವಣೆಗಳೇನು? യെശയ്യാവിന്റെ പുസ്തകം ಯೆಶಯ ಪ್ರವಾದಿಯ ಪುಸ್ತಕ 6-ാം അധ്യായം 6ನೇ ಅಧ್ಯಾಯ അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം. ಅದರ 6ನೇ ವಾಕ್ಯ ಒಂದಾವರ್ತಿ ಓದೋಣ. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്തു കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അതെന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് തീ ചെയ്യുന്നത്? ಬೆಂಕಿ ಮಾಡುವಂತ ಕಾರ್ಯವೇನು? നിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ തീക്ക് കഴിയും. ನಿನ್ನ ಪಾಪಕ್ಕೆ ಪ್ರಾಯಶ್ಚಿತ್ತ ಭರಿಸಲು ಆ ಬೆಂಕಿಗೆ ಸಾಧ್ಯ. പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കും. ಪರಿಶುದ್ಧಾತ್ಮ ನಮ್ಮನ್ನು ಪರಿಶುದ್ಧಪಡಿಸುತ್ತಾನೆ. ഒരു ശുദ്ധീകരണത്തിന്റെ പ്രക്രിയ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ಒಂದು ಶುದ್ಧೀಕರಣದ ಪ್ರಕ್ರಿಯೆ ಮಾಡುವಂತದ್ದು ಪರಿಶುದ್ಧಾತ್ಮನು. 3 കാര്യങ്ങൾ നമ്മെ ശുദ്ധീകരിക്കും. 3 ಕಾರ್ಯಗಳು ನಮ್ಮನ್ನು ಶುದ್ಧೀಕರಿಸುತ್ತದೆ. ഒന്ന്, ദൈവത്തിന്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കും. ಒಂದನೇದು ದೇವರ ವಾಕ್ಯ ನಮ್ಮನ್ನು ಶುದ್ಧೀಕರಿಸುತ್ತದೆ. പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിക്കും. ಪರಿಶುದ್ಧಾತ್ಮ ನಮ್ಮನ್ನು ಶುದ್ಧೀಕರಿಸುತ್ತಾನೆ. ആമേൻ, ഹല്ലേലൂയ. അതുപോലെ യേശുവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കും. ಅದೇ ಪ್ರಕಾರವಾಗಿ ಯೇಸುವಿನ ರಕ್ತ ನಮ್ಮನ್ನು ಶುದ್ಧೀಕರಿಸುತ್ತದೆ. അപ്പൊ ഇതെല്ലാം നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു മണ്ഡലമാണ്. ಹಾಗಾದ್ರೆ ಇದೆಲ್ಲವೂ ನಮ್ಮನ್ನು ಶುದ್ಧೀಕರಿಸುವ ಮಂಡಲಗಳು. അപ്പൊ ഇവിടെ വചനം പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ തീ നിന്റെ ആദരത്തിൽ തൊടുമ്പോൾ നീ ശുദ്ധീകരിക്കപ്പെടുകയാണ്. ಈ ವಾಕ್ಯ ಹೇಳುತ್ತಾ ಇದೆ, ಪರಿಶುದ್ಧಾತ್ಮನ ಬೆಂಕಿ ನಿನ್ನ ತುಟಿಗಳನ್ನು ಮುಟ್ಟುವಾಗ ನೀನು ಪರಿಶುದ್ಧ ಪಡಿತಾ ಇದ್ದಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കണം. ಎಲ್ಲರೂ ಪ್ರಾರ್ಥನಾ ಮನೋಭಾವದಲ್ಲಿರ್ರಿ. ഈ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ നിന്റെ മേൽ ആത്മാവ് ഇറങ്ങാൻ പോകുകയാണ്. ಓ, ಈ ಸೇವೆ ಮಾಡುತ್ತಿರುವಾಗಲೇ ನಿನ್ನ ಮೇಲೆ ಆತ್ಮ ಇಳಿಯಲಿದೆ. ഈ വചനം പറയുമ്പോൾ തന്നെ ചില ബന്ധനങ്ങൾ അഴിയാൻ ಈ പോകുകയാണ്. ವಾಕ್ಯಗಳು ನುಡಿಯುವಾಗಲೇ ಕೆಲವು ಬಂಧನಗಳು ಕಳಚಿ ಬೀಳುತ್ತವೆ. നിന്റെ ഉള്ളിൽ ഒരു കത്തൽ ഉണ്ടാകണം. ನಿನ್ನ ಒಳಗೆ ಒಂದು ಉರಿಯುವ ನಾಯಿಗ ಉಂಟಾಗಬೇಕು. ആത്മാവിന്റെ ഒരു കത്തൽ നിന്റെ മേൽ ഉണ്ടാകാൻ പോകും. ಆತ್ಮನ ಒಂದು ಉರಿ ನಿನ್ನಲ್ಲಿ ಉಂಟಾಗಬೇಕು. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. ഉടാരമനസ്സിക്ക് ഉടാനബര ഘടകൽ ഖനാദി രാജൽ ഘടകടകൾ ക്ഷണധരമൗസി. വലിയ ദൈവ സാന്നിധ്യം, വലിയ ദൈവ സാന്നിധ്യം. ಒಂದು ಮಹಾದೇವರ ಪ್ರಸನ್ನತೆ. ജീസസ്. ഓ, Hallelujah. Hallelujah. Praise the Lord. Hallelujah. ഇവിടെ യെശയ്യാവ് എന്ന പ്രവാചകനെ നമുക്ക് കാണാൻ കഴിയും. ಈ ಒಂದು ಭಾಗದಲ್ಲಿ ಪ್ರವಾದಿಯಾದ ಯೆಶಾಯನನ್ನು ಕಾಣುತ್ತೇವೆ. യെശയ്യാവ് എന്ന പ്രവാചകൻ വലിയൊരു പ്രവാചകനായിരുന്നു. ಪ್ರವಾದಿಯಾದ ಯೆಶಾಯನು ಒಂದು ದೊಡ್ಡ ಪ್ರವಾದಿಯಾಗಿದ್ದನು. യെശയ്യാവിന്റെ പുസ്തകത്തെ ಯೆಶಾಯ ಪುಸ್ತಕವನ್ನು പുതിയ നിയമത്തിലെ സുവിശേഷം എന്ന് പറയും. ಹೊಸ ಒಡಂಬಡಿಕೆಯ ಒಂದು ಸುವಾರ್ತೆ ಎಂಬುದಾಗಿ ಹೇಳ್ತಾರೆ. Praise the Lord.
ಹಾಲೆಲೂಯ. ഈ 6-ാം അധ്യായം വരെ അങ്ങനെ പറയത്തില്ല. 6ನೇ ಅಧ್ಯಾಯದವರೆಗೂ ಆ ರೀತಿ ಹೇಳೋದಿಲ್ಲ. 6-ാം അധ്യായം കഴിഞ്ഞിട്ടാ പറയുന്നത്. 6ನೇ ಅಧ್ಯಾಯವಾದ ನಂತರವಾಗಿ ಅದನ್ನು ಹೇಳುವಂಥದ್ದು. ഈ 6-ാം അധ്യായം വരെ പുള്ളി പ്രവചിക്കുമായിരുന്നു. 6ನೇ ಅಧ್ಯಾಯದವರೆಗೂ ಆತನು ಪ್ರವಾದಿಸುತ್ತಾ ಇದ್ದನು. ഇസ്രായേലിന്റെ പാപത്തിനെതിരെ പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു. ಇಸ್ರಾಯೇಲ್ ಜನರ ಪಾಪದ ವಿರುದ್ಧವಾಗಿ ಪ್ರಸಂಗ ಮಾಡುವ ವ್ಯಕ್ತಿಯಾಗಿದ್ದನು ಯೆಶಾಯನು. താൻ ശുശ്രൂഷ തുടങ്ങുമ്പോൾ, ತಾನು ಸೇವೆ ಪ್ರಾರಂಭಿಸುವಾಗ ഇസ്രായേൽ മക്കളെ താൻ ആത്മാവിൽ കാണുകയാണ്. ಇಸ್ರಾಯೇಲ್ ಜನರನ್ನು ತನ್ನ ಆತ್ಮದಲ್ಲಿ ಕಂಡನು. തല മുഴുവനും രോഗമാ, ತಲೆ ಮೂಳೆ ಎಲ್ಲವೂ ವ್ಯಾಧಿ, വളരെ വ്യാധിയാ, ಬಹಳ ವ್ಯಾಧಿ. ശരീരം മൊത്തം വിർണങ്ങളാ. ನೋಡಿ, ಶರೀರವೆಲ್ಲ ಉಣುಕುಗಳು, പാപത്തിന്റെ പഴുപ്പ, ಪಾಪದ ಕರೆಗಳು. അത് ഞെക്കി കഴിയിട്ടില്ല. ಅದು ಇನ್ನೂ ಅದನ್ನು ಬಿಡುಗಡೆ ಹೊಂದಿಲ್ಲ. അങ്ങനെയുള്ള സ്ഥിതിയിൽ താൻ പ്രവചിക്കാൻ ഇറങ്ങി വന്നത്. ಅಂತಹ ಒಂದು ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ತಾನು ಪ್ರವಾದಿಸಲು ಇಳಿದು ಬಂದನು. Praise the Lord. ಹಾಲೆಲೂಯ. ഇന്ന് പകൽക്കാലം ഞെക്കി കളയാൻ പോവാ ചിലതിനെ. ಇಂದು ಹಗಲು ವೇಳೆ ಕೆಲವೊಂದನ್ನು ಕಿತ್ತು ಹೊರಗೆ ಹಾಕಲಿದ್ದೇವೆ. ചില പഴുപ്പിനെ കർത്താവ് ഞെക്കുവാൻ പോകുകയാണ്. ಕೆಲವೊಂದು ಕಾರ್ಯಗಳನ್ನು ಕರ್ತನು ಅದನ್ನು ಕಿತ್ತು ಬಿಸಾಡಲಿದ್ದಾನೆ. നിന്റെ അവസ്ഥ കർത്താവിനോട് നീ കാണിച്ചു കൊടുക്കണം. ನಿನ್ನ ಅವಸ್ಥೆ ಕರ್ತನೊಟ್ಟಿಗೆ ನೀನೇ ತೋರಿಸಿಕೊಡಬೇಕು. എനിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടെന്ന് നീ വിളിച്ചു പറയണം. ಕರ್ತನೇ, ನನಗೆ ಇಂಥ ಒಂದು ಕೊರತೆ ಇದೆ ಎಂಬುದಾಗಿ ನೀನೇ ಕೂಗಿ ಹೇಳಬೇಕು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. Praise the Lord. ಹಾಲೆಲೂಯ. രണ്ടുപേര് ബൈക്കിന്ന് വീണു. രണ്ടുപേര് ബൈക്കിന്ന് വീണു. ಇಬ್ಬರು ಬೈಕಿಂದ ಕೆಳಗೆ ಬಿದ್ದರು. രണ്ടുപേരുടെയും കാലില് വളരെ പ്രശ്നമായി. ಇಬ್ಬರ ಕಾಲಿಗೂ ಬಹಳ ತೊಂದರೆ ಉಂಟಾಯಿತು. രണ്ടുപേരും തിരുമാൻ വേണ്ടി വൈദ്യന്റെ അടുത്ത് പോയി. വൈദ്യന്റെ അടുത്ത് ಇಬ್ಬರು ವೈದ್ಯರ ಬಳಿಗೆ ಹೋದರು. അപ്പം വൈദ്യന്റെ അടുക്ക ചെല്ലുമ്പോൾ വൈദ്യന് ഓരോരുത്തന്മാരെ വിളിച്ച് അകത്തോട്ട് കയറ്റി. ನೋಡಿ, ವೈದ್ಯರ ಬಳಿಗೆ ಹೋದಾಗ ಒಬ್ಬೊಬ್ಬರನ್ನಾಗಿ ವೈದ್ಯರು ಒಳಗೆ ಕರೆದರು. ഏറ്റവും പരിക്കേറ്റ പുള്ളി ആലോലെ പറഞ്ഞു, നീ ആദ്യം പോയിട്ട് വരാൻ പറഞ്ഞു. ನೋಡಿ, ಒಂದು ವ್ಯಕ್ತಿ ಮತ್ತೊಬ್ಬ ವ್ಯಕ್ತಿಗೆ ಹೇಳಿದ, ನೀನು ಮೊದಲಾಗಿ ಹೋಗಿ ಬಾ ಎಂಬುದಾಗಿ. പുള്ളി അകത്തോട്ട് ചെന്നപ്പം ಆ ವ್ಯಕ್ತಿ ಒಳಗೆ ಹೋದಾಗ ഈ മറ്റേ പുള്ളി പുറത്തിരിപ്പുണ്ട്, അടുത്തവൻ. ಇನ್ನೊಂದು ವ್ಯಕ್ತಿ ಹೊರಗೆ ಕೂತಿದ್ದಾನೆ. അപ്പൊ അകത്തുനിന്ന് ഭയങ്കര നിലവിളി വരുവോ. ನೋಡಿ, ಒಳಗಿಂದ ದೊಡ್ಡ ಕಿರುಚಾಟ ಕೇಳಿಸ್ತಾ ಇದೆ. കാരണം വൈദ്യൻ വെറുതെ അങ്ങനെ വിടുവോ. ಯಾಕಂದ್ರೆ ವೈದ್ಯ ಸುಮ್ಮನೆ ಬಿಡ್ತಾನ. ഇങ്ങനെ പിടിച്ചങ്ങോട്ട് തിരുമാൻ തുടങ്ങി. ನೋಡಿ, ಹೀಗೆ ಆತನ ಕಾಲು ಹಿಡಿದು ನೇವಲು ಪ್ರಾರಂಭಿಸಿದ. അപ്പം പുള്ളിക്കാരന് വേദന എടുത്ത് അയ്യോ ಅಯ್ಯೋ ಅಯ್ಯೋ എന്ന് വിളിക്കുക. ಆಗ ವ್ಯಕ್ತಿಯ ಕಾಲಿಗೆ ವೇದನೆ ಉಂಟಾಗಿ ಅಯ್ಯೋ ಅಯ್ಯೋ ಎಂಬುದಾಗಿ ಕಿರುಚಿದನು. കരഞ്ഞ് കണ്ണും കലങ്ങി അവൻ പുറത്തു വന്നു. ಬಹಳ ಹತ್ತು ಕಣ್ಣೀರಿಂದ ಹೊರಗೆ ಬಂದನು. അപ്പൊ ഈ പുറത്തിരിക്കുന്നവൻ ചിരിക്കുക. ಆಗ ಹೊರಗಿರುವವನು ನಗಾಡ್ತಾ ಇದ್ದ. അപ്പൊ ലവൻ പറഞ്ഞു, നീ അങ്ങോട്ട് ചെല്ല, അപ്പൊ നിന്റെ ചിരിയൊക്കെ മാറുമെന്ന് പറഞ്ഞു. ಆಗ ಆ ವ್ಯಕ್ತಿ ಹೇಳಿದ, ನೀನು ಒಳಗೆ ಹೋಗಪ್ಪ, ಗೊತ್ತಾಗ್ತದೆ ನಿನಗೂ ನಿನ್ನ ನಗಾಲ ಮಾರ್ಪಡುತ್ತದೆ. അല്ല, വേദനപ്പെട്ടവൻ അവൻ ചിന്തിക്കുന്ന ഇവനും വേദനപ്പെടണമെന്ന് ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ ആണല്ലോ. ನೋಡಿ, ನೋವು ಕಂಡವನು ಇವನು ನೋವು ಕಾಣಬೇಕೆಂಬುದಾಗಿ ಚಿಂತಿಸ್ತಾನೆ. ನಾವು ಆ ರೀತಿ ಚಿಂತಿಸ್ತೇವಲ್ಲ. നമ്മൾ കരഞ്ഞാൽ നമ്മുടെ ഒരു തോന്നൽ അവനും കരയണം. ನಾವು ಹತ್ತರೆ ಪರವಾಗಿಲ್ಲ, ಅವನು ಅಳಬೇಕು. അപ്പൊ ഇവന്റെ കരച്ചിൽ കേൾക്കാൻ വേണ്ടി മറ്റേ പുള്ളി വന്നിരിക്കുക. ನೋಡಿ, ಈತನ ಅಳು ಕೇಳುವುದಕ್ಕಾಗಿ ಆ ಮೊದಲನೇ ವ್ಯಕ್ತಿ ಅಲ್ಲೇ ಕೂತಿದ್ದಾನೆ. അവിടുന്ന് ഒരു കരച്ചിലുമില്ല. ಆದ್ರೆ ಒಳಗಿಂದ ಯಾವ ಶಬ್ದವೂ ಕೇಳಿಸ್ತಿಲ್ಲ, ഒന്നുമില്ല. ಒಂದೂ ಇಲ್ಲ. പുള്ളി തിരിച്ചു വന്നു. ಆ ವ್ಯಕ್ತಿ ಹಿಂದಿರುಗಿ ಬಂದ. അപ്പം ഇവൻ ചോദിച്ചു, എടാ നീ എന്താടാ കരയാഞ്ഞേ. ಆಗ ಈ ಮೊದಲನೇ ವ್ಯಕ್ತಿ ಕೇಳಿದ, ಏನೋ ನೀನು ಅಳಲೇ ಇಲ್ಲ. അപ്പൊ ആ പുള്ളി പറയുവാ, ಆಗ ಎರಡನೇ ವ್ಯಕ್ತಿ ಹೇಳ್ದ, ഞാൻ നിന്റെ പോലെ മണ്ടനല്ല, ನಾನು ನಿನ್ನ ರೀತಿ ಮೂರ್ಖನಲ್ಲ. എന്റെ ഇടതേ കാലിനായിരുന്നു പ്രശ്നം, ഞാൻ വലതുകാല് കാണിച്ചു കൊടുത്തു. ನನ್ನ ಎಡಗಾಲಿಗೆ ಸಮಸ್ಯೆ ಇತ್ತು, ನಾನು ಬಲಗಾಲನ್ನು ತೋರಿಸಿದೆ. കാരണം അതുകൊണ്ട് എനിക്ക് വേദന എടുത്തില്ല. ಆದ್ದರಿಂದ ನನಗೆ ನೋವಾಗ್ಲಿಲ್ಲ. പക്ഷെ ജീവിതകാലം മൊത്തം അവൻ മുടന്തി നടന്നു. ಆದ್ರೆ ಜೀವಾಂತ್ಯವದವರೆಗೂ ಆತನು ಕುಂಟು ಕಾಲಾಗಿ ನಡೆದನು. അല്പം കരഞ്ഞാലും പിന്നെ അവൻ റെഡിയായി. ಸ್ವಲ್ಪ ಹೊತ್ತು ಹತ್ತರೂ ಆತನು ಸಿದ್ಧನಾದನು. ആമേൻ. അതുപോലെ നിന്റെ പാപത്തിലെ പഴുപ്പിനെ ഞെക്കിക്കളയുവാൻ ദൈവസേന ഇന്ന് പകൽ വിട്ടുകൊടേ. ಆದ್ದರಿಂದ ನಿನ್ನ ಪಾಪದ ಕೆಲವು ಕರೆಗಳನ್ನು ತೆಗೆದು ಬಿಸಾಡಲಿಕ್ಕೆ ದೇವರಾತ್ಮನಿಗೆ ಈ ಹಗಲು ವೇಳೆ ಬಿಟ್ಟುಕೊಡು. എന്നും നീ ദീനക്കാരനായി ഇരിക്കത്തില്ല, നീ സൗഖ്യമുള്ളവനായി മാറാൻ പോകുക. ನೀನು ಎಂದಿಗೂ ರೋಗಿಯಾಗಿ ಉಳಿಯೋದಿಲ್ಲ, ನೀನು ಗುಣವಂತನಾಗಿ ಮಾರ್ಪಡುತ್ತಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. Horabana Shambana Rabase Keria Utoraba Shakare Nedabanasia Udalaba Shambara Babasiki Jesus Haragadana Gadagana Gadagana Badagana Dhudagana. Praise the Lord. Hallelujah. യെശയ്യാവ് ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം കാണാൻ തുടങ്ങി. ಯೆಶಾಯ ಪ್ರವಾದಿಯು ದೇವರ ಪ್ರಸನ್ನತೆ ಕಾಣಲು ಪ್ರಾರಂಭಿಸಿದನು. 6ന്റെ 1ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 6ನೇ ಅಧ್ಯಾಯದ 1ನೇ ವಾಕ್ಯ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳ್ತದೆ, ഉസിയാവ് മരിച്ച ആണ്ടിൽ ಉಜ್ಜಿಯನು ತೀರಿ ಹೋದ ಕಾಲದಲ್ಲಿ അവൻ
ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ കർത്താവിനെ കണ്ടു. ಅವು ಯೆಶಾಯನು ಕರ್ತನು ಉನ್ನತೋನ್ನತ ಸಿಂಹಾಸನದಲ್ಲಿ ಇರುವುದನ್ನು ಕಂಡನು. ഈ 5-ാം അധ്യായം വരെയും അവൻ ശരിക്കും കർത്താവിനെ കണ്ടില്ല. ಈ ಯೆಶಾಯ ಪ್ರವಾದಿ 5ನೇ ಅಧ್ಯಾಯದವರೆಗೂ ಸರಿಯಾಗಿ ಕರ್ತನನ್ನು ಯೆಶಾಯನು ಕಂಡಿರಲಿಲ್ಲ. ഉസിയാവ് എന്ന പോര് എപ്പം വരെ ജീവനോടുണ്ടോ നിന്നെ ദൈവത്തോട് അടുപ്പിക്കത്തില്ല. ನೋಡಿ, ಉಜ್ಜೀಯನು ಎಂಬುದಾಗಿರುವಂತ ಯುದ್ಧ ಎಲ್ಲಿಯವರೆಗೂ ಜೀವಿತದಲ್ಲಿ ಇರುತ್ತದೋ ಅಲ್ಲಿಯವರೆಗೂ ಅದನ್ನು ಕರ್ತನ ಬಳಿಗೆ ಸೇರಿಸೋದಿಲ್ಲ. എന്താണ് ഉസിയാവ്? ಉಜ್ಜೀಯನು ಅಂದ್ರೆ ಯಾರು? ഉസിയാവ് എല്ലാവരുടെ ജീവിതത്തിൽ ഓരോ ഉസിയാവുമാരുണ്ട്. ನೋಡಿ, ಎಲ್ಲರ ಜೀವಿತದಲ್ಲಿ ಒಂದೊಂದು ಉಜ್ಜಿಯರು ಇರ್ತಾರೆ. നിന്നെ ദൈവത്തോട് അടുപ്പിക്കാതെ ನಿನ್ನ ದೇವರ ಬಳಿಗೆ ಸೇರಿಸದಂತೆ, നിന്റെ കാഴ്ചപ്പാടിനെ ഇല്ലാതാക്കി, ನಿನ್ನ ದರ್ಶನವನ್ನು ಇಲ್ಲದಂತೆ ಮಾಡಿ, നിന്റെ ആത്മീയ മണ്ഡലത്തെ തകർത്ത് കളയുന്ന ನಿನ್ನ ಆತ್ಮಿಕ ಮಂಡಲವನ್ನು ನಾಶ ಮಾಡುವ ചില ഉസിയാവ് എന്ന പാപത്തിന്റെ ശക്തി നിന്റെ മുന്നിൽ കിടപ്പുണ്ടെങ്കിൽ, ಕೆಲವು ಉಜ್ಜಿಯನ ಪಾಪದ ಶಕ್ತಿಗಳು ನಿನ್ನ ಮುಂದೆ ಇರುವುದಾಗಿದ್ದರೆ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അതിനെ വെട്ടണം. ಈ ಹಗಲು ವೇಳೆ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಅದನ್ನು ಕತ್ತರಿಸು. ഉസിയാവ് എന്ന ദുഷ്ടാത്മാവ് നിന്റെ മുന്നിൽ മരിക്കപ്പെടണം. ಉಜ್ಜಿಯನು ಎಂಬುದಾಗಿರುವ ದುಷ್ಟಾತ್ಮವು ನಿನ್ನ ಮುಂದೆ ಸಾಯಲ್ಪಡಬೇಕು. അങ്ങനെയായാൽ നീ ക്ലിയറായി കർത്താവിനെ കാണാൻ കഴിയും. ಹಾಗಿರುವುದಾಗಿದ್ದರೆ ನೀನು ಸ್ಪಷ್ಟವಾಗಿ ಕರ್ತನನ್ನು ಕಾಣಲು ಸಾಧ್ಯ. കർത്താവിനെ നീ കാണണം. ಕರ್ತನು ನೀನು ಕಾಣಬೇಕು. ആത്മാവിന്റെ ആഴത്തിലേക്ക് ഇറങ്ങണം. ಆತ್ಮನ ಆಳಕ್ಕೆ ಇಳಿಯಬೇಕು. അങ്ങനാണെങ്കിൽ ഏതാണ് നിന്റെ ഉസിയാവെന്ന് നീ തന്നെ കണ്ടുപിടിക്കണം. ಹಾಗಾದ್ರೆ ನಿನ್ನ ಜೀವಿತದಲ್ಲಿರುವ ಉಜ್ಜಿಯನ್ನು ಯಾವುದು ಎಂಬುದಾಗಿ ನೀನೇ ಕಂಡಿಡಿ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, പ്രൈസ് ദി ലോർഡ്, ಹಲ್ಲೆಲൂಯ, പ്രൈസ് ദി ലോർഡ്, ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ജീവിതത്തിൽ ബലഹീനത നിനക്കുണ്ട്. ಜೀವಿತದಲ್ಲಿ ಬಲಹೀನತೆಗಳು ನಿನಗುಂಟು. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ചില ഉസിയാവിന്റെ ശക്തി അഴിയട്ടെ, അഴിയട്ടെ. കർത്താവോട് പറയാ, എന്നിലൊരു ഉസിയാവുണ്ട് കർത്താവേ, എന്നിലൊരു ഉസിയാവുണ്ട്. ಜೀವಿತದಲ್ಲಿ ನಿನ್ನನ್ನು ಹಿಂದಕ್ಕೆ ಎಳೆಯುವಂತ ಉಜ್ಜೀವನ ಶಕ್ತಿ ಇದೆ, ನೀನು ಒಪ್ಪಿಕೋ. വ്യാപരിക്കുന്ന പാപത്തിന്റെ ശാപത്തിന്റെ ഉസിയാവിന്റെ ശക്തി ഇന്ന് പകൽ അഴിഞ്ഞ് എനിക്ക് കർത്താവിനെ ക്ലിയർ ആയി കാണണം. ಓ, ನನ್ನ ಒಳಗೆ ಪ್ರಕಟಗೊಂಡಿರುವ ಉಜ್ಜೀಯನ ಶಕ್ತಿ, ಪಾಪದ ಶಾಪದ ಶಕ್ತಿ, ಅದು ನೀಗಲ್ಪಟ್ಟು ನಾನು ಸ್ಪಷ್ಟವಾಗಿ ಕರ್ತನನ್ನು ಕಾಣಬೇಕು. യേശുവിന്റെ നാമത്തിൽ അതിനെ വെട്ടുകയാ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನಾನು ಅದನ್ನು ಕತ್ತರಿಸುತ್ತಿದ್ದೇನೆ. യെസ്. നിന്റെ ആരാധനയെ തടയുന്ന, ನಿನ್ನ ಆರಾಧನೆಯನ್ನು ತಡಪಡಿಸುವ, നിന്നെ ബലഹീനപ്പെടുത്തുന്ന, ನಿನ್ನನ್ನು ಬಲಹೀನಪಡಿಸುವ, ശരീരത്തിന് നോവിട്ടുകൊണ്ട്, ಶರೀರದಲ್ಲಿ ನೋವಿಟ್ಟುಕೊಂಡು, ചില ക്ലേശങ്ങൾ ഇട്ടുകൊണ്ട്, ಕೆಲವು ಕೊರತೆಗಳನ್ನು ಇಟ್ಟುಕೊಂಡು, നിന്നെ ആരാധിക്കാൻ വിടാതിരിക്കുന്ന, ನಿನ್ನನ್ನು ಆರಾಧಿಸಲು ಬಿಡದಿರುವ ചില ഉസിയാവിന്റെ ശക്തി, ಕೆಲವು ಉಜ್ಜೀಯನ ಶಕ್ತಿ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയാൻ പോകുകയാ. ಈ ಹಗಲ ವೇಳೆ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಕಲಚಿ ಬೀಳಲಿದೆ. അഴിയട്ടെ, 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 ಕೆಡವಲ್ಪಡಲಿ, ಕೆಡವಲ್ಪಡಲಿ, ನಾಶವಾಗಲಿ, വിട്ടുപോകും. വിട്ടുപോകൂ. യേശുവിന് സമ്മതിക്കുന്ന പകൽ ഇന്ന് സകൽക്കാലം സമ്മതിക്ക്. ഒരു പാപത്തിന്റെ ശക്തി എന്നെ പിന്തുടരുന്ന ഒരു ദുഷ്ട വ്യാപാരം ഇന്ന് പകൽ അഴിഞ്ഞു മാറുമോ? ಓ, ಒಂದು ಪಾಪದ ಶಕ್ತಿ ನನ್ನನ್ನು ಹಿಂಬಾಲಿಸುತ್ತಿರುವ ದುಷ್ಟನ ಎಲ್ಲ ಕಾರ್ಯಗಳು ಈ ಹಗಲ ವೇಳೆ ಕತ್ತರಿಸಿ ಹಾಕು. ಬಿಟ್ಟೋಗು, ಬಿಟ್ಟೋಗು. അഴിയട്ടെ, ಓ, ನಾಶವಾಗಲಿ, വെളിപ്പെടട്ടെ. ಉಜ್ಜೀಯನು ഉസിയാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ಉಜ್ಜೀಯನ ಶಕ್ತಿ ನಿನಗೆ ಗೊತ್ತಾಗಲಿ. യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വാ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನಿನಗೆ ಗೊತ್ತಾಗಲಿ. The name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ದಾರಾನಾನಾಸಿಯ ಹೂಡಾನಾನಾನಗಸಿಯ ಹದರ ಹದನ ಹದಲ ಹದನ ಹದರ ಅಡಗ ಮಡಲ ರದನ ರೆಗಜ ದುಡಯ ಅಗಜ ಲಗರ ಗನಗಡ. ഓ, നിന്റെ ദർശനത്തെ തടയുന്ന പിശാച്, ನಿನ್ನ ದರ್ಶನವನ್ನು ತಡೆಯುವ ಸೈತಾನನು, ഹല്ലേലൂയ, ആത്മാവിൽ ഒന്ന് വിട്ടുകൊടുത്താട്ടെ. ಆತ್ಮದಲ್ಲಿ ನೀನು ನಿನ್ನನ್ನು ಬಿಟ್ಟುಕೊಡು. കർത്താവിന്റെ പകൽക്കാല സഭയോട് പറയുക, ಕರ್ತನು ಈ ಹಗಲ ವೇಳೆ ಸಭೆಯೊಟ್ಟಿಗೆ ಹೇಳುತ್ತಿದ್ದಾನೆ, നിന്റെ വളർച്ചയെ തടയുന്ന, ನಿನ್ನ ಬೆಳವಣಿಗೆಯನ್ನು ತಡೆಪಡಿಸುವ, ആമേൻ, നിന്റെ മുന്നേറ്റത്തെ തടയുന്ന, ನಿನ್ನ ಮುಂದುವರಿಯುವಿಕೆಯನ್ನು ತಡೆಪಡಿಸುವ, ഉസിയാവിന്റെ വ്യാപാരം അഴിയുമ്പോൾ ಉಜ್ಜೀಯನ ವ್ಯಾಪಾರಗಳು ನಾಶವಾಗುವಾಗ ഈ തീ നിന്റെ മേൽ ഇറങ്ങി വരും. ಈ ಬೆಂಕಿ ನಿನ್ನ ಮೇಲೆ ಇಳಿದು ಬರುತ್ತದೆ. കൃപ, 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 കൃപ. ಕೃಪೆ, ಕೃಪೆ. Right now, right now, ഈഗലേ, ഇപ്പോൾ തന്നെ, ഈഗലേ, right now, right ഈഗലേ, now. ഈഗലേ. Jesus, കേട്ട്, കേട്ട്, കേട്ടടി,
ಕೆಟ್ಟಡಿ ಬಂಧನ ಕೆಟ್ಟಡಿ ಕಳಚಲಿ, ಬಂಧನ ഏതെങ്കിലും ಬಿಚ್ಚಲಿ. ഉസിയാവുണ്ടെങ്കിൽ പുറത്തു വാ. ಏವಾದರೂ ಉಜ್ಜೀನ ಇದ್ದರೆ ಹೊರಗೆ ಬಾ. ആരെങ്കിലും ഉസിയാവിന്റെ ശക്തി പ്രവർത്തിക്കുന്ന പുറത്തു വാ. ಯಾರಲ್ಲಿ ಉಜ್ಜೀನ ಶಕ್ತಿ ಪ್ರವರ್ತಿಸದಂತೆ ಹೊರಗೆ ಬಾ. ജീസസ് ഓ അഗഡഗഡഗഡഗസ് ഫയർ ಬೆಂಕಿ. ഒരു വലിയ ഡെലിവറൻസ് ഇന്ന് പകൽ വ്യാപരിക്കാൻ ಒಂದು പോകുകയാണ്. ದೊಡ್ಡ ಬಿಡುಗಡೆ ಈ ಹಗಲಿನ ವೇಳೆ ವ್ಯಾಪರಿಸುತ್ತಾ ಇದೆ. ഇന്ന് നിന്നെ തൊടാതെ ദൈവം വിടത്തില്ല. ಇಂದು ನಿನ್ನನ್ನು ಮುಟ್ಟದೆ ಬಿಡುವುದಿಲ್ಲ. ദൈവത്തിന്റെ വലിയ ടച്ചിങ് പവർ ഞാൻ ആത്മാവിൽ കാണുകയാണ്. ದೇವರ ಒಂದು ದೊಡ್ಡ ಹಸ್ತ ಸ್ಪರ್ಶ ನಾನು ದೇವರ ಆತ್ಮನಲ್ಲಿ ಕಾಣುತ್ತಾ ಇದ್ದೇನೆ. ಹುರಾಬಾಲ ಹಡಗ ಹಡಗ ಮದದುನಿ ರೀಬಾಲ ಬಾಶಾಂದರ ರಬಾಸಿ ರಬ ಜಬಲ ಗದನ ಅಡಗಲ ಗದರ ಗದನ ಗಡಗಗ ಓ ರಿಬಿ ಕರ ಚೆನಾಸಿಯ ಅಗಜ ಘಟಗ ಜಗನ ಧಗನ ಧಗನ ವಿಡುದಲ್ 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 ಫೈರ್ ಫೈರ್ ಜೀಸಸ್ ಎಲ್ಲ ಉಸಿಯಾವನ ಸಕಲ ಎಲ್ಲ ಉಜ್ಜಿನ ಶಕ್ತಿ ಅಳಿ ಅದರ ಯುದ್ಧಗಳು ಎಲ್ಲವೂ ಸ್ವಾಮಿ ನಾಶವಾಗಲಿ. ಧೀರೆ 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 ಅಡಗ ಗಲ್ಲಗ ಧರಗ ಜನಗ ಡಗದ ಅಡಮ ಮರಗ ಝುಡಗ ಝುಡಗ ಸಗದ ಜೀಸಸ್ ಅಳಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಧೀರ ಬಾಬಾಸಿಯ ರಾ ರಾ ಠ ರಾ ಬಾಸಿ ಉಸಿಯಾವನ ಕೆಟ್ಟ 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 ಉಜ್ಜಿನ ಬಂಧನ ಉಜ್ಜಿನ ಬಂಧನ Fire, Chuda, Baba, Baba. Thank you. Gedene, Bala, Baba. Kruba, 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 Kruba. Yeshuvila Ramate. Yeshuvila Ramate. Yeshuvila Ramate. Yeshuvila Ramate. Aliya. Sera Usiamene Kettugal. Yeshuvila Ramate Aliya. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಕಳಚಿ ಬೀಳುತ್ತಾ ಇದೆ. ಕೆಲವು ಉಜ್ಜಿನ ಬಂಧನಗಳು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಕಳಚಿ ಬೀಳಲಿ, ಕಳಚಿ ಬೀಳಲಿ. ಎಲ್ಲ ಕೆಟ್ಟು ಮಾಡಿಯಾಟ, ಎಲ್ಲ ಕಟ್ಟುಗಳು ಕಳಚಿ ಎಸ್ ഓ ഹാ മുൻപോട്ട് വിടാതെ ഇവിടെ ബന്ധിക്കുന്ന കെട്ടുകൾ ജീസസ് അടിയട്ടെ. പുറത്തു വാ, പുറത്തു വാ, ಹೊರಗೆ ಬಾ, പുറത്തു വാ, ಹೊರಗೆ ಬಾ. రక్తం చేయం, రక్తం చేయం, యేసువిన్ రక్తం చేయం. ജീസസ് రక్తం చేయం, రక్తం చేయం, రక్తం చేయం, రక్తం చేయం, యేసువిన్ రక్తం చేయం. ജീസസ് 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 രക്തം ചെയ്യും, ജീസസ് രക്തം ചെയ്യും. അഴിഞ്ഞുകൊണ്ടിരിക്കുക, ഓ കലച്ചി അഴിഞ്ഞുകൊണ്ടിരിക്കുക, കലച്ചി ബീಳ್ತಾ ಇದೆ, നാശವಾಗ್ತಾ ಇದೆ, അഴിഞ്ഞുകൊണ്ടിരിക്കുക. കട്ടുകൾ നാശವಾಗ್ತಾ ಇದೆ, ഉസിയാവിന്റെ പോരുകൾ അഴിയപ്പെടുകയാണ്. ಉಜ್ಜಿಯನ ಯುದ್ಧಗಳು ನಾಶವಾಗುತ್ತಾ ಇದೆ. ദൈവത്തിന്റെ ആത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ನಿನ್ನನ್ನು ದೇವರಾತ್ಮನು ಹೊರಗೆ ಕರೆತರುತ್ತಾ ಇದ್ದಾನೆ. യെശയ്യാവിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ಯೆಶಾಯನು ಹೊರಗೆ ಕರೆತಂದ ರೀತಿ നിന്നെ ഇന്ന് പകൽ ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ಇಂದು ದೇವರಾತ್ಮನು ನಿನ್ನನ್ನು ಹೊರಗೆ ಕರೆತರುತ್ತಿದ್ದಾನೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ജീസസ്. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. Oh, holy. Right now, right now, right now. Fire. ಬೆಂಕಿ. Oh, കൃപയുടെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ കൃപയുടെ ആത്മാവേ, ಕೃಪೆಯ ಆತ್ಮನೇ. Glory, 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 glory. Oh, oh, oh. വെട്ടി വീഴ്ത്തുകയാ, ಕತ್ತರಿಸಿ ಹಾಕುತ್ತಾ ಇದ್ದಾನೆ. ശത്രുവിനെ വെട്ടി വീഴ്ത്തുകയാ, ಶತ್ರುವನ್ನು ಕತ್ತರಿಸಿ ಹಾಕುತ್ತಾ ಇದ್ದಾನೆ. മിന്നൽ പിളർപ്പോൾ അവൻ വീഴുകയാ. ಈಗ ಸಿಡಿಲು ಮಿಂಚು ಬೀಳುವ ರೀತಿ ಬೀಳುತ್ತಾ ಇದ್ದಾರೆ. മിന്നൽ പിളർപ്പോൾ അവനെ വെട്ടുകയാ. ಸಿಡಿಲು ಮಿಂಚಿನ ರೀತಿ ಕತ್ತರಿಸುತ್ತಾ ಇದ್ದಾರೆ. ജീസസ്.
Vaida Dana Kada Rasa Bata Memba Boroko Sete Reke Padana Saida Dana Pada Bauda Regadana Bauda എല്ലാവരും ആരാധിച്ചാട്ടെ ಎಲ್ಲರೂ ആരാധിಸಿ Raba Shanga Varadana Saida Agala Tagana Tagana Udama Regada Regadana Gadagachas Udagala Gadagada Regada Tagana Fire 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 Oh 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 ಬೆಂಕಿ oh oh Jesus ಯೇಸುವಿನ ನಾಮದಲ್ಲಿ അതിൽ യാവരിക്കുന്ന കെട്ട് അടിയട്ടെ ಆಕೆಯಲ್ಲಿ ಕ್ರಿಯೆ ಮಾಡುತ್ತಿರುವಂತ ಬಂಧನ ಕಲಚಿ ಬೀಳಲಿ അടിയട്ടെ ಕಲಚಿ ಬೀಳಲಿ ഇപ്പോൾ ശാന്തമാകട്ടെ ಈಗಲೇ ಕರಬರಬ ಶಿಖರಬೋ Praise the Lord. വലിയ വിടുതൽ കണ്ടുകൊണ്ടിരിക്കുക ಒಂದು ದೊಡ್ಡ ಬಿಡುಗಡೆ ನಡೆಯುತ್ತಾ ಇದೆ ആമേ ദൈവത്തിന്റെ ആത്മാവിന് കഴിയാത്തതൊന്നുമില്ല ದೇವರ ಆತ್ಮನಿಗೆ ಅಸಾಧ್ಯವಾದದ್ದು ಒಂದು ಇಲ್ಲ ഞാൻ കാണുന്നു പിശാച് വെട്ടേറ്റ് വീഴുകയാ ನಾನು ಕಾಣುತ್ತಾ ಇದ್ದೇನೆ ಸೈತಾನನು ಕತ್ತರಿಸಲ್ಪಡುತ್ತಾ ಇದ್ದಾನೆ ഉസിയാവിന്റെ കെട്ടുകൾ അടിയപ്പെടാൻ പോകുകയാ ಉಜ್ಜಿಯನ ಕಟ್ಟುಗಳು ನೀಗಲ್ಪಡುತ್ತಾ ಇದೆ ജീസസ് ഓ എതരേ അഗജനഗടാരഗക്ഷസ് ഓ വേദനേ ജീസസ് ഹല്ലേലൂയ ಹಾಲೆಲೂಯ ഹല്ലേലൂയ ಹಾಲೆಲೂಯ ഞാൻ ആത്മാവിൽ ചില കാഴ്ചപ്പാട് കാണുകയാണ് ನಾನು ಆತ್ಮದಲ್ಲಿ ಕೆಲವು ದರ್ಶನಗಳನ್ನು ಕಾಣುತ್ತಾ ಇದ್ದೇನೆ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത വലിയ വിടുതലയക്കാൻ പോവുകയാണ് ನಮಗೆ ಹಿಡಿಯಲು ಅಸಾಧ್ಯವಾದ ದೊಡ್ಡ ಬಿಡುಗಡೆ ಕರ್ತನೆ ಕೊಡುತ್ತಾ ಇದ್ದಾನೆ വലിയ ദൈവ പ്രവൃത്തി കാണുകയാണ് ದೊಡ್ಡ ದೇವರ ಪ್ರಕ್ರಿಯೆ ಕಾಣುತ್ತಾ ಇದ್ದೇವೆ ഒരു വലിയ തീയുടെ അഭിഷേകം ഇറങ്ങുക ಒಂದು ದೊಡ್ಡ ಬೆಂಕಿಯ ಅಭಿಷೇಕ ಇಳಿಯುತ್ತಾ ಇದೆ Praise the Lord. ಯೇಸುವಿನ ನಾಮಕ್ಕೆ ಸ್ತೋತ್ರ ഉസിയാവ് മരിച്ചു ಉಜ್ಜಿಯನು ತೀರಿ ಹೋದ കർത്താവിനെ കണ്ടു ಕರ್ತನನು ಯೆಶಾಯನು ಕಂಡನು കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്ത യെശയ്യാവിന്റെ മനോഭാവം എന്താണ് ಕರ್ತನನ್ನು ಕಂಡ ನಂತರ ಯೆಶಾಯನ ಮನೋಭಾವ ಮುಂದಿನದು ಹೇಗಾಯಿತು 4-ാം വാക്യം 6ನೇ ಅಧ್ಯಾಯದ 4ನೇ ವಾಕ್ಯ ನೋಡ್ರಿ അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം ಆಗ ನಾನು ಅಯ್ಯೋ ನನ್ನ ಗತಿ ಏನು ಹೇಳಲಿ ഞാൻ നശിച്ചു ನಾಶವಾದನಲ್ಲ ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ ನಾನು ಹೊಲಸು ತುಟಿಯವನು ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു മതി ಹೊಲಸು ತುಟಿಯವರ ಮಧ್ಯದಲ್ಲಿ ವಾಸಿಸುವೆನು യെശയ്യാവിന്റെ മനോഭാവം കണ്ടോ ಯೆಶಾಯನ ಮನೋಭಾವ ನೋಡಿದ್ರ 5-ാം അധ്യായം വരെയും 5ನೇ ಅಧ್ಯಾಯದವರೆಗೂ മറ്റുള്ളവരെ കുറവുകളെ വിളിച്ചു പറഞ്ഞവൻ ಮತ್ತೊಬ್ಬರ ಕೊರತೆಗಳನ್ನು ಕೂಗಿ ಹೇಳುತ್ತಾ ಇದ್ದವನು കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ಕರ್ತನನ್ನು ನೋಡಿದಾಗ തന്റെ കുറവിനെ കാണുകയാണ് ತನ್ನ ಕೊರತೆಯನ್ನು ಕಂಡನು മനുഷ്യനെ കാണുമ്പോൾ നമ്മുടെ കുറവിനെ നമ്മൾ അറിയത്തില്ല ಮನುಷ್ಯರನ್ನು ಕಾಣುವಾಗ ನಮ್ಮ ಕೊರತೆ ನಮಗೆ ತಿಳಿಯೋದಿಲ್ಲ കർത്താവിനെ കാണുന്നവൻ ಕರ್ತನನ್ನು ಕಾಣುವವನು അവൻ അവന്റെ കുറവിനെ തിരിച്ചറിയും ಅವನು ಆತನ ಕೊರತೆಯನ್ನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುತ್ತಾನೆ അതുകൊണ്ട് ഉസിയാവ് പറഞ്ഞത് ಆದ್ದರಿಂದಲೇ ಉಜ್ಜಿಯನು ಹೇಳಿದ್ದು ಯೆಶಾಯನು ಹೇಳಿದನು ഞാൻ അശുദ്ധൻ ನಾನು ಅಶುದ್ಧನು ഞാൻ നശിച്ചു ನಾನು ನಾಶವಾದನಲ್ಲ അശുദ്ധിയുള്ള അതരമുള്ള മനുഷ്യനാണ് ಹೊಲಸು ತುಟಿಯವನಾದ ವ್ಯಕ್ತಿ ನಾನು അശുദ്ധിയുള്ള ആദരമുള്ള ജനത്തിന്റെ നടുവിൽ ഞാൻ വസിക്കുന്നു ಹೊಲಸು ತುಟಿಯವರ ಮಧ್ಯದಲ್ಲಿ ವಾಸ ಮಾಡುವಾತನು ഇവിടെ ഒരു കാര്യം കാണാൻ കഴിയും ಇಲ್ಲಿ ಒಂದು ಕಾರ್ಯ ನಾವು ನೋಡಬಹುದು കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ಕರ್ತನ ಸಾನ್ನಿಧ್ಯ ಹಿಡಿದಾಗ ഉസിയാവുന്ന ശക്തി മാറിപ്പോയപ്പോൾ ಉಜ್ಜಿಯನ ಶಕ್ತಿ ನೀಗಲ್ಪಟ್ಟಾಗ വെളിപ്പാട് കാണുകയാണ് ಪ್ರಕಟಣೆ ಕಾಣುತ್ತಾ ಇದ್ದಾನೆ ആത്മമണ്ഡലം കാണുകയാണ് ಆತ್ಮ ಮಂಡಲ ಕಾಣುತ್ತಿದ್ದಾನೆ അവൻ പിന്നെ കാണുന്ന സ്വർഗീയ ദർശനങ്ങളാ ಆತನು ಕಂಡಿದ್ದು ಪರಲೋಕದ ದರ್ಶನಗಳು ആ സ്വർഗീയ ദർശനം കണ്ടപ്പോൾ ಆ ಪರಲೋಕದ ದರ್ಶನ ಕಂಡಾಗ അവൻ പാപിയാണെന്ന് മനസ്സിലായി ಆತನು ಪಾಪಿ ಎಂಬುದಾಗಿ ಅರ್ಥವಾಯಿತು ഞാൻ നശിച്ചെന്ന് ನಾನು മനസ്സിലായി ನಾಶವಾದನು ಎಂಬುದಾಗಿ ಅರ್ಥವಾಯಿತು എനിക്കൊരു വിടുതല വേണം ನನಗೆ ಒಂದು ಬಿಡುಗಡೆ ಬೇಕು ഞാൻ നിൽക്കുന്ന സ്ഥലം ശരിയല്ലെന്ന് മനസ്സിലായി ನಾನು ನಿಂತಿರುವ ಸ್ಥಳ ಸರಿ ಇಲ್ಲ ಎಂಬುದಾಗಿ ಅರ್ಥವಾಯಿತು നമുക്ക് തോന്നും നമ്മൾ റൈറ്റ് ആണെന്ന് ನಮಗೆ ತೋರಿಸ್ತದೆ ನಾವೇ ಸರಿ കർത്താവിനെ കാണുന്നവൻ പറയും ഞാൻ റൈറ്റ് അല്ലെന്ന് പറയും ಕರ್ತನನ್ನು ಕಾಣುವವರು ಹೇಳ್ತಾರೆ ನಾನು ಸರಿ ಇಲ್ಲ ಎಂಬುದಾಗಿ ഹല്ലേലൂയ നമ്മുടെ പാപത്തെ നാം നീതീകരിക്കാൻ പാടില്ല ನಮ್ಮ ಪಾಪವನ್ನು ನೀತೀಕರಿಸಲು ಸಾಧ್ಯವಿಲ್ಲ അവൻ കർത്താവിനെ കണ്ടവൻ പറയുക ಆ
ಕರ್ತನನ್ನು ಕಂಡವನು ಹೇಳುತ್ತಿದ್ದಾನೆ, ഞാൻ നിൽക്കുന്ന സ്ഥലം അശുദ്ധിയാ. ನಾನು ನಿಂತಿರುವ ಸ್ಥಳ ಅಶುದ್ಧವಾದದ್ದು, എനിക്ക് ഇവിടുന്ന് ഒരു മാറ്റം വേണം. ನನಗೆ ಇಲ್ಲಿಂದ ಬದಲಾವಣೆ ಬೇಕು. അശുദ്ധിയുള്ള ജനത്തിന്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. ಹೊಲಸು ಜನರ ಮಧ್ಯದಲ್ಲಿ ನಾನು ನಿಂತಿದ್ದೇನೆ. എന്റെ ആദരം അശുദ്ധിയാ. ನನ್ನ ತುಟಿ ಹೊಲಸು, തന്റെ പാപത്തെ ഏറ്റുപറയുകയാ. ನನ್ನ ಪಾಪವನ್ನು ಅರಿಕೆ ಮಾಡಿದನು. പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ, ಪರಿಶುದ್ಧಾತ್ಮನು ಇಳಿಯುವಾಗ, പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുമ്പോൾ, ಪರಿಶುದ್ಧಾತ್ಮ ನಮ್ಮನ್ನು ಶುದ್ಧೀಕರಿಸುವಾಗ നമ്മൾ അറിയാതെ നമ്മുടെ പാപത്തെ ഏറ്റുപറയും. ನಾವು ತಿಳಿಯದಂತೆ ನಮ್ಮ ಪಾಪ ಅರಿಕೆ ಮಾಡುತ್ತೇವೆ. Praise the Lord. ಹಾಲೆಲೂಯಾ. പരിശുദ്ധാത്മാവെന്ന തീ വന്നാൽ ನೋಡಿ, ಪರಿಶುದ್ಧಾತ್ಮನ ಬೆಂಕಿ ಬಂದರೆ വെറുതെ അന്യഭാഷയും കയ്യടിയും മാത്രമല്ലേ, ಸುಮ್ಮನೆ ಕೈ ತೊಟ್ಟೋದು ಅನ್ಯ ಭಾಷೆ ಮಾತ್ರವಲ್ಲ, ഇങ്ങനെയുള്ള ആത്മക്രിയകളുണ്ട്. ಇಂತಹ ಆತ್ಮನ ಕ್ರಿಯೆಗಳುಂಟು. Praise the Lord. ಹಾಲೆಲೂಯಾ. പാപബോധമുണ്ടാകും. ಪಾಪದ ಅರಿವು ಉಂಟಾಗ್ತದೆ. വചനം പറയുന്നു, ವಾಕ್ಯ ಹೇಳುತ್ತದೆ, പാപത്തെയും ಪಾಪವನ್ನು, പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ബോധം വരുത്തുന്നവന പരിശുദ്ധാത്മാവ്. ಪಾಪವನ್ನು, ನೀತಿಯನ್ನು, ನ್ಯಾಯ ತೀರ್ಪಿನ ಬಗ್ಗೆ ಅರಿವು ಹುಟ್ಟಿಸುವ ಆತನೇ ಪರಿಶುದ್ಧಾತ್ಮನು. തീ ഇറങ്ങിയപ്പം ഒരു ബോധം വന്നു. ನೋಡಿ, ಈ ಬೆಂಕಿ ಇಳಿದಾಗ ಒಂದು ಬೋಧನೆ ಅಥವಾ ಅರಿವು ಬಂತು. ഇതുവരെ അവനൊരു ശരിയായ ബോധം വന്നില്ല. ಇದುವರೆಗೂ ಆತನಿಗೆ ಸರಿಯಾದ ಅರಿವು ಬಂದಿರ್ಲಿಕ್ಕಿಲ್ಲ. ഇപ്പോഴാ മനസ്സിലായത് ഇതല്ല കാര്യം. ಈಗಲೇ ಅರ್ಥವಾಯ್ತು ಇದಲ್ಲ ವಿಷಯ. നമ്മൾ വിചാരിക്കും ഇത്രയും മതിയെന്ന. ನಾವು ನೆನೆಸಿ ಇಷ್ಟೇ ಸಾಕು, ഒന്നും ആയിട്ടില്ല, ಏನೂ ಆಗಲಿಲ್ಲ, ഇനി ഒരുപാട് ആവാനുണ്ട്. ಇನ್ನು ಎಷ್ಟೋ ಆಗಬೇಕಾಗಿದೆ. മൂന്നാം സ്വർഗത്തോളം എടക്കപ്പെട്ട പൗലോസ് പറയുക, ಮೂರನೇ ಆಕಾಶದವರೆಗೆ ಎತ್ತಲ್ಪಟ್ಟ ಪೌಲನು ಹೇಳುತ್ತಾ ಇದ್ದಾನೆ, ഞാനൊന്നും ആയില്ല, ನಾನು ಏನೂ ಇಲ್ಲ, ഇനി എനിക്ക് അങ്ങോട്ട് പോകാനുണ്ട്. ನಾನು ಇನ್ನೂ ಅಲ್ಲಿಗೆ ಹೋಗಬೇಕಾಗಿದೆ. ഓ, ഞാൻ ഒന്നും പ്രാപിച്ചിട്ടില്ല. ಓ, ನಾನು ಇನ್ನೂ ಏನು ಹೊಂದಿಲ್ಲ. ഈ ഒരു ഭാവം നമുക്കുണ്ടാകണം. ಈ ಒಂದು ಪಾಪದ ಅರಿವು ನಮಗೆ ಉಂಟಾಗಬೇಕು. അത് പരിശുദ്ധാത്മാവ് തരുന്ന ഭാവം. ಅದು ಪರಿಶುದ್ಧಾತ್ಮನು ಕೊಡುವಂತ ಅರಿವು. പൗലോ യെശയ്യാവ് പറയുക, ಯೆಶಾಯನು ಹೇಳುತ್ತಾ ಇದ್ದಾನೆ, ഞാൻ നശിച്ചു. ನಾನು ನಾಶವಾದನಲ್ಲ, Praise the Lord. എനിക്ക് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ನನಗೆ ಒಂದು ಶುದ್ಧೀಕರಣದ ಅಗತ್ಯವಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ദൈവമക്കളെ, ചിലര പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ದೇವರ ಮಕ್ಕಳಿಗೆ ಕೆಲವೊಬ್ಬರಿಗೆ ದೇವರ ಆತ್ಮನು ಇಳಿದು ಬರುವಾಗ കുടുകുടാന്ന് കരയും. ನೋಡಿ, ಬಹಳವಾಗಿ ಗಟ್ಟಿಯಾಗಿ ಅಳ್ತಾರೆ. കണ്ണിനിങ്ങനെ കണ്ണുനീര് വരും. ಕಣ್ಣೀರು ಸುರಿಯಲು ಪ್ರಾರಂಭಿಸುತ್ತದೆ. അത് എന്താണെന്നറിയാമോ? ಅದು ಯಾಕೆ ಗೊತ್ತಾ? വലിയ പാപമൊന്നും ചെയ്തിട്ടല്ല. ಏನೋ ದೊಡ್ಡ ಪಾಪ ಮಾಡಿದ್ದಾರೆ ಎಂಬುದಾಗಿ ಅಲ್ಲ. ആത്മാവ് എവിടെ ഇറങ്ങുമോ, ಆತ್ಮ ಎಲ್ಲಿ ಇಳಿತಾನೋ ചെറിയ ചെറിയ കുറവ് പോലും വലിയ പാപമായി തോന്നിക്കും. ಸಣ್ಣ ಸಣ್ಣ ತಪ್ಪುಗಳು ದೊಡ್ಡ ಪಾಪವಾಗಿ ಕಾಣುತ್ತದೆ. ചെറിയ ചെറിയ കുറവ് പോലും നമുക്ക് വലിയ പാപമായി ദൈവാത്മാവ് കാണിക്കുമെന്ന്. ಸಣ್ಣ ಸಣ್ಣ ತಪ್ಪುಗಳು ನಮ್ಮ ದೊಡ್ಡ ಪಾಪವಾಗಿ ದೇವರಾತ್ಮನು ತೋರಿಸ್ತಾನೆ. അപ്പൊ നമ്മൾ ഏറ്റുപറയും, കരയും. ಆಗ ನಾವು ಅರಿಕೆ ಮಾಡ್ತೇವೆ, ಅಳುತ್ತೇವೆ. ഒരിക്കലേ ಒಂದು ಬಾರಿ ഒരു സഭയിൽ ഇങ്ങനെ ശുശ്രൂഷിച്ചു. ಒಂದು ಸಭೆಯಲ್ಲಿ ಹೀಗೆ ಸೇವೆ ಮಾಡ್ತಾ ಇದ್ದೆ. വലിയ ആത്മസാന്നിധ്യം വന്നു. ಒಂದು ದೊಡ್ಡ ದೇವರ ಸಾನ್ನಿಧ್ಯ ಹಮ್ಮಿಕೊಂಡಿತು. ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്ക് വന്നു. ಒಂದು ಯೌವನಸ್ಥ ನನ್ನ ಬಳಿಗೆ ಬಂದನು. പാസ്റ്ററോട് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണം. ಪಾಸ್ಟರ್, ನಿಮ್ಮೊಟ್ಟಿಗೆ ವೈಯಕ್ತಿಕವಾಗಿ ಮಾತನಾಡಬೇಕು. അപ്പൊ ഞാൻ പറഞ്ഞു, ಆಗ ನಾನು ಹೇಳಿದೆ, ഇങ്ങോട്ട് മാറി എന്നിട്ട് പറഞ്ഞു സംസാരിക്കാൻ പറഞ്ഞു. ನಾನು ಹೇಳಿದೆ, ಬದಿಗೆ ಬನ್ರಿ ಮಾತನಾಡ್ರಿ ಎಂಬುದಾಗಿ ಹೇಳಿದೆ. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, ಆಗ ನನ್ನ ಹತ್ರ ಆತನು ಹೇಳಿದನು, ഇവിടെ അല്ല പാസ്റ്റർ, ഗസ്റ്റ് റൂമിൽ വരുമെന്ന് പറഞ്ഞു. ಅವರು ಹೇಳಿದ್ರು, ಇಲ್ಲೆಲ್ಲ ಸಭಾಪಾಲಕರೇ, ಅತಿಥಿ ಗೃಹಕ್ಕೆ ಬನ್ರಿ, ಅಲ್ಲಿ ಮಾತನಾಡೋಣ. അപ്പൊ ഞാൻ അവനെ ഗസ്റ്റ് റൂമിൽ കൊണ്ടുപോയി. ಆಗ ನಾವು ಅತಿಥಿ ಗೃಹಕ್ಕೆ ಹೋದೆವು. അവനോട് സംസാരിച്ചപ്പം ಆತನೊಟ್ಟಿಗೆ ಮಾತನಾಡಿದಾಗ അവൻ പൊട്ടിയാൻ കരയുക. ಆತನು ಗಟ್ಟಿಯಾಗಿ ಅಳಲು ಪ್ರಾರಂಭಿಸಿದ. ഞാൻ എന്തിനാടാ കരയുന്നേ? ನಾನು ಕೇಳಿದೆ, ಯಾಕೆ ಅಳುತ್ತಾ ಇದ್ದಿ? എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞാൽ ഞാൻ അനുസരിക്കത്തില്ല. ನನ್ನ ತಂದೆ ತಾಯಿ ಹೇಳಿದ್ರೆ ನಾನು ವಿಧೇಯನಾಗೋದಿಲ್ಲ. ഇത്രയും നാൾ അതൊരു പാപമായി അവന് തോന്നിയില്ല. ಇದುವರೆಗೂ ಆತನಿಗೆ ಅದು ಪಾಪವಾಗಿಯೇ ತೋಚಲಿಲ್ಲ. ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿದಾಗ അത് അവന് വലിയ പാപമായി തോന്നി. ಆ ಕಾರ್ಯವು ಆತನಿಗೆ ದೊಡ್ಡ ಪಾಪವಾಗಿ ಪರಿಣಮಿಸಿತು. ഇതാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വല്ല ഗുണം. ಇದೇ ಪರಿಶುದ್ಧಾತ್ಮನು ಇಳಿದು ಬರುವಾಗ ಉಂಟಾಗುವ ವ್ಯತ್ಯಾಸ. യെശയ്യാവെന്ന നബി, യെശയ്യാവെന്ന ദൈവ പുരുഷൻ പറയുക, എനിക്കൊന്ന് ഒരു മാറ്റം വേണം, ഒരു ചേഞ്ചസ് വേണം. ಯೆಶಾಯ ಎಂಬುದಾಗಿರುವ ಪ್ರವಾದಿ, ಯೆಶಾಯ ಎಂಬುದಾಗಿರುವ ಒಬ್ಬ ದೇವ ಮನುಷ್ಯನು ಹೇಳ್ತಿದ್ದಾನೆ, ನನಗೆ ಒಂದು ಮಾರ್ಪಾಡು, ಬದಲಾವಣೆ ಬೇಕು. ഇത് പറഞ്ഞപ്പോൾ ഉടനെ, ಇದು ಹೇಳಿದ ತಕ್ಷಣವೇ ഒരു സാറാഫ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ಒಂದು ಸೆರಾಫಿಯು ಪರಲೋಕದಿಂದ ಇಳಿದು ಬಂತು. അവൻ വെറുതെ വരികയല്ല, ಅದು ಸುಮ್ಮನೆ ಬರ್ತಾ ಇಲ್ಲ. ഒരു അഗ്നി കഷ്ണം സ്വർഗത്തിൽ നിന്ന് എടുത്തോണ്ട് വരികയാണ്. ಒಂದು ಬೆಂಕಿಯ ತುಂಡನ್ನು ಆತನು ಪರಲೋಕದಿಂದ ತಂದು ತರುತ್ತಾ ಇದ್ದಾನೆ. സ്വർഗത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് ഇവന്റെ നാവിൽ തൊടിച്ചു. ಈಗ ಪರಲೋಕದಲ್ಲಿ ಹತ್ತಿ ಉರಿಯುತ್ತಿರುವ ಯಜ್ಞ ವೇದಿಯಿಂದ ಒಂದು ಕೆಂಡವನ್ನು ತೆಗೆದು ಈತನ ತುಟಿಗೆ ತಗುಲಿಸಿದನು. അവൻ പറഞ്ഞത്, എന്റെ നാവ് ശരിയല്ലെന്നാ പറഞ്ഞേ. ಆತನು ಹೇಳಿದ, ನನ್ನ ನಾಲಿಗೆ ಸರಿ ಇಲ್ಲ.
അശുദ്ധിയുള്ള അതരം എനിക്കുണ്ട്. ನನಗೆ ಹೊಲಸಾದಂತಹ ತುಟಿಯವನು ಎಂಬುದಾಗಿ. എവിടാണ് നിന്റെ അശുദ്ധി എന്നുള്ളത് നീ തന്നെ ദൈവത്തോട് പറയണം. ಎಲ್ಲಿ ನಿನ್ನ ಹೊಲಸು ಅಶುದ್ಧ ಎಂಬುದಾಗಿ ನೀನೇ ದೇವರಿಗೆ ಹೇಳಿ ಕೊಡಬೇಕು. കർത്താവ് എന്റെ നോട്ടം ശരിയല്ല, ಕರ್ತನೇ ನನ್ನ ನೋಟ ಸರಿ ಇಲ್ಲ, എന്റെ നോട്ടത്തിനൊന്ന് ശരിയാക്കണം, ನನ್ನ ನೋಟವನ್ನು ಸರಿಪಡಿಸು, എന്റെ കണ്ണിനെ ഒന്ന് തൊടണം, ನನ್ನ ಕಣ್ಣನ್ನು ಮುಟ್ಟು, എന്റെ വർത്തമാനം ശരിയല്ല, ನನ್ನ ಮಾತುಗಾರಿಕೆ ಸರಿ ಇಲ್ಲ, ഞാൻ പലർക്കും കുത്തുവാക്കുകൾ പറയുന്നു, ನಾನು ಅನೇಕರಿಗೆ ಚುಚ್ಚು ಮಾತುಗಳನ್ನ ಆಡುತ್ತೇನೆ, എന്റെ ആദരം പല മൂർച്ചയുള്ള കത്തിയായി വാളായി മാറുകയാണ്. ಅನೇಕ ವೇಳೆ ನನ್ನ ತುಟಿಗಳು ಬಹಳ ಹದವಾದಂತ ಚೂಪಾದ ಕತ್ತಿಗಳಾಗಿ ಮಾರ್ಪಡುತ್ತಾ ಇದೆ. അപ്പോൾ നിന്റെ ആദരത്തെ ദൈവം തൊടും. ಆಗ ನಿನ್ನ ತುಟಿಯನ್ನು ದೇವರು ಮುಟ್ಟುತ್ತಾನೆ. എന്റെ മനോഭാവം ശരിയല്ല, ನನ್ನ ಮನೋಭಾವ ಸರಿ ಇಲ್ಲ, എനിക്ക് ഒരുപാട് സംശയങ്ങൾ കിടക്കുക, ನನಗೆ ಎಷ್ಟೋ ಸಂದೇಹಗಳು ಉಂಟು. ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം, ಗಂಡನಿಗೆ ಹೆಂಡತಿಯ ಮೇಲೆ ಸಂಶಯ, ഭർത്താവിന് ഭാര്യ സംശയം, ಹೆಂಡತಿಗೆ ಗಂಡನ ಮೇಲೆ ಸಂದೇಹ, എല്ലാം തൊടുന്ന പിടിക്കുന്ന എല്ലാ സംശയം, ನೋಡಿ ಮುಟ್ಟುವುದು ನೋಡುವುದು ಎಲ್ಲದರಲ್ಲಿಯೂ ಸಂಶಯ. പകൽ ഈ സംശയത്തെ ആത്മാവൊന്ന് തൊടണമേ. ಈ ಹಗಲು ವೇಳೆ ಈ ಸಂದೇಹದ ಆತ್ಮವನ್ನು ಮುಟ್ಟಬೇಕು. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി നിന്നെ തൊടാൻ പോകുകയാണ്. ಈ ಹಗಲು ವೇಳೆ ದೇವರ ಅಗ್ನಿ ನಿನ್ನನ್ನು ಮುಟ್ಟಲಿದೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ എവിടെയാണ് നമ്മുടെ ബലഹീനമെന്ന് നാം പറഞ്ഞാൽ ദൈവത്തിന് അറിയാം, പക്ഷെ നീ ഒന്ന് പറയാൻ ദൈവം ആഗ്രഹിച്ചിരിക്കുക. ನೋಡಿ ಗಮನಿಸಿ, ಎಲ್ಲಿ ನಮ್ಮ ಬಲಹೀನತೆ ಎಂಬುದಾಗಿ ದೇವರಿಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತು, ಆದ್ರೆ ದೇವರು ಕಾಯುತ್ತಿರೋದು ಯಾಕೆ ಗೊತ್ತಾ? ನೀನು ಅದನ್ನು ಒಪ್ಪಿಕೊಂಡು ಹೇಳಬೇಕೆಂಬುದಾಗಿ. അവിടെ ദൈവാത്മാവ് തൊടും, ಅಲ್ಲಿ ದೇವರಾತ್ಮನು ಮುಟ್ಟುತ್ತಾನೆ. യെശയ്യാവിനെ ദൈവം തൊട്ടു, ಯೆಶಾಯ ಪ್ರವಾದಿಯನ್ನು ದೇವರು ಮುಟ್ಟಿದನು. എന്നിട്ട് പറയുക, ನಂತರ ಆತನು ಹೇಳುತ್ತಿದ್ದಾನೆ, നിന്റെ ആദരത്തിന്റെ അശുദ്ധി മാറിയിരിക്കുന്നു, ನಿನ್ನ ತುಟಿಗಳಿಗೆ ತಗುಲಿದಂತ ದೋಷವು ನೀಗಿದೆ. ഓ അവനെ അങ്ങ് ശുദ്ധീകരിക്കുക. ದೇವರು ಆತನನ್ನು ಶುದ್ಧೀಕರಿಸಿದನು. പിന്നെ 6-ാം അധ്യായം മുതൽ അങ്ങോട്ട് നോക്കിയാൽ ನಂತರ 6ನೇ ಅಧ್ಯಾಯದ ಮುಂದಿನ ವಾಕ್ಯಗಳು ನೋಡಿದರೆ അവന്റെ പ്രവചനത്തിന്റെ രീതി മാറി, ಆತನ ಪ್ರವಾದನೆಯ ರೀತಿಗಳು ಮಾರ್ಪಟ್ಟವು. യേശുവിനെ കുറിച്ച് അവൻ പ്രവചിക്കാൻ തുടങ്ങി, ಯೇಸುವಿನ ಬಗ್ಗೆ ಪ್ರವಾದನೆ ಮಾಡಲು ಪ್ರಾರಂಭಿಸಿದ. യേശുവിന്റെ ജനനം മുതൽ മരണം വരെയും വീണ്ടും വരവും എല്ലാം പ്രവചിക്കാൻ തുടങ്ങി. ಯೇಸುವಿನ ಜನನದಿಂದ ಮರಣದವರೆಗೂ ಪುನರುತ್ಥಾನವು ಮತ್ತೆ ಹಿಂದಿರುಗಿ ಬರುವುದು ಎಲ್ಲದರ ಬಗ್ಗೆ ಪ್ರವಾದನೆ ಹೇಳಿದನು. അതുകൊണ്ട് ആ പഴയ നിയമത്തിലെ യെശയ്യാവിന്റെ പുസ്തകം പുതിയ നിയമത്തിലെ സുവിശേഷം എന്ന് പറയുന്നത്. ಆದ್ದರಿಂದಲೇ ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿರುವ ಯೆಶಾಯ ಪ್ರವಾದನೆಯು ಹೊಸ ಒಡಂಬಡಿಕೆಯ ಸುವಾರ್ತೆ ಎಂಬುದಾಗಿ ಹೇಳಲ್ಪಡುತ್ತದೆ. ആമേ, ദൈവമക്കളെ, ആത്മാവിന്റെ ദർശനത്തിന്റെ താഴ്വരയെ ദൈവം നിന്നെ നടത്തണമെങ്കിൽ ഏതെങ്കിലും ഉസിയാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ അത് മാറി നിന്റെ വിഷയം ദൈവസന്നിധി പറഞ്ഞാൽ ಕರ್ತಾವ್ ನಿನ್ನೆ ಬಿಡುವಿಪಾನ್ ಶಕ್ತನ. ದೇವರ ಮಕ್ಕಳೇ, ಆತ್ಮನ ದರ್ಶನದಲ್ಲಿ ದೇವರು ನಿಮ್ಮನ್ನು ನಡೆಸಬೇಕಾದರೆ, ನಿಮ್ಮ ಜೀವಿತದ ಏನಾದರೂ ಉಜ್ಜೀಯನ ಶಕ್ತಿಗಳು ಇದ್ದರೆ ಅದನ್ನು ನೀಗಿಸಿ ಕರ್ತನ ಬಳಿಯಲ್ಲಿ ಅರಿಕೆ ಮಾಡುವುದಾದರೆ ಕರ್ತನು ನಿಮ್ಮನ್ನು ನಡೆಸುತ್ತಾನೆ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അടുത്ത തീ ഇറങ്ങിയാൽ വായിക്കാം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. ಎರಡನೆಯ ಕಾರ್ಯ ಗಮನಿಸೋಣ. ಬೆಂಕಿಯಿಳಿದರೆ ಉಂಟಾಗುವಂತಹ ಆ ಎರಡನೆಯ ಅಂಶ ಯಾವುದು? ವಿಮೋಚನ ಕಾಂಡ 1-2 വാക്യം വായിച്ച്. അമ്മയപ്പനുമായി ഇത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. സ്തോത്ര. അവിടെ യെശയ്യാവിനോട് പറഞ്ഞു, യെശയ്യാവ് പറഞ്ഞു ദൈവത്തോട്, ഞാൻ നിൽക്കുന്ന സ്ഥലം ശരിയല്ലെന്ന്. ಅಲ್ಲಿ ಯೆಶಾಯನು ದೇವರೊಟ್ಟಿಗೆ ಹೇಳಿದನು, ನಾನು ನಿಂತಿರುವ ಸ್ಥಳ ಸರಿಯಾಗಿಲ್ಲ. ഇവിടെ ദൈവം മോശയോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്ന്. ಆದರೆ ಇಲ್ಲಿ ದೇವರು ಮೋಶೆಯೊಟ್ಟಿಗೆ ಹೇಳುತ್ತಿದ್ದಾನೆ, ನೀನು ನಿಂತಿರುವ ಸ್ಥಳ ಪರಿಶುದ್ಧವಾದದ್ದು. നാം എവിടെയാകണോ ആ ദേശത്തിന്റെ കാര്യം ദൈവം നിനക്ക് വെളിപ്പെടുത്തും. ನೋಡಿ, ನಾವು ಎಲ್ಲಿದ್ದೇವೋ ಆ ದೇಶದ ಕಾರ್ಯಗಳು ದೇವರು ನಿಮಗೆ ಪ್ರಕಟಪಡಿಸ್ತಾನೆ. ദൈവം എവിടെ ഇറങ്ങുന്നോ അത് വിശുദ്ധിയുള്ളതാ. ದೇವರು ಎಲ್ಲಿ ಇಳಿಯುತ್ತಾನೋ ಅದು ಪರಿಶುದ್ಧವಾದದ್ದು. ഇവിടെ ദൈവം ഇറങ്ങിയിട്ടുണ്ട്, ಇಲ್ಲಿ ದೇವರು ಇಳಿದಿದ್ದಾನೆ. ഈ ആലയം വിശുദ്ധിയുള്ളതാ. ಈ ಆಲಯ ಪರಿಶುದ್ಧವಾದದ್ದು. നമ്മൾ ഇനി കാട്ടിൽ പോയാലും, ನಾವು ಇನ್ನು ಅರಣ್ಯಕ್ಕೆ ಹೋದರು, കടലിൽ പോയാലും, ಸಮುದ್ರಕ್ಕೆ ಹೋದರು, ആകാശത്തിന് മീതെ പോയാലും, ಆಕಾಶದ ತುತ್ತ ತುದಿಗೆ ಹೋದರು, ദൈവം ഇറങ്ങുന്നോടം വിശുദ്ധമായിരിക്കും. ದೇವರು ಎಲ್ಲೆಲ್ಲ ಇಳಿಯುತ್ತಾನೋ ಅದೆಲ್ಲ ಪರಿಶುದ್ಧವಾದದ್ದು. ഹല്ലേലൂയ, ಹಾಲೆಲೂಯ.
ഇവിടെ മോശ ഇത്രോന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുക. ಇಲ್ಲಿ ಮೋಶೆಯು ಇತ್ರೋನನ ಕುರಿಗಳನ್ನು ಮೇಯಿಸುತ್ತಾ ಇದ್ದಾನೆ. ഇങ്ങനെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ಹೀಗೆ ಆ ಕುರಿಗಳನ್ನು ಮೇಯಿಸುತ್ತಿರುವಾಗ ഒരു കാഴ്ച താൻ കാണുകയാണ്. ಒಂದು ದರ್ಶನ ಆತನು ಕಾಣುತ್ತಾ ಇದ್ದಾನೆ. ഒരു തീ മുൾപടർപ്പിലേക്ക് ഇറങ്ങി വന്നു. ಒಂದು ಬೆಂಕಿ ಮುಳ್ಳಿನ ಪೊದೆಗಳ ಮೇಲೆ ಇಳಿದು ಬಂತು. അവൻ വിചാരിച്ച സാധാരണ തീയാന്ന് വിചാരിച്ചു. ಆತನು ನೆನೆಸಿದ ಸಾಮಾನ್ಯವಾದ ಬೆಂಕಿ. ഈ തീ സാധാരണ ഒരു തീയല്ല. ಆದ್ರೆ ಈ ಬೆಂಕಿ ಸಾಮಾನ್ಯವಾದ ಬೆಂಕಿ ಅಲ್ಲ. കുറേ നേരം കൊണ്ട് കത്തുക, ಬಹಳವಾಗಿ ತುಂಬಾ ಹೊತ್ತಿನಿಂದ ಉರಿಯುತ್ತಾ ಇದೆ. പക്ഷേ വെന്തു പോകുന്നില്ല. ಆದ್ರೆ ಮುಳ್ಳಿನ ಪೊದೆ ಸುಟ್ಟು ಭಸ್ಮವಾಗ್ತಿಲ್ಲ. താൻ വളരെ ദൂരെ നിൽക്കുക. ಆತನು ಬಹಳ ದೂರ ನಿಂತಿದ್ದಾನೆ. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഈ മോശ, ಎಷ್ಟೋ ವರ್ಷಗಳ ಅನುಭವ ಇರುವಂತ ಈ ಮೋಶೆ, അവൻ അവിടേക്ക് ചെല്ലുകയാണ്. ಆತನು ಅದರ ನೇರವಾಗಿ ಹೋಗುತ್ತಿದ್ದಾನೆ. ഈ തീയുടെ പ്രത്യേകത, ಈ ಒಂದು ಬೆಂಕಿಯ ವಿಶೇಷತೆ, ആ ജനത്തെ ദൈവസ്ഥലിൽ അടുപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ തീ. ಆ ಜನರನ್ನು ದೇವರ ಸನ್ನಿಧಾನಕ್ಕೆ ಸಮೀಪಿಸುವಂತದೇ ದೇವರ ಬೆಂಕಿ. ഒരു വ്യക്തിയെ ഹല്ലേലൂയ ക്രിസ്തുവിനെ ആകർഷിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. ನೋಡಿ, ಒಂದು ವ್ಯಕ್ತಿಯನ್ನು ಕ್ರಿಸ್ತನ ಬಳಿಗೆ ಆಕರ್ಷಿಸಬೇಕಾದ್ರೆ ಪರಿಶುದ್ಧಾತ್ಮನು ಬೇಕು. ആത്മാവിന്റെ തീ നിന്നെ ദൈവത്തോട് അടുപ്പിക്കും. ಆತ್ಮನ ಬೆಂಕಿ ನಿನ್ನನ್ನು ದೇವರ ಸಮೀಪಕ್ಕೆ ಕರೆತರುತ್ತದೆ. നീ തീയോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ನೀನು ಬೆಂಕಿಯ ದೇವರನ್ನು ಆರಾಧಿಸುವಾಗ അനേകർ ഇവിടേക്ക് കടന്നു വരുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ಅನೇಕರು ಈ ಆಲಯದೊಳಗೆ ಬರುತ್ತಾರೆ ಎಂಬುದಾಗಿ ಪರಿಶುದ್ಧಾತ್ಮನು ನುಡಿಯುತ್ತಿದ್ದಾನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഇവിടെ നാം കാണുന്ന കാഴ്ച, ಇಲ್ಲಿ ನಾವು ಕಾಣುವಂತ ದೃಶ್ಯ, ആമേ, ഈ കാഴ്ച കാണാൻ താൻ അടുത്തേക്ക് ചെല്ലുകയാണ്. ಈ ದೃಶ್ಯವನ್ನು ಸ್ಪಷ್ಟವಾಗಿ ಕಾಣಲಿಕ್ಕೆ ಆತನು ಇನ್ನೂ ಬಳಿಗೆ ಹತ್ತಿರ ಹೋಗುತ್ತಿದ್ದಾನೆ. താൻ അടുത്തോട്ട് ചെല്ലുമ്പോൾ ಆತನು ಹತ್ತಿರಕ್ಕೆ ಹೋಗುತ್ತಿರುವಾಗ അതിനകത്തുനിന്ന് ഒരു ശബ്ദം, ಅದರ ಒಳಗಿಂದ ಒಂದು ಶಬ್ದ, തീ ഇറങ്ങിയാൽ ಬೆಂಕಿ ಇಳಿದರೆ മനുഷ്യ ശബ്ദമല്ല ദൈവ ശബ്ദം ഉണ്ടാകും. ಮನುಷ್ಯ ಶಬ್ದವಲ್ಲ, ದೇವರ ಶಬ್ದ ಉಂಟಾಗ್ತದೆ. ആത്മാവിൽ നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ ಆತ್ಮದಲ್ಲಿ ದೇವರನ್ನು ಆರಾಧಿಸುವಾಗ തീ സംസാരിക്കും, ಬೆಂಕಿ ಮಾತನಾಡ್ತದೆ. ഹോ, തീ സംസാരിക്കും, തീ ഇടപെടും. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ಓ, ಬೆಂಕಿ ಮಾತನಾಡುತ್ತದೆ, ಬೆಂಕಿ ನುಡಿಯುತ್ತದೆ. ದೇವರ ಆತ್ಮನು ಹೇಳುತ್ತಿದ್ದಾನೆ, ಆತ್ಮನೇ ನಿಮ್ಮೊಟ್ಟಿಗೆ ಇಂದು ಮಾತನಾಡುತ್ತಿದ್ದಾನೆ. നിങ്ങളുടെ ഏത് വിഷയത്തിലും ദൈവാത്മാവ് സംസാരിക്കും. ನಿಮ್ಮ ಯಾವ ವಿಷಯವಾಗಿದ್ದು ದೇವರಾತ್ಮನ ಮಾತನಾಡುತ್ತಾನೆ. നിന്റെ പേര് വിളിച്ച് നിന്നോട് സംസാരിക്കും. ನಿನ್ನ ಹೆಸರು ಹಿಡಿದು ಕರೆದು ಆತನು ನಿಮ್ಮೊಟ್ಟಿಗೆ ಮಾತನಾಡುತ್ತಾನೆ. ഹാ. ധാനാരാബാഷ്. ഹോ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന കർത്താവ്, നീ എന്നോട് സംസാരിക്കണം. ನಾವು ಯಾವಾಗಲೂ ಪ್ರಾರ್ಥಿಸ್ತೀವಿ, ಕರ್ತನೇ ನೀನು ನನ್ನೊಟ್ಟಿಗೆ ಮಾತನಾಡು. ഞാനും ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ശബ്ദമല്ല ദൈവ ശബ്ദം വേണം. ನಾನು ಸೇವೆಗಾಗಿ ಹೋಗುವಾಗ ಕರ್ತನೇ ನನ್ನ ಶಬ್ದವಲ್ಲ, ದೇವರ ಶಬ್ದ ನನ್ನ ಮುಖಾಂತರ ಬೇಕು. ഇപ്പൊ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കല്ലേ. ಈಗ ಆತ್ಮನು ಮಾತನಾಡ್ತಾ ಇದ್ದಾನಲ್ಲ. അവരവരുടെ വിഷയം അവരവർക്കറിയാം, എനിക്കറിയത്തില്ല. ಅವರವರ ವಿಷಯಗಳು ಅವರವರಿಗೆ ಗೊತ್ತು, ನನಗೆ ಗೊತ್ತಿಲ್ಲ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളുടെ വിഷയം നിങ്ങളെക്കാൾ നല്ലവണ്ണം അറിയാം. ಆದರೆ ದೇವರ ಆತ್ಮಕ್ಕೆ ನಿಮ್ಮ ವಿಷಯ ನಿಮಗಿಂತಲೂ ಚೆನ್ನಾಗಿ ಗೊತ್ತು. അതുകൊണ്ട് നമ്മൾ ആത്മാവിൽ ശക്തിയോടെ ആമേ ദൈവത്തെ സ്തുതിക്കുന്നത്. ಆದ್ದರಿಂದ ನಾವು ಆತ್ಮದಲ್ಲಿ ಶಕ್ತಿಯಾಗಿ ದೇವರನ್ನು ಸ್ತುತಿಸುತ್ತಾ ಇದ್ದೇವೆ. പരിശുദ്ധാത്മാവിൽ ദൈവജനം ആരാധിക്കുമ്പോൾ, ಈ ಪರಿಶುದ್ಧಾತ್ಮನು ದೇವಜನರು ಆರಾಧಿಸುವಾಗ ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ച് സഭയോട് സംസാരിക്കാറുണ്ട്. ದೇವರು ಕೆಲವೊಬ್ಬರನ್ನು ಎಬ್ಬಿಸಿ ಸಭೆಯೊಟ್ಟಿಗೆ ಮಾತನಾಡಿಸ್ತಾನೆ. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടാറുണ്ട്. ದೇವರ ಆತ್ಮನು ನುಡಿಯುತ್ತಾನೆ. ആമേ, കണ്ണുനീര് വരും, കരച്ചിൽ വരും, വേദനകൾ വരും. ಕಣ್ಣೀರು ಬರುತ್ತದೆ, ಅಳು ಬರುತ್ತದೆ, ವೇದನೆ ಉಂಟಾಗ್ತದೆ. നിന്റെ പാപം വിളിച്ചു പറയും. ನಿನ್ನ ಪಾಪವನ್ನು ಕೂಗಿ ಹೇಳುತ್ತಾನೆ. എല്ലാവർക്കും പാപം പറയുന്ന ഇഷ്ടമല്ല. ಎಲ್ಲರಿಗೂ ಪಾಪದ ಬಗ್ಗೆ ಹೇಳುವಂಥದ್ದು ಇಷ್ಟವಾಗುವುದಿಲ್ಲ. എല്ലാരും പൊക്കി പറയണം, ಎಲ್ಲರನ್ನು ಹೊಗಳಿ ಹೇಳಬೇಕು. അത് ഭയങ്കര സന്തോഷമാണ്. ಅದು ಬಹಳ ಎಲ್ಲರಿಗೂ ಇಷ್ಟ. ഇല്ലെങ്കിൽ വരുന്ന ഉപദേശി കൃപയില്ലെന്നാ പറയുന്നത്. ಒಂದು ವೇಳೆ ಆ ರೀತಿ ಹೇಳದಿದ್ರೆ ಬರುವಂತ ಉಪದೇಶಕ್ಕೆ ಕೃಪೆನೇ ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳ್ಬಿಡ್ತಾರೆ. ഒരു ആന്റി എന്നും അങ്ങ് ദർശനം കാണുക. ಒಂದು ಆಂಟಿಯವರು ಯಾವಾಗಲೂ ದರ್ಶನ ಕಾಣ್ತಾ ಇದ್ರು. രാവിലെ നല്ല പ്രാർത്ഥിക്കുന്ന ആന്റിയൊക്കെ, ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ಬಹಳ ಚೆನ್ನಾಗಿ ಪ್ರಾರ್ಥಿಸುವಂತ ಆಂಟಿಯವರು എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ಏನಾದ್ರೂ ಕಂಡು ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കും. ಮಧ್ಯೆ ನನ್ನ ಕರೆ ಮಾಡ್ತಾರೆ. ഒന്ന് ആ കണ്ടതൊന്ന് വിവേചിച്ചു കൊടുക്കാൻ. ನಾವು ಕಂಡಿದ್ದಂತ ಈ ಕಾರ್ಯವನ್ನು ನಮಗೆ ಅರ್ಥ ತಿಳಿಸಿಕೊಡ್ರಿ. അപ്പൊ ഒരിക്കലും കാണുക, ಅವರು ಒಂದು ಬಾರಿ ಹೀಗೆ ಕಂಡರು. ഒരു തേങ്ങ, ಒಂದು ತೆಂಗಿನಕಾಯಿ, അത് പൊട്ടിച്ച് രണ്ട് കയ്യിൽ വെച്ചേക്കുക. ಅದನ್ನು ಒಡೆದು ಎರಡು ಕೈಗಳಲ್ಲಿ ಇಟ್ಟುಕೊಂಡಿದ್ದಾರೆ. എന്നോട് ചോദിച്ച് ഇതിന്റെ അർത്ഥം എന്തുവാ? ಅವರು ನನ್ನ ಬಳಿ ಕೇಳಿದ್ರು, ಇದಕ್ಕೆ ಅರ್ಥ ಏನು? എന്തോ പറയാന്, ನಾನು ಏನು ಹೇಳೋದು ಅದಕ್ಕೆ? അപ്പൊ ഞാൻ പറഞ്ഞ ആന്റി,
ആമേ എന്തെങ്കിലും പറഞ്ഞില്ല ആൻറ്റി പറയും ബാബുപാസ്റ്റർ പഴയ കൃപയൊന്നും ഇല്ല. ಏನಾದರೂ ಹೇಳಿದ್ರೆ ಆಂಟಿ ಅವರು ಹೇಳ್ತಾರೆ ಮೊದಲಿದ್ದಂಥ ಕೃಪೆ ಬಾಬು ಪಾಸ್ಟರ್ ಈಗ ಇಲ್ಲ ಅಂತ ಎಂಬುದಾಗಿ. ഞാൻ പറഞ്ഞു ನಾನು ಹೇಳಿದೆ രാവിലെ ചമ്മന്തി അരച്ച് അച്ഛനെ ഓഫീസിൽ വിടാൻ പറഞ്ഞു. ನೋಡಿ ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ಅಡಿಗೆ ಎಲ್ಲ ಸಿದ್ಧ ಮಾಡಿ ಅಚ್ಚನವರು ಆಫೀಸ್ಗೆ ಕಳಿಸುವುದಕ್ಕಾಗಿ ಅದನ್ನು ತೋರಿಸಿದ್ದಾರೆ. തേങ്ങയും മാങ്ങയും കാണുന്നതല്ല ദർശനം. ತೆಂಗಿನಕಾಯಿ ಮಾವಿನಕಾಯಿ ಕಾಣೋದಲ್ಲ ದರ್ಶನ. ആമേ കർത്താവിനെ കാണുന്ന ദർശനം. ಕರ್ತನನ್ನು ಕಾಣುವಂತದೇ ದರ್ಶನ. അവിടെയാ ദൈവിക വിടുതൽ വ്യാപരിക്കുന്നത്. ಅಲ್ಲಿಯೇ ದೇವರ ಬಿಡುಗಡೆ ವ್ಯಾಪರಿಸುವಂತ. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. ಆಗ ಪರಿಶುದ್ಧಾತ್ಮನು ನಮ್ಮೊಟ್ಟಿಗೆ ಮಾತನಾಡ್ತಾನೆ. പരിശുദ്ധാത്മ സംസാരിച്ചുകൊണ്ടിരിക്കുക. ಪರಿಶುದ್ಧಾತ್ಮನು ಮಾತನಾಡ್ತಾ ಇದ್ದಾನೆ. പരിശുദ്ധാത്മാവ് എങ്ങനെ സംസാരിച്ചെന്നറിയാമോ? ಪರಿಶುದ್ಧಾತ್ಮನು ಹೇಗೆ ಮಾತನಾಡುವುದು ಗೊತ್ತಾ? മോശേ മോശേ എന്നൊരു വിളി. ಮೋಶೆಯೇ ಮೋಶೆ ಎಂಬುದಾಗಿ ಒಂದು ಕೂಗು. പേര് പറഞ്ഞാ വിളിക്കുന്നത്. ಹೆಸರು ಹಿಡಿದು ಕರೆದನು. നിന്റെ പേര് അപ്പനും അമ്മയും ഇട്ടെങ്കിലും തമ്പുരാൻ അറിയാം. ನಿನ್ನ ಹೆಸರು ನಿನ್ನ ತಂದೆ ತಾಯಿ ಇಟ್ಟಿದ್ದರು, ತಂದೆಗೆ ಗೊತ್ತು. അബ്രഹാമിന്റെ പേര് വിളിച്ചു. ಅಬ್ರಹಾಮನ ಹೆಸರು ಹಿಡಿದು ಕರೆದನು. അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്. ಅಬ್ರಹಾಮನೇ ಅಬ್ರಹಾಮನೇ ಬಾಲಕನ ಮೇಲೆ ನಿನ್ನ ಕೈ ಇಡಬೇಡ. ശൗമേലിനെ വിളിച്ചു. ಸಮುವೇಲನನ್ನು ಕರೆದನು. ഹേ ശൗമേൽ ശൗമേൽ. ಸಮುವೇಲನೇ ಸಮುವೇಲನೇ. അങ്ങനെ കർത്താവ് നമ്മളെ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാവോ? ನೋಡಿ ಆ ರೀತಿ ಕರ್ತನ ನಮ್ಮನ್ನು ಎಷ್ಟು ಬಾರಿ ಕರೀತಾನೆ ಗೊತ್ತಾ? നമ്മൾ വിചാരിച്ച് അയൽവക്കക്കാർ വിളിക്കുന്നതാണ്. ನಾವು ನೆನೆಸ್ತೇವೆ ಪಕ್ಕದ ಮನೆಯವರು ಕರೀತಾ ಇದ್ದಾರೆ ಎಂಬುದಾಗಿ. നമുക്ക് ദൈവശബ്ദം എന്താന്ന് തിരിച്ചറിയുന്നില്ല. ಯಾಕಂದ್ರೆ ನಮಗೆ ದೇವರ ಶಬ್ದ ಏನು ಎಂಬುದಾಗಿ ಗೊತ್ತಾಗ್ತಾ ಇಲ್ಲ. മോശയ്ക്ക് മനസ്സിലായി. ಮೋಶೆಗೆ ಅರ್ಥವಾಯಿತು, ഇതിനകത്തൊരു ദൈവശബ്ദമുണ്ട്. ಇದರ ಒಳಗೆ ಒಂದು ದೇವರ ಶಬ್ದ ಉಂಟು. ആമേ അതുകൊണ്ടാ പറഞ്ഞ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാ പ്രാപിച്ചോ ചോദിക്കുന്നത്. ನೋಡಿ ಆದ್ದರಿಂದಲೇ ಹೇಳಿದ್ದು ಪರಿಶುದ್ಧಾತ್ಮನು ಹೊಂದಿಕೊಂಡವನು ಕೇಳುವಂತದ್ದು. ആത്മാവിനെ അനുഭവിച്ചറിഞ്ഞവൻ പിന്നെ അതിനെ വിടത്തില്ല. ಆತ್ಮವನ್ನು ಅನುಭವಿಸಿ ತಿಳಿದವನು ಅದನ್ನು ಬಿಡೋದಿಲ್ಲ. ആത്മാവിന്റെ സന്തോഷം വേറെ ഒന്നാ. ಆತ್ಮನಲ್ಲಿ ಇರುವಂತ ಸಂತೋಷ ಅದು ಬೇರೆ ರೀತಿಯೇ. ആത്മാവ് പ്രാപിച്ചം വേറെ ലെവലില്ല. ಆತ್ಮವನ್ನು ಹೊಂದಿಕೊಂಡು ಬೇರೆ ಗತಿಯಲ್ಲಿ ಹಂತದಲ್ಲಿ ಇರ್ತಾನೆ. Praise the Lord. ಹಾಲೆಲೂಯಾ. ഇവിടെ അതൊരു മോശ കർത്താവ് പറഞ്ഞപ്പോൾ വിളിയം കേട്ടു. ನೋಡಿ ಇಲ್ಲಿ ಮೋಶೆಯನ್ನು ಕರ್ತನು ಕರೆದಾಗ ಆತನ ಕೂಗು ಕೇಳಿದನು. അവൻ അതിനകത്ത് ദൈവ ശബ്ദം കേട്ട് ദൈവത്തെ കണ്ടില്ല. ನೋಡಿ ಅದರ ಒಳಗೆ ದೇವರ ಶಬ್ದ ಕೇಳಿ ದೇವರನ್ನು ಕಾಣಲಿಲ್ಲ. അവൻ കാണുന്ന തീയാണ്. ಆತನು ಕಾಣುತ್ತಿರುವುದು ಬೆಂಕಿ. ആ തീയാണ് നമ്മുടെ ദൈവം. ಆ ಬೆಂಕಿಯೇ ನಮ್ಮ ದೇವರು. നമ്മുടെ ദൈവം പറയുന്നു, ನಮ್ಮ ದೇವರು ಹೇಳುತ್ತಾನೆ, ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ನಾನು ದಹಿಸುವ ಅಗ್ನಿ. നമ്മൾ തീയുടെ മുന്നിലാണ് വന്നിരിക്കുന്നത്. ನಾವು ಬೆಂಕಿಯ ಮುಂದೆ ಬಂದು ನಿಂತಿದ್ದೇವೆ. തീയുടെ നടുവിൽ വളരെ സൂക്ഷിച്ച ആൾക്കാർ നിൽക്കത്തുള്ളൂ. ನೋಡಿ ಬೆಂಕಿಯ ಮುಂದೆ ನಿಲ್ಲುವಾಗ ಬಹಳ ಗಮನದಿಂದ ಜನರು ನಿಲ್ತಾರೆ. ഈ തീ പടരുന്ന സംഭവം. ಯಾಕಂದ್ರೆ ಈ ಬೆಂಕಿ ಹರಡುವಂತ ಸಂಗತಿ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയും, ಆದ್ರಿಂದ ನಾನು ಎಲ್ಲರ ಬಳಿ ಹೇಳ್ತೇನೆ, ആത്മാവ് പ്രാപിക്കാത്തവര് ಆತ್ಮವನ್ನು ಹೊಂದದೇ ಇರುವವರು പ്രാപിച്ചവരുടെ അടുത്തിരുന്നോണം. ಹೊಂದಿದವರ ಪಕ್ಕದಲ್ಲಿ ಕೂತ್ಕೊಳ್ರಿ. അവരുടെ അടുത്തിരുന്നാൽ ಅವರ ಪಕ್ಕದಲ್ಲಿ ಇದ್ರೆ നിന്റെ മേലെ അഭിഷേകം പകരും. ನಿನ್ನ ಮೇಲೆ ಅಭಿಷೇಕ ಹರಡುತ್ತದೆ. ആ ഒരു അഭിഷേകത്തിലെ പകർച്ച, ಅವರ ಅಭಿಷೇಕದ ಹರಡುವಿಕೆ. എലീശയ്ക്ക് വേറെ ആരും കൂട്ടില്ല, കൂട്ടുള്ളത് ഏലിയാവാ. ನೋಡಿ ಎಲೀಷನಿಗೆ ಬೇರೆ ಯಾರು ಸಂಗಡಿಗರಲ್ಲ, ಎಲೀಷನಿಗೆ ಇದ್ದಿದ್ದು ಒಂದೇ ಒಂದು ಏಲಿಯನು. നിന്നിൽ പ്രാപിക്കുന്ന അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ನಿನ್ನಲ್ಲಿ ಕ್ರಿಯೆ ಮಾಡುತ್ತಿರುವ ಅಭಿಷೇಕದ 2ರಷ್ಟು ಭಾಗ ನನಗೆ ಬೇಕು. ഇത് പകരുന്ന ഒന്ന്, ಇದು ಹರಡುತ್ತಿರುವಂತ ಒಂದು, ഒന്നിന്റെ മേൽ ഒന്നിന്റെ മേൽ ഒന്നിന്റെ മേൽ കത്തുവാനിട വരും. ಇದು ಒಂದರ ಮೇಲೆ ಒಂದರ ಮೇಲೆ ಒಂದರ ಮೇಲೆ ಉರಿಯಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸುತ್ತದೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. കത്തട്ടെ. ಹಲ್ಲೆಲೂಯಾ. ഞങ്ങളുടെ പഴയ കാലത്ത് വിറകാ എരിക്കുന്നത്. വിറകാ. ನೋಡಿ ನಾವು ಹಳೆ ಕಾಲಘಟ್ಟದಲ್ಲಿ ಸೌದೆ ಉರಿಸುತ್ತಾ ಇದ್ದೆವು. വളരെ കഷ്ടപ്പാടുള്ള കാലഘട്ടമാണ്. ಬಹಳ ಕಷ್ಟಪಡುತ್ತಿರುವಂತ ಕಾಲಘಟ್ಟ. അപ്പം വിറക് ശേഖരിക്കും. ನಾವು ಸೌದೆಗಳೆಲ್ಲ ಕೂಡಿಸ್ತಾ ಇದ್ದೆವು. അത് മഴക്കാലമായി നനഞ്ഞിരിക്കും. ನೋಡಿ ಅದು ಮಳೆಗಾಲದಲ್ಲಿ ಬಹಳ ನೆಂದಿರುತ್ತದೆ. ഈ അടുപ്പിന്റെ മേളിലൊരു ഇങ്ങനെ തട്ടുണ്ട്. ಈ ಹೊಳೆಯ ಮೇಲೆ ಒಂದು ತಟ್ಟೆ ಇರ್ತದೆ. ഈ അടിയിൽ കത്തുമ്പോൾ മേളിൽ ഈ പച്ച വറവെല്ലാം കൊണ്ടിങ്ങനെ വെക്കും. ನೋಡಿ ಈ ಬೆಂಕಿ ಕೆಳಗೆ ಉರಿಯುತ್ತಿರುವಾಗ ಹಸಿದಾದಂತ ಸೌದೆಗಳೆಲ್ಲ ಮೇಲೆ ಜೋಡಿಸಿರ್ತಾರೆ. ഷോയ്ക്ക് വേണ്ടി വെക്കുന്നതല്ല, ಸುಮ್ಮನೆ ಪ್ರದರ್ಶನಕ್ಕಾಗಿ ಇಟ್ಟಿರೋದಲ್ಲ. ഇതിന്റെ ചൂട് തട്ടാൻ വേണ്ടിയാ. ಈ ಬೆಂಕಿ ಬಿಸಿ ಅದಕ್ಕೆ ತಗಲಲಿ ಎಂಬುದಾಗಿ. കാരണം ഇത് കത്തിക്കഴിഞ്ഞാൽ അതിനെ ഇങ്ങോട്ട് വെച്ചാൽ മതി, ശൂതം കത്തിക്കോളും. ಯಾಕಂದ್ರೆ ಇದು ಹತ್ತಿ ಉರಿದ ಮೇಲೆ ಆ ಹಸಿಯಾದ ಸೌದೆಯನ್ನು ಇಟ್ಟರೆ ಸಾಕು, ಅದು ಹತ್ತಿ ಉರಿಯುತ್ತದೆ. ആത്മാവിന്റെ അഭിഷേകം എങ്ങനെ?
ಆತ್ಮನ ಅಭಿಷೇಕ ಈ ರೀತಿಯೇ. അഭിഷേകമുള്ളവന്റെ അടുത്തിരുന്നാൽ ಅಭಿಷೇಕ ಇರುವ ವ್ಯಕ್ತಿಯ ಪಕ್ಕದಲ್ಲಿದ್ರೆ ആ ആത്മാവിന്റെ ചൂട് നിന്നിൽ തട്ടും. ಆ ಆತ್ಮನ ಬೆಂಕಿ ನಿನ್ನಲ್ಲಿ ಮುಟ್ಟುತ್ತದೆ. നീ അറിയാതെ അന്യഭാഷയാൽ ദൈവത്തെ സ്തുതിക്കും. ನೀನು ಅರಿಯದೆ ಅನ್ಯ ಭಾಷೆಯಿಂದ ದೇವರ ಸ್ತುತಿಸುತ್ತಿ. അതാണ് ഈ ആത്മാവിന്റെ പകർച്ച. ಅದೇ ಈ ಆತ್ಮನ ಹರಡುವಿಕೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഒരു കാര്യം ഞാൻ പറയാം. ಒಂದು ಕಾರ್ಯ ನಾನು ಹೇಳ್ತೇನೆ. ഈ ചർച്ചിൽ വന്ന് ഉറങ്ങുന്നതിന്റെ അടുക്ക വന്നിരുന്ന നീ ഉറങ്ങും അറിയാതെ. ನೀ ಸಭೆಗೆ ಬಂದು ನಿದ್ರೆ ಮಾಡುವವರ ಪಕ್ಕದಲ್ಲಿ ಕೂತ್ಕೊಂಡ್ರೆ ನೀನು ನಿನಗೆ ತಿಳಿಯದೆ ನಿದ್ರೆ ಮಾಡ್ತಿ. ആ ഉറക്കം തൂങ്ങുന്നതിന്റെ അടുത്ത് വന്നാൽ നീയും അറിയാതെ അവൻ ഉറങ്ങുന്നതിനേക്കാൾ ഡബിളായിട്ട് ഉറങ്ങും. ನೋಡಿ, ನಿದ್ರೆ ಮಾಡುವವರ ಪಕ್ಕದಲ್ಲಿ ಗೊತ್ತಿಲ್ಲದೆ ಹೋಗಿ ಕೂತ್ಕೊಂಡ್ಬಿಟ್ರೆ ನಿಮಗೆ ತಿಳಿಯದಂತೆ ಅವನು ನಿದ್ದೆ ಮಾಡೋದಕ್ಕಿಂತ ಎರಡರಷ್ಟಾಗಿ ನಿದ್ದೆ ಮಾಡ್ತಿ. ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുടെ കൂടെ നടന്നാൽ അറിയാതെ അതിന്റെ ഒരു പകർച്ച ഉണ്ടാവും. നീയും അറിയാതെ ക്രിട്ടിസൈസ് ചെയ്യും. ಈ ಟೀಕೆ ಮಾಡುವಂತ ವ್ಯಕ್ತಿಗಳ ಸಂಗಡ ನೀನು ನಡೆಯೋದಾದ್ರೆ ನಿನಗೂ ತಿಳಿಯದಂತೆ ನೀನು ಅದೇ ರೀತಿ ಟೀಕೆ ಮಾಡುವವನಾಗಿ ಮಾರ್ಪಡುತ್ತೆ. ആത്മീയന്റെ കൂടെ നടന്നാൽ നീയും ആത്മീയനായി മാറും. ಒಂದು ಆತ್ಮಿಕನೊಟ್ಟಿಗೆ ನಡೆದು ನೋಡು, ನೀನು ಆತ್ಮಿಕನಾಗುತ್ತಿ. ഇതാ ഇതിന്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ಇದೇ ಇದರ ದೊಡ್ಡ ವಿಶೇಷತೆ ಎಂಬುದಾಗಿ ಹೇಳುವುದು. അഭിഷേകം പ്രാപിച്ചവരുടെ അടുത്തിൽ ഇരുന്നാൽ നിനക്കൊരു അഭിഷേകമുണ്ട്. ಆದ್ದರಿಂದ ಅಭಿಷೇಕ ಹೊಂದದಿರುವವರು ಹೊಂದಿರುವ ವ್ಯಕ್ತಿಯ ಪಕ್ಕದಲ್ಲಿದ್ರೆ ನಿನಗೆ ಒಂದು ಅಭಿಷೇಕ ಉಂಟು. ഇന്ന് പകൽ അങ്ങനെ ഒരു പകർച്ച ഞാൻ ആത്മാവിൽ കാണുകയാണ്. ಈ ಹಗಲು ವೇಳೆ ಅಂತಹ ಒಂದು ಹರಡುವಿಕೆ ನಾನು ಆತ್ಮದಲ್ಲಿ ಕಾಣುತ್ತಾ ಇದ್ದೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആമേൻ. സമയം അങ്ങ് പോവുക. ಸಮಯ ಮುಂದೆ ಹೋಗ್ತಲೇ ಇದೆ. എങ്ങോട്ട് പോകുന്ന ആർക്കറിയാം? പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ഇന്ന് ഇഷ്ടംപോലെ സമയം എനിക്ക് ബിനു പാസ്റ്റർ തന്നിട്ടുണ്ട്. ಇಂದು ಎಷ್ಟು ಬೇಕಾದ್ರೂ ಸಮಯ ತೆಗೆದುಕೊಳ್ಳಿ ಎಂದು ಬಿನು ಪಾಸ್ಟರ್ ಕೊಟ್ಟಿದ್ದಾರೆ. അതുകൊണ്ട് നമ്മൾ സമയത്തെ ഒന്നും നോക്കണ്ട. ಆದ್ರಿಂದ ಯಾರು ಸಮಯ ನೋಡ್ಬೇಡ್ರಿ. നോക്കണേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിയോളാം. ನೋಡ್ಬೇಕಾದ್ರೆ ನಾನು ಮಧ್ಯೆ ಮಧ್ಯೆ ನೋಡ್ಕೊಳ್ತೇನೆ. നിങ്ങൾ നോക്കുമ്പോൾ എനിക്ക് ടെംപ്റ്റേഷൻ ആവും, എനിക്ക് പ്രശ്നമാവും. ನೀವು ನೋಡೋದಾದ್ರೆ ನನಗೆ ಶೋಧನೆ ಆಗ್ತದೆ, ನನಗೆ ಸಮಸ್ಯೆ ಆಗ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ചിലരൊക്കെ മൊബൈലിലും വാച്ചിലും ഞാൻ അറിയാതെ ഇങ്ങനെയൊക്കെ നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ಕೆಲವೊಬ್ಬರು ನನಗೆ ತಿಳಿಯದಂತೆ ವಾಚ್ ನಲ್ಲಿ ಮೊಬೈಲ್ ನಲ್ಲಿ ಸಮಯ ನೋಡ್ತಿರೋದು ನಾನು ಕಾಣ್ತಾ ಇದ್ದೇನೆ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ಕರ್ತನು ನಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ. ഇവിടെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ തീ മോശയോട് പറയുക. ಇಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮನ ಬೆಂಕಿ ಮೋಶೆಯೊಟ್ಟಿಗೆ ಹೇಳುತ್ತಾ ಇರುವುದು, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. ನೀನು ನಿಂತಿರುವ ಸ್ಥಳ ಪರಿಶುದ್ಧವಾದದ್ದು. ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്ന ദൈവം വിശുദ്ധനാണ്. ಇಂದು ಹಗಲು ವೇಳೆ ನಾವು ಆರಾಧಿಸುವ ದೇವರು ಪರಿಶುದ್ಧನು. ആമേ. ഹല്ലേലൂയ. നമ്മുടെ ഈ ഹോള് ആമേ വിശുദ്ധിയുള്ളതാ. ಈ ನಮ್ಮ ಆಲಯವು ಪರಿಶುದ್ಧವಾದ ಸ್ಥಳ. ഇവിടെ വരുന്നവനെ കർത്താവ് വിശുദ്ധീകരിക്കും. ಇಲ್ಲಿ ಬರುವವನನ್ನು ಕರ್ತನು ಪರಿಶುದ್ಧಪಡಿಸುತ್ತಾನೆ. തീയുടെ നടുവിൽ വരുന്നവൻ ശുദ്ധീകരിക്കപ്പെടും. ಬೆಂಕಿಯ ಮಧ್ಯದಲ್ಲಿ ಬರುವವನು ಶುದ್ಧೀಕರಿಸಲ್ಪಡುತ್ತಾನೆ. അതുകൊണ്ട് ദൈവാത്മാവ് മോശയോട് പറഞ്ഞു, ಆದ್ದರಿಂದ ದೇವರಾತ್ಮನು ಮೋಶೆಯೊಟ್ಟಿಗೆ ಹೇಳಿದನು, ഈ സ്ഥലം വിശുദ്ധമായതുകൊണ്ട് ಈ ಸ್ಥಳವು ಪರಿಶುದ್ಧವಾಗಿರುವ ಕಾರಣ നിന്റെ കാലിലെ ചെരുപ്പ് ഊരി ഇവിടെ വന്നിക്കാൻ പറഞ്ഞു. ನಿನ್ನ ಕಾಲಿನ ಕೆರೆಗಳನ್ನು ಬಿಸಾಟು ಬಂದು ನಿಂತುಕೋ. ചെരുപ്പ് എന്ത് കാണിക്കുന്നേ? ಕೆರ ಏನು ತೋರಿಸ್ತದೆ? അഴുക്കിനെ കാണിക്കുന്നു. ಅದು ಅಶುದ್ಧವನ್ನು ತೋರಿಸ್ತದೆ. ഈ ലോകത്തോട് ബന്ധപ്പെട്ടതിനെ കാണിക്കുക. ಈ ಲೋಕದೊಟ್ಟಿಗಿರುವ ಸಂಬಂಧವನ್ನು ತೋರಿಸ್ತದೆ. ലോക സംബന്ധമായ ചില വിഷയങ്ങൾ കൊണ്ട് ദൈവസഭ വരാതെ അത് ഊരി വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കണം. ಲೋಕ ಸಂಬಂಧವಾಗಿರುವ ಕೆಲವು ವಿಷಯಗಳನ್ನು ಆಲಯದ ಹೊರಗೆ ಕರೆತರದಂತೆ ಅದನ್ನು ತೆಗೆದು ಹೊರಗೆ ಇಟ್ಟು ನೀವು ಒಳಗೆ ಬರಬೇಕು. ആമേ. ചിലത് ഊരാനുണ്ട്. ಕೆಲವೊಂದನ್ನು ನೀವು ತೆಗೆದು ಹಾಕಬೇಕಾಗಿದೆ. ആമേ. അവിടെ മോശയോട് ചെരുപ്പെങ്കിൽ ಅಲ್ಲಿ ಮೋಶೆಯೊಟ್ಟಿಗೆ ಚಪ್ಪಲಿ ಬಿಚ್ಚು ಎಂಬುದಾಗಿ ಹೇಳಿದರೆ, നമ്മുടെ ജീവിതത്തിൽ നീക്കിക്കളയേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നീക്കിക്കളഞ്ഞാൽ ഉടനെ നിനക്ക് വിടുതല. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ನೀಗಬೇಕಾಗಿರುವುದು ಏನಾಗಿ ಇದ್ದರೆ ನೀನು ನೀಗಿಸುವುದಾದ್ರೆ ತಕ್ಷಣ ಬಿಡುಗಡೆ. ഈ തീ നിന്റെ മേൽ കത്തണമെങ്കിൽ, ಈ ಬೆಂಕಿ ನಿನ್ನ ಮೇಲೆ ಉರಿಬೇಕಾದರೆ ചിലതിനെ ഉരിഞ്ഞു കളയണം. ಕೆಲವೊಂದನ್ನು ನೀನು ಬಿಸಾಡಬೇಕು. പഴയ മനുഷ്യനെ അതിന് രാഗമോഹങ്ങളോട് കൂടെ ഉരിഞ്ഞു കളയണം. ಹಳೆಯ ವ್ಯಕ್ತಿಯನ್ನು ಅದರ ಮೋಹಗಳೊಟ್ಟಿಗೆ ನೀನು ತೆಗೆದು ಬಿಸಾಡಬೇಕು. എന്നിട്ട് പുതിയ മനുഷ്യനെ ധരിക്കണം. ಆಗಲೇ ನೀವು ಹೊಸ ವ್ಯಕ್ತಿಯನ್ನು ಧರಿಸಿಕೊಳ್ಳಬೇಕು. ചിലര് പഴയ മനുഷ്യനെ അവിടെ വെച്ചിട്ട് ಕೆಲವೊಬ್ಬರು ಹಳೆಯ ವ್ಯಕ್ತಿಯನ್ನು ಅಲ್ಲೇ ಇಟ್ಟುಕೊಂಡು അതിനെ മേളിൽ ഓവർകോട്ട് ഇടുന്ന പോലെ ഇട്ടിട്ട് വരുവാ. ಅದರ ಮೇಲೆ ಆ ಒಂದು ಬ್ಲೇಸರ್ ಹಾಕುವ ರೀತಿಯಲ್ಲಿ ಹಾಕಿಕೊಂಡು ಬರ್ತಾರೆ. അകത്തിരുന്ന് ചീ നാറുക. ಒಳಗಿರುವಂತ ಬೆಂಕಿ ಆರ್ತಾ ಇದೆ. ഞങ്ങളുടെ സേവനവാരത്തിന് സേവനവാരം, അതായത് സേവനവാരം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യുന്ന ഒരു ദിവസം സേവനവാരം. ಎಲ್ಲರಿಗೂ ಉಪಚಾರ ಮಾಡುವಂತ ಒಂದು ವಾರ. അപ്പം ഞങ്ങളുടെ കുറച്ച് പിള്ളേർ വിചാരിച്ചു എന്താണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്യേണ്ടത്. ಆಗ ನಮ್ಮಲ್ಲಿರುವಂತ ಮಕ್ಕಳು ಆಲೋಚನೆ ಮಾಡಿದ್ರು, ಈ ವಾರ ನಾವೇನು ಮಾಡೋದು. അപ്പം കാണാം കുളിക്കാത്ത ഒരു വ്യക്തിയെ പിടിക്കുക. ಆಗ ಅವರು ಹೇಳಿದ್ರು, ಸ್ನಾನ ಮಾಡದಿರುವ ಒಂದು ವ್ಯಕ್ತಿಯನ್ನು ಹಿಡಿಯೋಣ. അപ്പോൾ അവിടെ
അപ്പം അന്നേരം എല്ലാവരും വിചാരിച്ചു എന്നാൽ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു പരിപാടി എരപ്പന്തോട് എന്ന് പറഞ്ഞ ഒരു തോടുണ്ട്, അവിടെ കൊണ്ടുപോകാൻ കുളിപ്പിക്കുക. ನೋಡಿ, ಒಂದು ಕೆರೆ ಎರಪನ್ ತೋಡು ಎಂಬುದಾಗಿದೆ. ಅಲ್ಲಿಗೆ ಆ ಸ್ವಚ್ಛತೆ ಇಲ್ಲದಿರುವಂತ ಸ್ನಾನ ಮಾಡದಿರುವ ವ್ಯಕ್ತಿಯನ್ನು ಕರೆದುಕೊಂಡು ಹೋಗೋಣ. ഇവൻ പിടിച്ചാൽ വരുത്തുമില്ല. ഇത് ഇവനെ കൊണ്ടുവന്ന് കുളിപ്പിക്കാൻ പെടുന്ന പാട്. ನೋಡಿ, ಈತನನ್ನು ಹಿಡಿದ್ರು ಬರೋದು ಇಲ್ಲ, ಈತನ ಕರ್ಕೊಂಡ್ಬಂದು ಸ್ನಾನ ಮಾಡಿಸೋರುವಂತ ಬಾಧೆ ಇದೆಯಲ್ಲ. മുടിയൊക്കെ വെട്ടി കുളിപ്പിക്കുക. ಅವರೆಲ್ಲ ಕೂದಲೆಲ್ಲ ಕತ್ತರಿಸಿ ಸ್ನಾನ ಮಾಡಿಸ್ತಾ ಇದ್ದಾರೆ. ഇങ്ങനെ തേച്ച് വരുമ്പോൾ ಹೀಗೆ ಉಜ್ಜಿ ಬರ್ತಾ ಇರುವಾಗ ആമേ ഒരു വൈറ്റ് കാണുന്നു. ಒಂದು ಬಿಳಿ ಪದಕವನ್ನು ನೋಡಿದೆವು. അത് വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്തോ ഒരു സംഭവം കാണുക. ಏನೋ ಬಿಳಿ ಎಂಬುದಾಗಿ ಹೇಳೋದಕ್ಕೆ ಕಾರಣ ಏನೋ ಒಂದು ಕಾರ್ಯ ಕಾಣುತ್ತಾ ಇದ್ದೇವೆ. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇത് കാണുന്നത്. 2 ಗಂಟೆ ಆದ ನಂತರವಾಗಿ ಇದನ್ನ ನಾವು ನೋಡ್ತಾ ಇರೋದು. അപ്പം ഒരുത്തൻ പറയാ, ಆಗ ಒಂದು ವ್ಯಕ್ತಿ ಹೇಳಿದನು, എടാ ഇവൻ വെളുത്തു വരുന്നുണ്ടെന്ന് തോന്നുന്നു. ಅಯ್ಯೋ, ಇವನು ಬಿಳುಪನಾಗಿ ಮಾರ್ಪಡುತ್ತಾ ಇದ್ದಾನೆ. അപ്പം വേറെ പറയാ, അളിയ അങ്ങനല്ല, ഇവൻ പണ്ടിട്ട ബനിയനാണെന്നത്. ನೋಡಿ, ಆಗ ಆತನು ಇನ್ನೊಂದು ವ್ಯಕ್ತಿ ಹೇಳಿದನು, ಆ ರೀತಿಯಲ್ಲ, ಇವನು ಮೊದಲು ಹಾಕಿದ ಬನಿಯನ್ ಈಗ ಕಾಣಿಸ್ತಾ ಇದೆ. ഇത്രേ നേരം തേച്ചിട്ട് വെളുപ്പ് അല്ല, പണ്ടിട്ട ബനിയന്റെ മുകളിൽ ഓവർകോട്ട് ആയിട്ട് ഇട്ടോണ്ട് നടക്കുക. ನೋಡಿ, ಇಷ್ಟುವರೆಗೂ ಅವರು ಉಜ್ಜಿ ತೊಳೆದದ್ದು ಮೈಯನ್ನಲ್ಲ, ಮೊದಲು ಹಾಕಿದ ಬನಿಯನ್ ಈಗ ತಾನೇ ಕಣ್ಣಿಗೆ ಕಾಣಿಸ್ತಾ ಇದೆ. അപ്പൊ ചിലർ ഈ പഴയത് ഇട്ടിട്ട് അതിന്റെ മേളിലങ്ങ് ഇടുക. ನೋಡಿ, ಕೆಲವರು ಹಳೆಯದನ್ನು ಇಟ್ಟುಕೊಂಡೆ ಅದರ ಮೇಲೆ ಕೆಲವು ವಸ್ತ್ರಗಳನ್ನು ಹಾಕಿಕೊಳ್ತಾರೆ. കർത്താവ് പറഞ്ഞു ഉരിഞ്ഞു കളയണം. ಅದನ್ನೇ ಹೇಳಿದ, ಅದನ್ನು ತೆಗೆದು ಬಿಸಾಡಬೇಕು. ക്രിസ്തുവിനെ ധരിക്കണം, ನಂತರ ಕ್ರಿಸ್ತನನ್ನು ಧರಿಸಬೇಕು. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ಅದೇ ದೇವರು ಬಯಸುವಂತದ್ದು. നിന്നെ ക്ലിയർ ആക്കി ക്ലീൻ ചെയ്യാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ನಿನ್ನನ್ನು ಸ್ವಚ್ಛಪಡಿಸಿ ಶುದ್ಧಪಡಿಸುವಂತೆ ಆತ್ಮನಿಗೆ ಸಾಧ್ಯ. അതുകൊണ്ട് ദൈവസേന വരുമ്പോൾ ഹല്ലേലൂയ ചിലതിനെ മാറ്റി ഫ്രഷ് ആയിട്ട് ഫ്രീ ആയിട്ട് ദൈവസേന വന്നാൽ വിടുതല. ಆದ್ದರಿಂದಲೇ ದೇವರ ಆಲಯಕ್ಕೆ ಬರುವಾಗ, ಸನ್ನಿಧಾನಕ್ಕೆ ಬರುವಾಗ ಕೆಲವೊಂದನ್ನು ನೀಗಿಸಬೇಕಾದರೂ ನೀಗಿಸಿ ನೀವು ಸ್ವತಂತ್ರರಾಗಿ ಬಂದರೆ ಮಾತ್ರವೇ ಬಿಡುಗಡೆ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. നിങ്ങളുടെ ചെരുപ്പ് എന്താണെന്ന് ദൈവം നിങ്ങളോട് പറയും. ನಿಮ್ಮ ಚಪ್ಪಲಿಗಳು ಯಾವುದು ಎಂಬುದಾಗಿ ದೇವರು ನಿಮ್ಮ ಬಳಿಗೆ ತಿಳಿಸಿಕೊಡ್ತಾನೆ. ആമേ പഴയ കാലത്ത് ഒരു ആമേ വിശ്വാസി, പഴയ വിശ്വാസി, അദ്ദേഹം ആത്മാവ് പ്രാപിക്കാനിരുന്നു. ನೋಡಿ, ಹಳೆಯ ಕಾಲದಲ್ಲಿ ಒಂದು ಹಳೆಯ ವಿಶ್ವಾಸಿ ಆತ್ಮನ್ನು ಹೊಂದಿಕೊಳ್ಳಬೇಕೆಂಬುದಾಗಿದ್ರು. അയ്യോ, ഇന്നത്തെ ആത്മാവ് വാ തുറന്ന ഉടനെ അന്യഭാഷ, അന്ന് അങ്ങനെ ഇല്ല. ನೋಡಿ, ಈಗಿನ ಆತ್ಮಗಳು ಬಾಯಿ ತೆರೆದ್ರೆ ಅನ್ಯ ಭಾಷೆ, ಆದ್ರೆ ಆಗ ಆ ರೀತಿ ಇರಲಿಲ್ಲ. എന്ത് വില കൊടുത്തിരുന്നിട്ട് അന്യഭാഷ പ്രാപിക്കുന്ന അറിയാമോ? ಎಷ್ಟು ಬೆಲೆ ಕಟ್ಟಿ ಅನ್ಯ ಭಾಷೆ ಪಡೆದುಕೊಳ್ತಾ ಇದ್ರು ಗೊತ್ತಾ? ഇപ്പൊ എല്ലാം ഡിജിറ്റലാണല്ലോ, ഡിജിറ്റലാ. ಈಗ ಎಲ್ಲ ಆಧುನಿಕವಾಗಿದೆಯಲ್ಲ. അന്യഭാഷ പഠിപ്പിക്കുന്ന യൂട്യൂബിൽ കാണാൻ കഴിയും. ಅನ್ಯ ಭಾಷೆ ಹೇಗೆ ಕಲಿಸಿಕೊಡ್ತಾರೆ ಅದನ್ನು ಯೂಟ್ಯೂಬ್ ನಲ್ಲಿ ನೋಡಬಹುದು. ആമേ ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ അന്യഭാഷ, പുതിയ അന്യഭാഷ ഓരോരുത്തർ പറയുന്ന കേൾക്കാം, അത് പഠിച്ചോളാനാ പറയുന്നത്. ಗಮನಿಸಿ, ಫೇಸ್ಬುಕ್ ನಲ್ಲಿ ಹೊಸ ಅನ್ಯ ಭಾಷೆಗಳನ್ನು ಅವರು ಹಾಕಿರ್ತಾರೆ, ಅದನ್ನು ಕಲಿತುಕೊಳ್ಳ್ರಿ ಎಂಬುದಾಗಿ ಹಾಕಿರ್ತಾರೆ. അങ്ങനല്ല, ഇത് വില കൊടുത്ത് നമ്മൾ ദൈവസേന ഇരിക്കുമ്പോൾ ദൈവം തരുന്ന ഒരു സംഭവം ആട്ടോ. ಆ ರೀತಿಯಲ್ಲ, ನಾವು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಬೆಲೆ ಕೊಟ್ಟು ಆತನ ಸನ್ನಿಧಾನದಲ್ಲಿ ಕೂರುವಾಗ ದೇವರು ಕೊಡುವಂತ ಕಾರ್ಯ ಅನ್ಯ ಭಾಷೆ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. ഇവിടെ നാം കാണുന്നത്, ಇಲ್ಲಿ ನಾವು ನೋಡುವಂತದ್ದು, ആമേ മോശയോട് ദൈവം പറഞ്ഞത് അവൻ എന്ത് ചെയ്യുന്നറിയോ? ഉടനെ അത് ഊരിക്കളഞ്ഞു. ನೋಡಿ, ಮೋಶೆಯೊಟ್ಟಿಗೆ ದೇವರು ಹೇಳಿದ ತಕ್ಷಣ ಆತನು ಮಾಡಿದ್ದೇನು ಗೊತ್ತಾ? ತಕ್ಷಣ ತನ್ನ ಕೆರೆಗಳನ್ನು ಬಿಸಾಡಿದನು. അപ്പൊ ഈ ആത്മാവിനെ പ്രാപിക്കാൻ അപ്പച്ചന്മാരുടെ കാലത്ത് ഒരു അച്ചായൻ ഇരുന്നപ്പം പുള്ളി ആത്മാവൊന്നും പ്രാപിക്കുന്നില്ല. ನೋಡಿ, ಆ ಪಿತೃಗಳ ಕಾಲದಲ್ಲಿ ಈ ಅಣ್ಣನವರು ಇದ್ದಂತ ವೇಳೆಯಲ್ಲಿ ಈ ಆತ್ಮನನ್ನು ಹೊಂದಿಕೊಳ್ಳಲಿಕ್ಕೆ ಅವರಿಗೆ ಸಾಧ್ಯವಾಗಲಿಲ್ಲ. 40 ദിവസത്തെ ഉപവാസം. 40 ದಿವಸ ಉಪವಾಸ. ഈ 40 ദിവസം കഴിയാൻ ഒരു ദിവസം കൂടെ ഉള്ളു. ಈ 40 ದಿವಸ ಮುಗಿಯಲಿಕ್ಕೆ ಒಂದೇ ಒಂದು ದಿವಸ ಉಳಿದಿದೆ. പുള്ളിക്ക് പ്രാപിക്കാൻ പറ്റുന്നില്ല. ಆ ವ್ಯಕ್ತಿಗೆ ಹೊಂದಿಕೊಳ್ಳಲು ಅಣ್ಣನಿಗೆ ಆಗ್ತಾ ಇಲ್ಲ. അപ്പം കാണാം ഒരു ദൈവാത്മാവ് പറയുക, ಆಗ ದೇವರಾತ್ಮನು ನುಡಿದದ್ದು, അവറാച്ചന്റെ മുകളിൽ ചക്രം കറങ്ങുന്നു. ചക്രം എന്ന് പറഞ്ഞ പണ്ട് പൈസയ്ക്ക് പറഞ്ഞ ചക്രം എന്നാ. ನೋಡಿ, ചക്ര, ಅವರ ಮೇಲೆ ಒಂದು ಚಕ್ರ ತಿರುಗುತ್ತಾ ಇದೆ ಎಂಬುದಾಗಿ. പൈസ ഇങ്ങനെ കറങ്ങുക, ಹಣದ ಚಕ್ರ ತಿರುಗುತ್ತಾ ಇದೆ. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ച്, നീ ഈ പൈസ സംബന്ധമായി എന്തെങ്കിലും വിഷയമുണ്ടോ? ಆಗ ಅಣ್ಣನವರ ಬಳಿಯಲ್ಲಿ ಇವರು ಕೇಳಿದ್ರು, ಈ ಹಣದ ವಿಷಯದಲ್ಲಿ ಏನಾದರೂ ಕಾರ್ಯ ನಿಮ್ಮಲ್ಲಿ ಇದೆಯಾ? പുള്ളി ചേളാവ് കച്ചവടം എന്ന് പറയും മലയാളിക്കാരത്തുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സാ. ഈ ചുക്ക്, കുരുമുളക് ഇങ്ങനെയൊക്കെയുള്ള സംഭവം വിൽക്കുന്ന, അല്ലെങ്കിൽ ഈ എന്തുവാ കുരുമുളകൊക്കെ വിൽക്കുന്ന ഒരു സംഭവം, ബിസിനസ്സുകാരൻ. ಈ ವ್ಯಕ್ತಿ ಮಾಡುವಂತ ವ್ಯಾಪಾರವೇನೆಂದ್ರೆ ಈ ಚಕ್ಕೆ ಕರಿಮೆಣಸುಗಳನ್ನು ಮಾರುವಂತ ವ್ಯಕ್ತಿ. പുള്ളിയോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ഇന്ന ആക്ക് ഇത്ര രൂപ കൊടുക്കാണ്ടെന്ന് പറഞ്ഞു. ಆ ವ್ಯಕ್ತಿಯೊಟ್ಟಿಗೆ ಇವರು ಹೇಳಿದ್ರು, ಇಂಥ ವ್ಯಕ್ತಿಗೆ ನೀವು ಇಷ್ಟು ರೂಪಾಯಿ ಕೊಡಬೇಕಾಗಿದೆ, നീ കൊടുത്തിട്ട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. ನೀನು ಹೋಗಿ ಮೊದಲು ಕೊಟ್ಟು ನಂತರ ಬಂದು ಇಲ್ಲಿ ಕುಳಿತುಕೋ. പുള്ളി നില വിളിച്ചോണ്ട് ഓടി. ಆ ವ್ಯಕ್ತಿ ಕೂಗಾಡ್ತಾ ಓಡಿದ್ರು. കൊടുത്തിട്ട് തിരിച്ചു വന്നു. ಕೊಟ್ಬಿಟ್ಟು ಮತ್ತೆ ಹಿಂದಿರುಗಿ ಬಂದ್ರು. തീ ഇറങ്ങി വന്നു.
ಬೆಂಕಿ ಇಳಿಯಿತು, അഭിഷേകം ഇറങ്ങി. ಅಭಿಷೇಕ ಇಳಿಯಿತು. അപ്പൊ ചില ചെരുപ്പുകൾ ഊരാതെ ദൈവശബ്ദം കേൾക്കത്തില്ല. ಹಾಗಾದ್ರೆ ಕೆಲವು ಚಪ್ಪಲಿಗಳು ಕಳಚದೆ ದೇವರ ಶಬ್ದ ಕೇಳಲು ಸಾಧ್ಯವಿಲ್ಲ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. നിന്റെ മനസ്സിനെ കുത്തുന്ന കുറ്റബോധം വരുത്തുന്ന വിഷയം നിരപ്പ് പ്രാപിച്ചിട്ട് വന്നിരുന്നാൽ ഉടനെ വിടുതല. ನಿನ್ನ ಮನಸ್ಸಿಗೆ ಚುಚ್ಚುವಂತ ಅಥವಾ ಅಪರಾಧ ನಿರ್ಣಯ ಉಂಟು ಮಾಡುವಂತ ವಿಷಯವನ್ನು ನೀನು ಕ್ಷಮಾಪಣೆ ಕೇಳಿ ಹೊಂದಿಕೊಳ್ಳದೆ ಬರದೆ ಹೋದರೆ ನಿನಗೆ ಅಭಿಷೇಕವಿಲ್ಲ. അവർ ദൈവസേന വന്നു, ಅವರು ದೇವರ ಆಲಯಕ್ಕೆ ಬಂದರು. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവം പറഞ്ഞു ചെയ്തു കഴിഞ്ഞപ്പോൾ ದೇವರು ಹೇಳಿದ್ದನ್ನು ಅವರು ಮಾಡಿ ಮುಗಿಸಿದಾಗ ചില ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിക്കുക. ಕೆಲವು ಜವಾಬ್ದಾರಿಗಳು ಅವರಿಗೆ ಒಪ್ಪಿಸಿದರು. ദൈവത്തിന്റെ പദ്ധതി നിന്നെ ഏൽപ്പിക്കും. ದೇವರ ಪದ್ಧತಿಗಳು ನಿನ್ನನ್ನು ನೇಮಿಸುತ್ತದೆ. ഇത്രയും നാൾ ആടിനെ മേയിച്ചവനാ, ಇದುವರೆಗೂ ಕುರಿಗಳನ್ನು ಮೇಯಿಸಿದವನು. ഇനി ദൈവം വേറെ ലെവലിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ പോവുകയാണ്. ಇನ್ನು ಮುಂದೆ ದೇವರು ಒಂದು ಬೇರೆ ನೆಲೆಗೆ ಕೊಂಡೋಗುತ್ತಾ. അഭിഷേകം വന്നു കഴിഞ്ഞാൽ, ಅಭಿಷೇಕ ಬಂದರೆ, തീയുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ, ಬೆಂಕಿಯ ಬಳಿಗೆ ಬಂದರೆ അസാധാരണമായ വലിയ ദൈവ പ്രവൃത്തി നിന്നിലൂടെ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. ಅಸಾಧಾರಣವಾದ ದೇವರ ದೊಡ್ಡ ಪ್ರಕ್ರಿಯೆ ನಿನ್ನಲ್ಲಿ ಪ್ರಕಟಗೊಳಿಸುತ್ತಾನೆ. ദീർഘവർഷം അവൻ ആടുകളെ മേയിച്ചവനാ, ದೀರ್ಘ ವರ್ಷ ಆತನು ಕುರಿಗಳನ್ನು ಮೇಯಿಸಿದವನು. ഇനി ദൈവാത്മാവിനെ പറയുക, ಇನ್ನು ದೇವರಾತ್ಮ ನುಡಿಯುತ್ತಿದ್ದಾನೆ, ഞാൻ ചില അധികാരം നിനക്ക് തരികയാ. ಅಧಿಕಾರ ನಿನಗೆ ಕೊಡುತ್ತಾ ಇದ್ದಾನೆ. ആത്മാവിന് ചില അധികാരം ദൈവം ഇന്ന് പകൽ നിങ്ങൾക്ക് കൈമാറാൻ പോവുകയാണ്. ಆತ್ಮನ ಕೆಲವು ಅಧಿಕಾರಗಳು ಈ ಹಗಲು ವೇಳೆ ದೇವರು ನಿಮಗೆ ಹಸ್ತಾಂತರಿಸುತ್ತಿದ್ದಾನೆ. ശുശ്രൂഷയുടെ അടുത്ത പടിയിലേക്ക് ദൈവം നിന്നെ നടത്താൻ പോവുകയാണ്. ಓ ಸೇವೆಯ ಮುಂದಿನ ಹೆಜ್ಜೆಗೆ ಕರ್ತನು ನಿಮ್ಮನ್ನು ನಡೆಸುತ್ತಾನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. പലരും ചിന്തിക്കാൻ, കുഞ്ഞുങ്ങളൊക്കെ ഇത്രയും പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ನೋಡಿ, ಹಲವರು ಇದನ್ನೇ ಚಿಂತಿಸುತ್ತಾ ಇದ್ದಾರೆ, ಇಷ್ಟು ಓದಬೇಕೆಂಬುದು. ഒരു ഡിഗ്രി മതിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ಒಂದು ಡಿಗ್ರಿ ಪದವಿ ಸಾಕು ಎಂಬುದಾಗಿ ನೆನೆಸ್ತಾ ಇದ್ದಾರೆ. നീ തീയുടെ അടുക്കലാ വന്നേക്കുന്നത്. ನೀನು ಬಂದಿರುವುದು ಬೆಂಕಿಯ ಬಳಿಗೆ. ഉന്നത വിദ്യാഭ്യാസം ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. ಉನ್ನತ ವಿದ್ಯಾಭ್ಯಾಸ ದೇವರು ನಿನಗೆ ಕೊಡಲಿದ್ದಾನೆ. അതിനുള്ള സോഴ്സ്, അതിനുള്ള കാര്യങ്ങൾ ദൈവം ഒരുക്കാൻ പോവുകയാണ്. ಅದಕ್ಕೆ ಬೇಕಾದ ಮೂಲವನ್ನು ದೇವರೇ ಸಿದ್ಧಪಡಿಸಲಿದ್ದಾನೆ. എത്ര പേര് വിശ്വസിക്കുന്നു? ಎಷ್ಟು ಜನ ನಂಬುತ್ತೀರಿ? ദൈവത്തിന്റെ ആത്മാവ് തന്റെ ആലോചനകളാ നിന്നെ നിറയ്ക്കാൻ പോവുകയാണ്. ದೇವರ ಆತ್ಮನು ತನ್ನ ಆಲೋಚನೆಗಳಿಂದ ನಿನ್ನನ್ನು ತುಂಬಿಸಲಿದ್ದಾನೆ. മോശയോട് ദൈവാത്മാവ് പറയുക, ಮೋಶೆಯೊಟ್ಟಿಗೆ ದೇವರಾತ್ಮನು ನುಡಿದನು, ഞാൻ ചില അധികാരം തരാൻ പോവുകയാണ്. ನಾನು ನಿನಗೆ ಕೆಲವು ಅಧಿಕಾರ ಕೊಡಲಿದ್ದೇನೆ. എനിക്ക് നിന്നെ വേണം. ನನಗೆ ನೀನು ಬೇಕು. എന്തിനാണെന്നറിയാമോ? ಯಾಕೆ ಗೊತ್ತಾ? നീ എന്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരണം. ನೀನು ನನ್ನ ಜನರನ್ನು ಐಗುಪ್ತದಿಂದ ಹೊರಗೆ ಕರೆತರಬೇಕು. മിസ്രൈം എന്താണെന്ന് നിനക്ക് നല്ലവണ്ണം അറിയാം. ನೋಡಿ, ಇದು ಯಾಕೆ ಎಂಬುದಾಗಿ ನಿನಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತು. ചില എക്സ്പീരിയൻസുകൾ നമുക്ക് തരുന്നത് നമ്മളെ കൊണ്ട് ദൈവത്തിന് വലിയ ചെയ്യിക്കാനാ. ನೋಡಿ, ಕೆಲವು ಅನುಭವಗಳನ್ನು ಕರ್ತನು ನಮಗೆ ಕೊಡುವಂತದ್ದು ನಮ್ಮ ಮುಖಾಂತರವಾಗಿ ದೇವರಿಗೆ ಕೆಲವೊಂದು ಮಾಡಲಿಕ್ಕಾಗಿ. ചില മേഖലയിലൂടെ ദൈവം നിന്നെ നടത്തുന്നത്, ಕೆಲವು ನೆಲೆಗಳಲ್ಲಿ ಕರ್ತನು ನಿಮ್ಮನ್ನು ನಡೆಸುವಂತದ್ದು അവരുടെ വേദന നീ അറിയാനാ. ಅವರ ವೇದನೆ ನೀನು ತಿಳಿಯುವಂತೆ. നിന്നെ ചില പട്ടിണിയിലൂടെ ദൈവം നടത്തുന്നത്, ನಿನ್ನನ್ನು ಹಸಿವೆಯಲ್ಲಿ ಕರ್ತನು ನಡೆಸುವುದು വിശപ്പിന്റെ വില അറിയാനാ. ಹಸಿವೆಯ ಬೆಲೆ ಗೊತ್ತಾಗುವುದಕ್ಕೆ. എനിക്ക് സ്ട്രോക്ക് വന്നപ്പോൾ, ನನಗೆ ಸ್ಟ್ರೋಕ್ ಆದಾಗ ഞാൻ ദൈവത്തോട് എന്തിനാ കർത്താവേ എനിക്ക് വന്നേ? ನಾನು ದೇವರ ಬಳಿ ಕೇಳಿದೆ, ಯಾಕೆ ಕರ್ತನೆ ಇದು ನನಗೆ ಸಂಭವಿಸಿತು? അനേക സ്ട്രോക്കുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ಅನೇಕ ಸ್ಟ್ರೋಕ್ ವ್ಯಕ್ತಿಗಳಿಗಾಗಿ ಪ್ರಾರ್ಥಿಸುವಂತೆ. നിന്നെ ചില മേഖലയിലൂടെ നടത്തിവിടുന്ന മോശയോട് പറയാ, നീ മിസ്രൈമിലായിരുന്നല്ലോ, നിന്നെ അവിടെ വിട്ടത് എന്തിനാണെന്നറിയോ? എൻ്റെ പദ്ധതി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാനാ. ನೋಡಿ, ಮೋಶೆಯೊಟ್ಟಿಗೆ ದೇವರು ಹೇಳ್ತಾ ಇರೋದು, ನೀನು ಐಗುಪ್ತದಲ್ಲಿ ಇದ್ದಲ್ಲ, ಯಾಕೆ ದೇವರು ನಿನ್ನ ಅಲ್ಲಿ ಬಿಟ್ಟನು ಗೊತ್ತಾ? ನನ್ನ ಪದ್ಧತಿ ನಿನ್ನಲ್ಲಿ ನೆರವೇರುವುದಕ್ಕಾಗಿ. ചില കണ്ണുനീര് നിനക്ക് തരുന്നത്, ಕೆಲವು ಕಣ್ಣೀರು ನಿನಗೆ ಕೊಡುತ್ತಿರುವುದು, കണ്ണുനീരോടെ കഴിയുന്ന ചിലരുടെ വിടുതലിന് വേണ്ടിയാ. ಕಣ್ಣೀರಿನಿಂದ ಆಳುವಂತ ಕೆಲವೊಬ್ಬರ ಬಿಡುಗಡೆಗಾಗಿಯೇ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഘടകന 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 രഗജന ഉഡനമ രഗദിനി രജനത രോധിബി നിഗടഗസ്. ദൈവാത്മാവ് അങ്ങനെ പറയുക. ದೇವರಾತ್ಮನಾಗಿ ನುಡಿಯುತ್ತಾ ಇದ್ದಾನೆ. നമ്മൾ പറയും, ഇത് നീങ്ങി പോകുന്നില്ലോ. ನಾವ್ ಹೇಳ್ತೀವಿ, ಇದು ನೀಗುತ್ತಾ ಇಲ್ವಲ್ಲ. ചില എക്സ്പീരിയൻസിലൂടെ ദൈവവൈതലെ നിന്നെ നടത്തുമ്പോൾ, ಕೆಲವು ಅನುಭವದಲ್ಲಿ ದೇವರ ಮಗುವೇ ದೇವರು ನಿನ್ನ ನಡೆಸುವಾಗ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാ, ಅಂತವರಿಗಾಗಿ ಪ್ರಾರ್ಥಿಸುವುದಕ್ಕಾಗಿಯೇ. ഞാന് ഹല്ലേലൂയ വിശപ്പിന്റെ വില അറിഞ്ഞ ആളാ. ನಾನು ಹಸಿವೆಯ ಬೆಲೆ ಗೊತ್ತಿರುವಂತ ವ್ಯಕ್ತಿ. ശരിക്കും വിശപ്പ് അറിഞ്ഞ ആളാ. ಸರಿಯಾಗಿ ಹಸಿವೆ ಅಂದ್ರೆ ಏನು ಅಂತ ಗೊತ್ತಿರುವವನು. എൻ്റെ നല്ല പ്രായത്തില്
ഞാൻ നോർത്ത് ഇന്ത്യ കർത്താവിൻ്റെ വേലയ്ക്ക് പോയതാണ്. ನನ್ನ ಒಳ್ಳೆಯ ಪ್ರಾಯದ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ಉತ್ತರ ಭಾರತಕ್ಕೆ ಕರ್ತನ ಸೇವೆಗಾಗಿ ಹೋದೆನು. ഞാനൊരു സ്ഥലം തിരഞ്ഞെടുത്തു, UP ഷാമലി എന്ന് പറഞ്ഞൊരു സ്ഥലം. ನೋಡಿ, UPಯಲ್ಲಿ ಸ್ಯಾಮ್ಲಿ ಎಂಬುದಾಗಿರುವಂಥ ಒಂದು ಸ್ಥಳವನ್ನು ಆರಿಸಿಕೊಂಡೆನು. അപ്പം ഞങ്ങളുടെ സൂപ്രണ്ട് പി മത്തായിച്ചാന. ನೋಡಿ, ಆಗ ನಮ್ಮ ಸೂಪ್ರಿಟೆಂಡೆಂಟ್ ಪಿ ಮತ್ತಾಯ್ಚ ಅಚ್ಚನವರು അപ്പം ആ ദേവദാസ അനുഗ്രഹിച്ച് എന്നെ വിട്ട സ്ഥലമാണ്. ಆ ದೇವದಾಸನನ್ನು ಆಶೀರ್ವದಿಸಿ ಕಳುಹಿಸಿದಂಥ ಸ್ಥಳ. അപ്പം നമ്മൾ ഊട്ട എങ്ങനെ കഴിക്കുന്ന അറിയാമോ? ನಾವು ಊಟ ಹೇಗೆ ಮಾಡ್ತಿದ್ವಿ ಗೊತ್ತಾ? ഹോസ്പൽ പാക്കറ്റ് ഉണ്ട്. ഹോസ്പൽ പാക്കറ്റ്, ಹಾಸ್ಪೆಲ್ ಪ್ಯಾಕೆಟ್ಗಳು ಇದ್ದವು. ₹1 ₹1 ಒಂದು. ഈശോയ്ക്ക് കഹാനി എന്ന് പറഞ്ഞാൽ എല്ലാവരും മേടിക്കും. ನೋಡಿ, ಯೇಸುವಿನ ಕಥೆ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ಎಲ್ಲರೂ ತೆಗೆದುಕೊಳ್ತಾರೆ. അങ്ങനെ മേടിക്കുന്നു. ಆ ರೀತಿ ಕೊಂಡುಕೊಳ್ತಾ ಇದ್ರು. ചെറിയ ന്യൂ ടെസ്റ്റ്മെന്റ് ഉണ്ട്. ಕೆಲವು ನೀವು ಹೊಸ ಒಡಂಬಡಿಕೆಗಳಿದ್ದವು. അത് നമ്മൾ കൊടുക്കുമ്പോൾ ₹3 കിട്ടും. ಅದು ನಾವು ಅವರಿಗೆ ಕೊಡುವಾಗ ₹3 ಸಿಗ್ತದೆ. അത് മതി, നമുക്ക് സ്വോത്രം ചാപ്പാടിക്കാം. ಅದು ಸಾಕು ನಮಗೆ ಊಟ ಮಾಡಲಿಕ್ಕೆ. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാതെ അവർ വലിച്ചു കയറി കളയും. അതുകൊണ്ടാണ് ₹1 എന്നാലും അതിൻ്റെ വാല്യൂ ഉണ്ട്, അത് കളയത്തില്ല. ನೋಡಿ, ಅದನ್ನು ಉಚಿತವಾಗಿ ಕೊಡ್ತಿಲ್ಲ, ಯಾಕಂದ್ರೆ ಅದನ್ನು ಹರಿದಾಕ್ತಾರೆ. ಆದ್ರಿಂದಲೇ ₹1 ಕೊಡ್ತಿದ್ವು, ಆಗ ಬೆಲೆ ಗೊತ್ತಾಗ್ತದೆ. ചിലരങ്ങനെ പൈസ കൊടുത്ത് മേടിച്ചത് കളയത്തില്ല. ಆದ್ರಿಂದ ಕೆಲವೊಬ್ರು ಹಾಗೆ ಹಣ ಕೊಟ್ಟು ತೆಗೆದುಕೊಂಡದ್ದನ್ನು ಅವರು ಕಲಿಯೋದಿಲ್ಲ. ചിലർ പോയി ഓർഡർ ചെയ്യും. ಕೆಲವು ഈ ഇതില് ഫുഡൊക്കെ ഓർഡർ ചെയ്യും. ಕೆಲವೊಬ್ರು ಆಹಾರಗಳನ್ನೆಲ್ಲ ಬೇಡಿಕೆಯಲ್ಲಿ ಸ್ವಿಗ್ಗಿಯಲ್ಲೆಲ್ಲ ಆರ್ಡರ್ ಮಾಡ್ತಾರೆ. ഒട്ടും കൊള്ളത്തില്ലായിരിക്കും, ಏನೂ ಆಗೋದಿಲ್ಲ ಅಂತ. പൈസ കൊടുത്ത് മേടിച്ചില്ല, അങ്ങ് കഴിക്കുക. ನೋಡಿ, ಹಣ ಕೊಟ್ಟು ತೆಗೆದುಕೊಂಡಿಲ್ಲ ಆದ್ರೂ ಊಟ ಮಾಡ್ತಾರೆ. എന്നിട്ട് എന്ത് ചെയ്യും? പിറ്റേ ദിവസം വൈറ്റ്നസ് പോയില്ല. ನಂತರ ಏನಾಗ್ತದೆ? ಹೊಟ್ಟೆ ನೋವು ಬರ್ತದೆ ಮುಂದಿನ ದಿವಸ. അതിന്റെ ഇരട്ടി പൈസ കൊടുക്കുക ഹോസ്പിറ്റലിൽ. ಆ ಆಹಾರಕ್ಕೆ ಕೊಟ್ಟಂತ 2ರಷ್ಟು ಹಣ ಆಸ್ಪತ್ರೆಗೆ ಕೊಡ್ತಾರೆ. എനിവേ ഞാൻ എൻ്റെ ഒരു അനുഭവം എളുപ്പം പറഞ്ഞിട്ടങ്ങ് പോവാം. ನನ್ನ ಅನುಭವವನ್ನು ತಕ್ಷಣ ಹೇಳಿ ಹೋಗ್ತೇನೆ. എന്നും ആരാ ഈ ഹോസ്പിറ്റൽ പാക്കറ്റ് മേടിക്കുന്നത്? ನೋಡಿ, ಯಾವಾಗಲೂ ಈ ಹಾಸ್ಪಿಟಲ್ ಪ್ಯಾಕೆಟ್ನ ತೆಗೆದುಕೊಳ್ಳುವಂಥದ್ದು. എനിക്ക് പൈസ അവിടുന്ന് അയച്ചു, പക്ഷേ ഹെഡ് ഓഫീസ് അയച്ചു. അതെന്ത് ചെയ്യുന്നറിയോ? തിരിച്ചങ്ങ് പോയി. ನೋಡಿ, ಮುಖ್ಯ ಕಚೇರಿಯಿಂದ ನನಗೆ ಹಣ ಕಳಿಸಿದ್ರು, ಅದು ಏನಾಯ್ತು ಗೊತ್ತಾ? ಮತ್ತೆ ಹಿಂದಿರುಗಿ ಹೋಯ್ತು. കഴിഞ്ഞ ദിവസം പിജാനെ കണ്ണം പറഞ്ഞാടാ, നിനക്ക് ഞാൻ പൈസ അയച്ചിട്ട് തിരിച്ചു വന്നെന്ന് എന്നോട് ഈ ഞങ്ങളുടെ സൂപ്രണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. കാരണം എൻ്റെ കുഴപ്പമില്ല, അച്ഛൻ്റെ കുഴപ്പമില്ല, സൂപ്രണ്ട് കുഴപ്പമില്ല. കാരണം അഡ്രസ്സ് മാറിപ്പോയി, അതങ്ങ് തിരിച്ചു പോയി. ನೋಡಿ, ಕಳೆದ ದಿನಗಳಲ್ಲಿ ನಾನು ಭೇಟಿ ಮಾಡಿದಾಗ ಅವ್ರು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ನಾನು ನಿನಗಾಗಿ ಹಣ ಕಳಿಸಿದ ಅದು ಹಿಂದಿರುಗಿ ಬಂತು ಎಂಬುದಾಗಿ. ನನ್ನ ಸಮಸ್ಯೆ ಅಲ್ಲ, ಸೂಪರಿಂಟೆಂಡೆಂಟ್ ಅವರ ಸಮಸ್ಯೆ ಅಲ್ಲ, ವಿಳಾಸ ತಪ್ಪಾಗಿದ್ದಕ್ಕೆ ಹಿಂದಿರುಗಿ ಹೋಯಿತು. പക്ഷെ ഒരു കാര്യമാണ്, ಅದೇ ಒಂದು ಕಾರ್ಯ, എന്നെ ദൈവം ചിലത് പഠിപ്പിക്കാനാണ്. ದೇವರು ಕೆಲವೊಂದು ನನಗೆ ಕಲಿಸುವುದಕ್ಕಾಗಿ. ഞാൻ പട്ടിണിയായി, വിശന്നു. ನನಗೆ ಹೊಟ್ಟೆ ಹಸಿವಿನಿಂದ ಹಸಿವಾಯಿತು. ഞാൻ ഒരിക്കൽ ഒരു സർദാറിൻ്റെ കടയിൽ പോയി. ನಾನು ಒಂದು ಸರ್ದಾರ್ನ ಅಂಗಡಿಗೆ ಒಂದು ಬಾರಿ ಹೋಗಿ മുഖം വാടിയിരിക്കുന്ന കണ്ടപ്പം പുള്ളി ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ಮುಖ ಬಾಡಿರೋದು ನೋಡಿ ಆ ವ್ಯಕ್ತಿ ಕೇಳಿದ್ರು, ಏನಾಯ್ತು? എനിക്ക് ₹5 കിട്ടിയാൽ സഹരാൻപൂർ ഇപ്പം ഏതാണ്ട് 115 വർഷം മുമ്പുള്ള ഒരു സഭയുണ്ട്, AGയുടെ ഏറ്റവും വലിയൊരു ചർച്ച. ನೋಡಿ, 115 ವರ್ಷದ ಹಳೆಯ ಒಂದು ಸಭೆ, AGಯ ಸಭೆ ಅಲ್ಲಿ ಸಹರಾನ್ಪುರಲ್ಲಿದೆ. അവിടെ എൻ്റെ ഒരു ಸ್ನೇಹಿತൻ പാസ്റ്ററായിരിക്കുന്നു, ഇപ്പോഴും അദ്ദേഹം തന്നെ. ನನ್ನ ಒಬ್ಬ ಸ್ನೇಹಿತನು ಅವರು ಸೇವಕರಾಗಿದ್ದಾರೆ, ಈಗಲೂ ಅದೇ ರೀತಿಯೇ. അവിടെ ചെന്നാൽ ಅಲ್ಲಿಗೆ ಹೋದ್ರೆ രക്ഷപ്പെട്ടു. ನಾವು ಉಳ್ಕೊಂಡ್ವಿ. ₹5 വേണം ಬಸ್ಸಿಗೆ കയറി പോകണമെങ്കിൽ. ನೋಡಿ, ಬಸ್ಸಲ್ಲಿ ಹತ್ತಿ ಆ ಸ್ಥಳಕ್ಕೆ ಹೋಗ್ಬೇಕಾದ್ರೆ ₹5 ಬೇಕು. ഞാൻ ആ സർദാറിനോട് പറഞ്ഞു, ನಾನು ಆ ಸರ್ದಾರ್ನ ಬಳಿ ಹೇಳಿದೆ, നീ ഒരു ബൈബിൾ മേടിക്കണം. ನೀವೊಂದು ಸತ್ಯವೇದ ಕೊಂಡುಕೊಳ್ಬೇಕು. അവൻ പറഞ്ഞ് 2 ഞാൻ ഓൾറെഡി മേടിച്ചു വെച്ചേക്കുവാ. ಅವನು ಹೇಳಿದ್ರೆ, ನಾನು ಈಗಾಗಲೇ 2 ತೆಗೆದುಕೊಂಡಿದ್ದೇನೆ. എൻ്റെ നിസ്സഹായത ഞാൻ പറഞ്ഞു, നീ ഒരെണ്ണോളം മേടിച്ചോ, നിൻ്റെ സ്നേഹിതന് വല്ലതും കൊടുക്കാം. ನಾನು ಮತ್ತೆ ನನ್ನ ನಿಸ್ಸಹಾಯಕತೆಯನ್ನು ನೆನೆಸಿ ಹೇಳಿದೆ, ಇನ್ನೊಂದು ತೆಗೆದುಕೊಂಡು ನಿನ್ನ ಸ್ನೇಹಿತನಿಗಾದ್ರೂ ಕೊಡು. അവൻ മേടിച്ചിട്ട് എനിക്ക് പൈസ തന്നു. ಆತನು ಕೊಂಡುಕೊಂಡು ನನಗೆ ಪೈಸೆ ಕೊಟ್ಟನು. ആ പൈസയും കൊണ്ട് ഞാൻ നേരെ സഹരാൻപൂർ എൻ്റെ സ്നേഹിതൻ്റെ അടുക്കൽ ചെന്നു. ಆ ಹಣದಿಂದ ನಾನು ನನ್ನ ಸಹರಾನ್ಪುರ್ನಲ್ಲಿರುವ ಸ್ನೇಹಿತನ ಬಳಿಗೆ ಹೋದನು. ആ സഹോദരൻ, ഞങ്ങളെല്ലാം ബാച്ചിലറാ. ನಾವೆಲ್ಲರೂ ಅವಳು ಅವಿವಾಹಿತರು. അദ്ദേഹം ഇത്രയേ ഉള്ളൂ, ഒരു ചരുവത്തി ഇത്ര ഒരു പിടി അരിയിട്ട് പുള്ളി വെന്തോണ്ടിരിക്കുക. ಒಂದು ಇಡೀ ಅಕ್ಕಿ ಇಟ್ಟು ಅದು ಬೇಯ್ತಾ ಇದೆ ಒಲೆಯಲ್ಲಿ. മണ്ണെണ്ണ സ്റ്റൗവിൻ്റെ പൂന്നുള്ള സൗണ്ട് അതങ്ങ് താഴെ കേൾക്കാം. ഇതിങ്ങനെ തിളയ്ക്കുന്ന ഇതിനെ മണം പിടിച്ചാൽ ഞാൻ കയറി ചെല്ലുന്നത്. ಗಮನಿಸಿ, ಇದು ಸೀಮೆಎಣ್ಣೆ ಸ್ಟವ್ನ ಶಬ್ದ ಜೋರಾಗಿ ಬರ್ತಾ ಇದೆ. ಅದನ್ನು ಆ ವಾಸನೆಯಿಂದ ಅದನ್ನು ಗುರ್ತಿಡಿದು ಹೋದೆ. ആ ദേവദാസൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ಆ ದೇವದಾಸನು ಓಡಿ ಬಂದು ನನ್ನ ತಬ್ಬಿಕೊಂಡ್ರು. ഞാൻ പറഞ്ഞു, കെട്ടിപ്പിടിക്കാനൊന്നും പറ്റത്തില്ല. ನಾನು ಹೇಳಿದೆ, ತಬ್ಬಿಕೊಳ್ಳಲು ಸಾಧ್ಯವಿಲ್ಲ, എനിക്ക് വിശക്കുന്നു. ನನಗೆ ಹೊಟ್ಟೆ ಹಸಿವಾಗ್ತಾ ಇದೆ. ആദ്യമായിട്ട് ഞാൻ വിശക്കുന്ന ഒരു അനുഭവം. ಪ್ರಥಮವಾಗಿ ನನಗೆ ಹೊಟ್ಟೆ ಹಸಿವಿನ ಒಂದು ಅನುಭವ. ഇത്രയും പറഞ്ഞിട്ട് കട്ടിലേക്കായിട്ട് അങ്ങ് വീണ്. ನಾನು ಇಷ್ಟು ಹೇಳಿ ಮತ್ತೆ ಆ ಮಂಚದಲ್ಲಿ ನಾನು ಮಲಗೆ. കഴിഞ്ഞ ദിവസം ആ ദേവാസം പറഞ്ഞ അന്നത്തെ ആ ചോറിൻ്റെ ടേസ്റ്റ് ഇതുവരെ ഒന്നും ഇല്ല. ನೋಡಿ, ಕಳೆದ ದಿನಗಳಲ್ಲಿ ಆ ದೇವದಾಸರು ಹೇಳಿದ್ರು, ಆಗ ಊಟ ಮಾಡಿದ್ವಲ್ಲ ಆ ಅನ್ನದ ರುಚಿ ಇದುವರೆಗೂ ಯಾವುದ್ರಲ್ಲೂ ಸಿಕ್ಕಿಲ್ಲ. എന്നോട് പറയാ, കറിയൊന്നും ഇല്ലെന്ന്.
ನನ್ನೊಟ್ಟಿಗೆ ಹೇಳಿದ್ರು ನಂಚ್ಕೊಳ್ಳೋದಕ್ಕೆ ಏನು ಕರಿ ಇಲ್ಲ. എടാ വിശക്കുന്നവന് ഡിമാൻഡ് ഇല്ലെന്നേ. ನಾನು ಹೇಳಿದೆ ಹೊಟ್ಟೆ ಹಸಿವನಿಗೆ ಬೇಡಿಕೆ ಇರೋದಿಲ್ಲ. അവൻ എന്ത് കിട്ടിയാലും സ്തോത്രം ചെയ്താൽ കഴിക്കുക. ಆತನಿಗೆ ಏನು ಸಿಕ್ಕಿದ್ರು ಸ್ತೋತ್ರ ಮಾಡಿ ಊಟ ಮಾಡ್ತಾನೆ. Praise the Lord. ಹಾಲೆಲೂಯಾ. ദൈവം ചില മേഖലയിലുള്ള നിന്നെ കടത്തി വിടുന്നത്. ದೇವರು ಕೆಲವು ನೆಲೆಗಳಲ್ಲಿ ನಿನ್ನನ್ನು ಸಾಗ ಕಳುಹಿಸುವುದು. വിശക്കുന്നു എന്ന് പറഞ്ഞു ഒരുത്തൻ നിന്റെ അടുക്കൽ വന്നാൽ, ಹೊಟ್ಟೆ ಹಸಿವು ಎಂಬುದಾಗಿ ನಿನ್ನ ಬಳಿಗೆ ಒಂದು ವ್ಯಕ್ತಿ ಬಂದರೆ, അവനെ പോഷിപ്പിക്കാനാ, ಆತನನ್ನು ಪೋಷಿಸುವುದಕ್ಕಾಗಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. അപ്പൊ മോശ എന്ന ദൈവപുരുഷനെ ദൈവാത്മാവോ ശക്തിയോടെ മിസ്രൈമിലേക്ക് അയക്കുക. ಹಾಗಾದ್ರೆ ಮೋಶೆ ಎಂಬುದಾಗಿರೋ ದೇವ ಪುರುಷನನ್ನು ದೇವರಾತ್ಮನು ಶಕ್ತಿಯಿಂದ ಐಗುಪ್ತಕ್ಕೆ ಕಳುಹಿಸಿದನು. മോശ അവിടെ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ಮೋಶೆ ಅಲ್ಲಿ ದೇವರೊಟ್ಟಿಗೆ ಹೇಳಿದ ಒಂದು ಕಾರ್ಯ ಉಂಟು. ആമേ ദൈവമേ, ആമേ എനിക്ക് സംസാരിക്കാൻ ഒക്കത്തില്ല. ದೇವರೇ, ನನಗೆ ಮಾತನಾಡಲಿಕ್ಕೆ ಬರೋದಿಲ್ಲ. തടിച്ച നാവുണ്ട്, വിക്കുണ്ട്. ದಪ್ಪ ನಾಲಿಗೆಯವನು, ತೊದಲು ಮಾತಿನವನು. ഞാൻ എങ്ങനെയാണ് പോകുന്നത്? ನಾನು ಹೇಗೆ ಹೋಗೋದು? നീ സംസാരിച്ചപ്പോഴും അതിനുശേഷവും എൻ്റെ വിക്ക് അങ്ങനെ തന്നെ നിൽക്കുക. ನೀನು ಮಾತನಾಡಿದ ನಂತರವೂ ನನ್ನ ತೊದಲು ಮಾತು ಹಾಗೇ ಇದೆ. നീ ഒന്നും പേടിക്കണ്ട, നിന്റെ ആദരത്തോടു കൂടെ ഞാനുണ്ട്. ಆಗ ದೇವರು ಹೇಳಿದನು, ನೀನು ಭಯಪಡಬೇಡ, ನಿನ್ನ ತುಟಿಗಳೊಟ್ಟಿಗೆ ನಾನಿದ್ದೇನೆ. ഹല്ലേലൂയ. ഒരു വലിയ അധികാരം ദൈവന് കൊടുത്തു. ಒಂದು ದೊಡ್ಡ ಅಧಿಕಾರ ದೇವರು ಮೋಶೆಗೆ ಕೊಟ್ಟನು. ഇന്ന് പകൽ ചില അധികാരങ്ങൾ പരിശുദ്ധാത്മാവ് കൈമാറാൻ പോകുകയാണ്. ಈ ಹಗಲು ವೇಳೆ ಒಂದು ಕೆಲವು ಅಧಿಕಾರಗಳು ದೇವರು ಹಸ್ತಾಂತರಿಸಲಿದ್ದಾನೆ. ഭൂതത്തിന്റെ മേൽ നിനക്ക് അധികാരം തരാൻ പോകുകയാണ്. ದೆವ್ವದ ಮೇಲೆ ನಿನಗೆ ಅಧಿಕಾರ ದೇವರು ಕೊಡಲಿದ್ದಾನೆ. രോഗത്തിന്റെ മേൽ ഒരു അധികാരം നിനക്ക് തരാൻ പോകുകയാണ്. ವ್ಯಾಧಿಯ ಮೇಲೆ ದೇವರು ಅಧಿಕಾರ ಕೊಡಲಿದ್ದಾನೆ. സകല ബന്ധനത്തിന് മേൽ നിനക്കൊരു അധികാരം തരാൻ പോകുകയാണ്. ಸರ್ವ ಬಂಧನಗಳ ಮೇಲೆ ನಿನಗೆ ಒಂದು ಅಧಿಕಾರ ಕರ್ತನ ഒരു ಕೊಡಲಿದ್ದಾನೆ. വലിയ ആത്മീയ അധികാരം ദൈവം നിനക്ക് കൈമാറാൻ പോകുകയാണ്. ಒಂದು ದೊಡ್ಡ ಆತ್ಮೀಕ ಅಧಿಕಾರ ದೇವರು ನಿನಗೆ ಹಸ್ತಾಂತರಿಸಲಿದ್ದಾನೆ. എവിടെ തീ ഇറങ്ങുന്നുണ്ടോ, ಎಲ್ಲಿ ಬೆಂಕಿ ಇಳಿಯುತ್ತದೋ അവിടെ ദൈവിക വിടുതൽ വ്യാപരിക്കും. ಅಲ್ಲಿ ದೈವಿಕ ಬಿಡುಗಡೆ ವ್ಯಾಪರಿಸುತ್ತದೆ. ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ഒരു ദൈവിക വിടുതൽ വ്യാപരിക്കാൻ ಈ പോകുകയാണ്. ಹಗಲು ವೇಳೆ ನಿಮ್ಮ ಮೇಲೆ ಒಂದು ದೈವಿಕ ಬಿಡುಗಡೆ ಅನುಭವಿಸಲಿದ್ದೀರಿ. തീ ഇന്ന് പകൽ ചില ക്രിയകൾ ചെയ്യാൻ പോവുകയാണ്. ಬೆಂಕಿ ಈ ಹಗಲು ವೇಳೆ ಕೆಲವು ಕಾರ್ಯಗಳನ್ನು ಮಾಡಲಿಕ್ಕಿದೆ. എത്ര പേര് വിശ്വസിക്കും? ಎಷ್ಟು ಜನ ನಂಬುತ್ತೀರಿ? ഇനി തീ ഇറങ്ങിയാൽ ഉണ്ടാകുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ಇನ್ನೊಂದು ಕಾರ್ಯ, ಬೆಂಕಿಳಿದಾಗ ಉಂಟಾಗುವಂತಹ ಸಂಗತಿ ಏನು ಎಂಬುದಾಗಿ ಹೇಳಿ ಪ್ರಾರ್ಥಿಸಲು ಹೋಗಿದ್ದೇವೆ. ന്യായാധിപന്മാരുടെ പുസ്തകം ನ್ಯಾಯಸ್ಥಾಪಕರ ಪುಸ್ತಕ 15-ാം അധ്യായം 15ನೇ ಅಧ್ಯಾಯ അതിന്റെ 14-ാം വാക്യം. ಅದರ 14ನೇ ವಾಕ್ಯ. ന്യായസ്ഥാപಕರು 15:14. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് വീണ് ദ്രവിച്ചു പോയി. മതി. ಸಂಸೋನನು ಲೇಹಿಯ ಸಮೀಪಕ್ಕೆ ಬರಲು ಫಿಲಿಸ್ಟಿಯರು ಅವನನ್ನು ಕಂಡು ಆರ್ಭಟಿಸಿದರು. ಯೆಹೋವನ ಆತ್ಮವು ಅವನ ಮೇಲೆ ಬಂದದ್ದರಿಂದ ಅವನ ರೆಟ್ಟೆಗಳಿಗೆ ಸುತ್ತಲೂ ಕಟ್ಟಿದ ಹಗ್ಗಗಳು ಸುಟ್ಟು ಸೆಣಬಿನ ಹಾಗಾದವು. ಹಾಗೆ ಕೈಗೆ ಹಾಕಿದ ಬೇಡಿಗಳು ಕಳಚಿ ಬಿದ್ದವು. തീ എവിടെ ഇറങ്ങുമോ ബന്ധനങ്ങൾ അഴിയും. ಎಲ್ಲಿ ಬೆಂಕಿ ಇಳಿಯುತ್ತದೋ ಬಂಧನಗಳು ಕಳಚಿ ಬೀಳುತ್ತದೆ. ഏത് ബന്ധനത്തെ അഴിക്കാൻ തീക്ക് കഴിയും. ಎಂಥ ಬಂಧನಗಳನ್ನು ಕಳಚಿ ಬಿಸಾಡಲು ಬೆಂಕಿಗೆ ಸಾಧ್ಯ. ഇവിടെ ശിംശോനെ കുറിച്ചാണ് പറയുന്നത്. ಇಲ್ಲಿ ಸಂಸೋನನ ಬಗ್ಗೆ ಹೇಳಲ್ಪಟ್ಟಿರುವುದು. ശിംശോൻ ഭയങ്കര ശക്തിശാലിയാ. ಸಂಸೋನನು ಬಹಳ ಬಲಶಾಲಿ. അവനെ കുറിച്ച് നാസി വ്രതമനുഷ്ഠിക്കുന്നവനാ. ಆತನ ಬಗ್ಗೆ ಹೇಳುವಂತದ್ದು ನಾಜೀರ ವ್ರತ ಮಾಡುವತನು ಎಂಬುದಾಗಿ. അവന്റെ പ്രമാണം വേറെയാ. ಆತನ ಪ್ರಮಾಣವು ವ್ಯತ್ಯಾಸವಾದದ್ದು. അവന് ശവത്തെ തൊടാൻ പാടില്ല. ಆತನು ಶವವನ್ನು ಮುಟ್ಟುವಂತಿಲ್ಲ. മുടി കത്തിരിക്കാൻ പാടില്ല. ಕೂದಲು ಕತ್ತರಿಸುವಂತಿಲ್ಲ. മുന്തിരിയിലെ യാതൊന്നും അനുഭവിക്കാൻ പാടില്ല. ದ್ರಾಕ್ಷಲತೆಗಳ ಯಾವುದನ್ನು ಅನುಭವಿಸಲು ಸಾಧ್ಯತೆ ಇಲ್ಲ. സാധാരണ ജനത്തെക്കാൾ വേറൊരു പ്രമാണമാണ്. ಸಾಮಾನ್ಯ ವರ್ಗದವರಿಗಿಂತ ಮತ್ತೊಂದು ವ್ಯತ್ಯಾಸವಾದ ಪ್ರಮಾಣ. ദൈവം തന്ന പ്രമാണത്തിൽ നീ നിന്നാൽ, ದೇವರು ಕೊಟ್ಟ ಆ ಪ್ರಮಾಣದಲ್ಲಿ ನೀನು ನಿಂತರೆ, ഹല്ലേലൂയ, നിന്റെ ശക്തി വർദ്ധിച്ചു വരും. ನಿನ್ನ ಶಕ್ತಿ ಹೆಚ್ಚಾಗುತ್ತಲೇ ಇರುತ್ತದೆ. പ്രമാണം വിട്ടാൽ, ಪ್ರಮಾಣ ಬಿಟ್ರೆ നിന്റെ ശക്തി നഷ്ടപ്പെടും. ನಿನ್ನ ಶಕ್ತಿ ನಷ್ಟವಾಗ್ತದೆ. തന്നവന് എടുക്കാനുള്ള അധികാരമുണ്ട്. ಕೊಟ್ಟವನಿಗೆ ತೆಗೆಯುವಂತ ಅಧಿಕಾರವೂ ಉಂಟು. ജീവൻ തന്നവന് ജീവൻ എടുക്കാൻ അധികാരമുണ്ട്. ಜೀವ ಕೊಟ್ಟವನಿಗೆ ಜೀವ ತೆಗೆಯುವ ಅಧಿಕಾರ ಉಂಟು. ആത്മാവ് തന്നവന് ആത്മാവിനെ എടുക്കാൻ അധികാരമുണ്ട്. ಆತ್ಮವನ್ನು ಕೊಟ್ಟವನಿಗೆ ಆತ್ಮವನ್ನು ತೆಗೆಯುವ ಅಧಿಕಾರ ಉಂಟು. അമ്മ പ്രമാണത്തിൽ നിന്നാൽ, ನೀವು ಪ್ರಮಾಣ ನ್ಯಾಯ ಪ್ರಮಾಣದಲ್ಲಿ ನಿಂತರೆ ഈ ആത്മാവ് നിന്നോട് കൂടെ എന്നും ഉണ്ടാകും. ಈ ಆತ್ಮನು ಯಾವಾಗಲೂ ನಿನ್ನ ಸಂಗಡವೇ ಇರುತ್ತಾನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഇവിടെ ആമ ശിംശോനെ ഹല്ലേലൂയ ഫെലിസ്ത്യർക്ക് ഭയമാ. ಇಲ್ಲಿ ಸಂಸೋನನ್ನು ಕಂಡ್ರೆ ಫಿಲಿಸ್ಟರಿಗೆ ಭಯ. എന്താണ് അവർ ഭയപ്പെടുന്നത്? ಯಾಕೆ ಅವರು ಭಯ ಪಡುತ್ತಾರೆ? കാരണം ഇവന്റെ മേൽ വലിയൊരു ആത്മശക്തിയുണ്ട്. ಯಾಕಂದ್ರೆ ಇವನ ಮೇಲೆ ಒಂದು ದೊಡ್ಡ ಆತ್ಮನ ಶಕ್ತಿ ಇದೆ. ആ ശക്തിയുടെ മുന്നിൽ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. ಆ ಶಕ್ತಿಯ ಮುಂದೆ ಯಾರು ನಿಲ್ಲಲು ಸಾಧ್ಯವಿಲ್ಲ. അപ്പം ഫെലിസ്ത്യർക്ക് എന്നും ഒരു തലവേദനയായിരുന്നു. ಆಗ ಫಿಲಿಸ್ಟರಿಗೆ ಈತನ ಒಂದು ದೊಡ್ಡ ತಲೆನೋವಾಗಿದ್ದನು. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ಆದ್ರಿಂದ ಇಸ್ರಾಯೇಲ್ ಜನರೊಟ್ಟಿಗೆ ಹೇಳಿದನು, ഞങ്ങൾ നിങ്ങളെ വിട്ടുപോകേണ്ടതിന് ನಾವು ನಿಮ್ಮನ್ನು ಬಿಟ್ಟು ಹೋಗುವುದಕ್ಕಾಗಿ ആ ശിംശോനെ ഞങ്ങൾക്ക് വേണം. ನೀವು ಸಂಸೋನ ನಮಗೆ ಕೈಗೆ ಒಪ್ಪಿಸಿ. പിശാചിനെ എല്ലാരെയും
വേണ്ട, ಸೈತಾನನಿಗೆ ಎಲ್ಲರೂ ಬೇಕಾಗಿಲ್ಲ, അഭിഷേകമുള്ളവനെ വേണ്ട, ಅಭಿಷೇಕ ಇರುವವನೇ ಬೇಕು, എന്തെങ്കിലും യുദ്ധം ചെയ്യുന്നവനെ വേണ്ട, ಯುದ್ಧ ಮಾಡುವ ಆತನೇ ಬೇಕಾಗಿರುವುದು, പോരാടി പ്രാർത്ഥിക്കുന്നവനെ തകർക്കണം. ಹೋರಾಡಿ ಪ್ರಾರ್ಥಿಸುವವನು ನಾಶಪಡಿಸಬೇಕು. അപ്പൊ ഇസ്രായേൽ ജനം അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ಆಗ ಇಸ್ರಾಯೇಲರು ಆತನ ಕರೆದು ಹೇಳಿದರು, നിന്നെ ഞങ്ങൾ കെട്ടി ഞാൻ കൊടുക്കട്ടെ, ನಾವು ನಿಮ್ಮನ್ನು ಕಟ್ಟಿ ಆತನಿಗೆ ಒಪ್ಪಿಸುತ್ತೇವೆ, നീ ദയവിട്ട് ഞങ്ങൾക്ക് കെട്ടാൻ കൈ തരാൻ പറഞ്ഞു. ದಯಮಾಡಿ ನಿಮ್ಮ ಕೈಗಳನ್ನು ಕಟ್ಟುವುದಕ್ಕೆ ನಮಗೆ ಕೊಡು ಎಂಬುದಾಗಿ ഒരു ಕೇಳಿಕೊಂಡ್ರು. പുതിയ കയറ് കൊണ്ടുവന്ന് ಒಂದು ಹೊಸ ಹಗ್ಗವನ್ನು ತಂದು അവന്റെ കൈകൾ കെട്ടി. ಆತನ ಕೈಗಳನ್ನು ಕಟ್ಟಿ. എന്തിനാ പുതിയ കയറ്? ಯಾಕೆ ಹೊಸ ಹಗ್ಗ? ഒരു കാരണവശാലും ഈ കെട്ടഴിയാൻ പാടില്ല. ನೋಡಿ, ಎಂದಿಗೂ ಈ ಒಂದು ಹಗ್ಗ ಬಿಚ್ಚಬಾರದು. ಅದಕ್ಕಾಗಿ അവൻ നല്ലപോലെ കുരുക്കി കെട്ടി വെച്ചേക്കുക. ಬಹಳ ಗಟ್ಟಿಯಾಗಿ ಹಿಡಿದು ಕಟ್ಟಿಟ್ಟಿದ್ದಾರೆ. അവൻ ഒരു കാര്യം അവരോട് പറഞ്ഞു, ಆತನು ಒಂದು ಕಾರ್ಯ ಅವರೊಟ್ಟಿಗೆ ಹೇಳಿದನು, നിങ്ങൾ എന്നെ കൊല്ലരുത്, ನೀವು ನನ್ನನ್ನು ಕೊಲ್ಲಬಾರದು, അവൻ കെട്ടിക്കോളാൻ പറഞ്ഞു. ನೀವು ಕಟ್ಟಿಕೊಳ್ಳ್ರಿ ಎಂಬುದಾಗಿ ಬಿಟ್ಟುಕೊಟ್ಟನು. എത്ര വേണേലും കെട്ടിക്കോളാം. ಎಷ್ಟು ಬೇಕಾದ್ರೂ ಕಟ್ಟಿಕೊಳ್ಳ್ರಿ. Praise the Lord. ಹಾಲೆಲೂಯಾ. പുതിയ കയറ്, ಹೊಸ ಹಗ್ಗ. ദൈവാത്മാ പറയുക, ದೇವರಾತ್ಮನು ಹೇಳುತ್ತಿದ್ದಾನೆ. പഴയ ബന്ധനം ഒന്നുമല്ല ഇപ്പോഴത്തെ ബന്ധനം. ನೋಡಿ, ಈಗಿರುವಂತ ಬಂಧನ ಹಳೆಯ ಬಂಧನವಲ್ಲ. ആമേ, ഇപ്പോഴത്തെ ബന്ധനം ഡിജിറ്റൽ ബന്ധനമാ. ಈಗಿರುವಂತ ಬಂಧನ ಆಧುನಿಕತೆಯ ಬಂಧನ. ഓജ പോലുള്ള ഡിജിറ്റൽ ബന്ധനങ്ങളാണ് ഇപ്പോഴുള്ളത്. ನೋಡಿ, ಈಗಿರುವಂತ ಆಧುನಿಕತೆಯ ಉಪಕರಣಗಳ ಬಂಧನಗಳೇ ಈಗಿರುವಂತದ್ದು. കമ്പ്യൂട്ടറിൽ നിന്നെ ബന്ധിക്കും, ಕಂಪ್ಯೂಟರ್ ನಿನ್ನನ್ನು ಬಂಧಿಸುತ್ತದೆ. ഇനി വരുന്ന കാലത്ത് ഇതിലും മേലെ ബന്ധനങ്ങൾ ഉണ്ടാകാം. ಇನ್ನು ಮುಂಬರುವ ದಿನಗಳಲ್ಲಿ ಇದಕ್ಕಿಂತಲೂ ಹೆಚ್ಚಾದ ಬಂಧನಗಳು ಉಂಟಾಗ್ತದೆ. എത്ര പുതിയ ബന്ധനം കൊണ്ടുവന്നാലും, ನಿನಗೆ ಎಷ್ಟು ಹೊಸ ಬಂಧನ ಬಂದರೂ ദൈവത്തിന്റെ തീ അതിനെ ദഹിപ്പിക്കാൻ കഴിവുള്ളതാ. ದೇವರ ಬೆಂಕಿ ಅದನ್ನು ದಹಿಸಲು ಸಾಧ್ಯವಾದದ್ದು. സകല ബന്ധനങ്ങളെ അഴിക്കാൻ ദൈവത്തിന്റെ തീക്ക് കഴിയും. ಸಕಲ ಬಂಧನಗಳನ್ನು ಕಳಚಿ ಹಾಕುವುದಕ್ಕೆ ದೇವರ ಬೆಂಕಿಗೆ ಸಾಧ್ಯ. അതാണ് ഈ ആത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്. ಅದೇ ಈ ಆತ್ಮನ ಶಕ್ತಿ ಎಂಬುದಾಗಿ ಹೇಳುವಂತದ್ದು. ബന്ധനങ്ങളെ അഴിക്കും, ಬಂಧನಗಳನ್ನು ಕಳಚಿ ಬಿಸಾಡುತ್ತದೆ. ബന്ധനങ്ങൾ കേറി വരുന്ന വഴി നമുക്കറിയത്തില്ല. ಈ ಬಂಧನಗಳು ಹತ್ತಿ ಬರುವಂತ ದಾರಿ ನಮಗೆ ಗೊತ್ತಾಗೋದಿಲ್ಲ. ഒരിക്കൽ വയനാട്ടിൽ മീറ്റിങ്ങിന് പോയി. ಒಂದು ಬಾರಿ ವಯನಾಡಿನಲ್ಲಿ ಒಂದು ಕೂಟಕ್ಕೆ ಹೋಗಿದ್ದೆನು. ബൈബിൾ വായിക്കുന്ന ഒരു നല്ല സഹോദരി ഫ്രണ്ട് ഇരിപ്പുണ്ട്. ನೋಡಿ, ಸತ್ಯವೇದ ಓದುವಂತ ಒಂದು ಒಳ್ಳೆಯ ಸಹೋದರಿ ನನಗೆ ಸ್ನೇಹಿತರಾಗಿದ್ರು. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ അവർ കുടുംബമായി പ്രാർത്ഥിക്കാൻ വന്നു. ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ വന്നു, അവരും പ്രാർത്ഥിക്കാൻ വന്നു. ಪ್ರಾರ್ಥನೆ ಎಲ್ಲ ಮುಗಿದ ನಂತರವಾಗಿ ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆಗಾಗಿ ಬಂದರು, ಅವರು ಸಹ ಬಂದರು. ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ಈ ಸಹೋದರಿಗಾಗಿ ಪ್ರಾರ್ಥಿಸಿದಾಗ ഉള്ളിലൊരു ഭൂതം വെളിപ്പെട്ടു. ಆ ವ್ಯಕ್ತಿಯಲ್ಲಿ ಒಂದು ದೆವ್ವ ಪ್ರಕಟಗೊಂಡಿತ್ತು. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുവാ നിനക്ക്? ನಾನು ಆಗ ಕೇಳಿದ, ಸಹೋದರಿ ನಿನಗೆ ಏನಾಗಿದೆ? നീ എവിടുന്ന് വന്ന? ನೀನು ಎಲ್ಲಿಂದ ಬಂದದ್ದು? ഞാൻ കരണ്ടിലൂടെ വന്ന്, കരണ്ടിലൂടെ. ಆ ದೆವ್ವ ಹೇಳಿತು, ನಾನು ಕರೆಂಟಿನಿಂದ ಬಂದದ್ದು. അപ്പൊ എനിക്ക് തോന്നി കരണ്ട് സംബന്ധമായി എന്തോ വിഷയമുണ്ട്. ಆಗ ನನಗೆ ತೋಚಿತು, ಕರೆಂಟ್ ಸಂಬಂಧವಾಗಿ ಏನೋ ಒಂದು ವಿಷಯ ಇದೆ. ഞാൻ വിചാരിച്ച് മീറ്ററിൽ ഏരാഫേരി വല്ലതും ചെയ്താന്ന് വിചാരിച്ചു. ನಾನು ಎನಿಸಿದೆ, ಈ ಮೀಟರ್ನಲ್ಲಿ ಏನಾದರೂ ತಪ್ಪುಗಳನ್ನು ಎಸಗಿದ್ದಾರೆ ಎಂಬುದಾಗಿ. കറണ്ട് ചാർജ് കൊടുക്കാൻ വയ്യാത്തോണ്ടേ, ಕರೆಂಟ್ ಚಾರ್ಜ್ ಕಟ್ಟದೇ ಇರುವ ಕಾರಣವೇ. അങ്ങനൊന്നും ചെയ്യരുത്, വലിയ ಆ ರೀತಿ ಮಾಡಬಾರ್ರಿ. ಕರೆಂಟ್ ಚಾರ್ಜ್ ಕರೆಕ್ಟಾಗಿ ಕಟ್ರಿ, ಅದು ದೊಡ್ಡ ಪಾಪ. ഹല്ലേലൂയ. ഫ്രീ ആയിട്ട് നമുക്കൊന്നും വേണ്ട. ಉಚಿತವಾಗಿ ನಮಗೆ ಯಾವುದು ಬೇಡ. ന്യായവും കാര്യങ്ങൾ ന്യായത്തിന് വേണ്ടി നിന്നോണം. ನ್ಯಾಯಕ್ಕಾಗಿ ನಿಲ್ಲಬೇಕು. അപ്പം ഞാൻ ചോദിച്ച ഭർത്താവിനോട്, എന്തോ കറണ്ട് സംബന്ധമായ വിഷയമുണ്ടല്ലോ. ಆಗ ಗಂಡನ ಬಳಿ ನಾನು ಕೇಳಿದೆ, ಇವ್ರಿಗೆ ಏನೋ ಕರೆಂಟ್ ವಿದ್ಯುತ್ ಶಕ್ತಿ ಸಂಬಂಧವಾದ ವಿಷಯ ಇದೆಯಲ್ಲ. പുള്ളി ഇങ്ങനെ ഓർത്തിട്ട് പറയുക, ಆಗ ಗಂಡನು ಸ್ವಲ್ಪ ಆಲೋಚಿಸಿ ಹೇಳಿದ್ರು, ഞങ്ങളുടെ അടുത്തൊരു അമ്പലമുണ്ട്, ನಮ್ಮ ಮನೆಯ ಪಕ್ಕದಲ್ಲಿ ಒಂದು ದೇವಾಲಯ ಇದೆ, അവിടെ വലിയ ഉത്സവം നടക്കുക. ಅಲ್ಲಿ ದೊಡ್ಡ ಜಾತ್ರೆಗಳು ನಡೆಯುತ್ತದೆ. ആമേ രാത്രിയില് കറണ്ട് അങ്ങ് കട്ടായി പോയി. അവരുടെ ರಾತ್ರಿಯಲ್ಲಿ ಅವರ ವಿದ್ಯುತ್ ಶಕ್ತಿಗಳು ಕಟ್ಟಾಗಿ ಸ್ಥಗಿತವಾಯಿತು. അപ്പൊ ഈ കമ്മിറ്റി അംഗങ്ങൾ ഓടി വന്ന് ഇവനോട് പറഞ്ഞു. ಆಗ ಸಮಿತಿಯವರೆಲ್ಲ ಓಡಿ ಬಂದು ಈತನ ಬಳಿಗೆ ಹೇಳಿದ್ರು, സഹോദര കറണ്ട് വരണം, ಸಹೋದರನೇ ನಮಗೆ ವಿದ್ಯುತ್ ಶಕ್ತಿ ಕೊಡಿಸು, ഞങ്ങളതിന് പൈസ തരാം. ನಾವು ಅದಕ್ಕೆ ಬೇಕಾದ ಹಣ ಕೊಡ್ತೇವೆ. സഹോദരൻ പറഞ്ഞു തരത്തില്ല. ಆ ಸಹೋದರನು ಹೇಳಿದ್ರು, ಇಲ್ಲ ಕೊಡೋದಿಲ್ಲ. ആ സഹോദരന്റെ അമ്മയും പറഞ്ഞു തരത്തില്ല. ಅವ್ರ ತಾಯಿ ಹೇಳಿದ್ರು ಕೊಡೋದಿಲ್ಲ. ഈ സഹോദരി പറയുക, ಈ ಸಹೋದರಿ ಹೇಳಿದ್ರು, അയ്യോ നമ്മുടെ അയൽവക്കക്കാരില്ലേ, നാളെയും കാണേണ്ടതില്ലയോ, കൊടുക്കുന്നതിന് എന്തോ കുഴപ്പം. ಅಯ್ಯೋ, ಇವರು ನಮ್ಮ ನೆರೆಯವರಲ್ಲವೇ, ನಾಳೆಯವರು ನೋಡ್ಬೇಕಲ್ಲ, ಕೊಡೋದ್ರಲ್ಲಿ ಏನು ಸಮಸ್ಯೆ? നീ അയൽവക്കക്കാർക്കല്ല കൊടുത്തത്, ನೀನು ಕೊಟ್ಟಿದ್ದು ನೆರೆಯವನಿಗಲ್ಲ, അവിടെ കുടിയിരിക്കുന്ന പിശാചിന കൊടുത്തു. ಅಲ್ಲಿ ವಾಸವಾಗಿರುವ ಸೈತಾನನಿಗೆ ಕೊಟ್ಟಿ. ആ കറണ്ടിലൂടെ ഈ ശരീരത്തേക്ക് കയറി വന്നു. ಆ ಕರೆಂಟ್ನ ಮುಖಾಂತರವಾಗಿ ಈ ಶರೀರಕ್ಕೆ ಹತ್ತಿ ಬಂತು. ബന്ധനം വരുന്ന വഴി നമുക്കറിയത്തില്ല, ಬಂಧನ ಬರುವಂತ ದಾರಿ ನಮಗೆ ಗೊತ್ತಾಗೋದಿಲ್ಲ. അതുകൊണ്ട് ആമേ പിശാചിനോട് കോംപ്രമൈസിന് പോകരുത്. ಆದ್ದರಿಂದ ಸೈತಾನೊಟ್ಟಿಗೆ ಸಂಧಾನಕ್ಕೆ ಹೋಗಬೇಡ್ರಿ. എതിർക്കേണ്ടടുത്ത് എതിർത്ത് നിന്നോണം. ಯಾವಾಗಲೂ ಎದುರಿಸುವವನು ಎದುರಿಸಬೇಕು. നീ സാത്താനോട് എതിർത്ത് നിന്നാൽ ಸೈತಾನನು ನಿನ್ನನ್ನು ಎದುರಿಸಿದ್ರೆ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. ಆತನು ನಿನ್ನನ್ನು ಬಿಟ್ಟು ಓಡಿ ಹೋಗ್ತಾನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഏത് ബന്ധനത്തെയും തീക്ക് തകർക്കാൻ കഴിയും. ಯಾವ ಬಂಧನವಾದರೂ ಕಳಚಿ ಹಾಕುವುದಕ್ಕೆ ಬೆಂಕಿಗೆ ಶಕ್ತಿ ಉಂಟು. ശിംശോനെ ബന്ധിച്ച് ആമേ ഫെലിസ്ത്യരുടെ അടുത്ത് കൊണ്ടുവന്നു. ಸಂಸೋನನನ್ನು ಬಂಧಿಸಿ ಕಟ್ಟಿ ಫಿಲಿಸ್ಟರ ಬಳಿಗೆ ಕರೆತಂದರು. അവൻ ആർത്ത് അട്ടഹസിച്ചു.
ആർത്തു. ಅವರೆಲ್ಲರೂ ಆರ್ಭಟಿಸಿದರು. ഉടനെ തീ ഇറങ്ങി. ತಕ್ಷಣ ಬೆಂಕಿ ಇಳಿಯಿತು. ആകാശത്തും തീ ഇറങ്ങി. ಆಕಾಶದ ಬೆಂಕಿ ಇಳಿಯಿತು. അവരുടെ ബന്ധനങ്ങളെ അഴിച്ചു. ಅವರ ಬಂಧನವೆಲ್ಲ ಕಳಚಿ ಹಾಕಿತು. ആമേ, അത് കരിഞ്ഞ് ചണനൂല് പോലെ ദ്രവിച്ചു പോയി. ಆ ಹಗ್ಗಗಳು ಸುಟ್ಟ ಸೆಣಬಿನ ಹಾಗಾದವು. അത് ദ്രവിച്ചു പോയി. ಅದೆಲ್ಲ ದ್ರವದ ರೀತಿಯಲ್ಲಿ ಮಾರ್ಪಟ್ಟವು. ഇന്ന് പകൽ നമ്മൾ ഇവിടെ ആരാധിക്കാൻ പോകുകയാണ്. ಈ ಹಗಲು ವೇಳೆ ಇಂದು ನಾವು ಆರಾಧಿಸಲಿಕ್ಕಿದ್ದೇವೆ. അഭിഷേകം ഇറങ്ങാൻ പോകുകയാണ്. ಅಭಿಷೇಕ ಇಳಿಯಲಿದೆ. നിന്റെ വീട്ടിലോ, ನಿನ್ನ ಮನೆಯಲ್ಲಿಯೋ, നിന്റെ ഭവനത്തിലോ, ನಿನ್ನ ಮನೆಯಲ್ಲಿಯೋ, നിന്റെ ഹല്ലേലൂയ മണ്ണിലോ, ನಿನ್ನ ಮಣ್ಣಿನಲ್ಲಿಯೋ, കുഞ്ഞുങ്ങളിലോ, ನಿಮ್ಮ ಮಕ್ಕಳಲ್ಲಿಯೋ ഏതെങ്കിലും ബന്ധനമുണ്ടെങ്കിൽ ಏನಾದರೂ ಬಂಧನವಿದ್ದರೆ ഇന്ന് പകൽക്കാലം ഈ തീ ഇറങ്ങാൻ പോകുകയാണ്. ಈ ಹಗಲು ವೇಳೆ ಈ ಬೆಂಕಿ ಇಳಿಯಲಿದೆ. അത് കരിച്ചു കളയും. ಅದನ್ನು ಸುಟ್ಟು ಹಾಕುತ್ತದೆ. അത് ചണനൂല് പോലെ ദ്രവിച്ചു പോകും. ಅದು ಸೆಣಬಿನ ಹಗ್ಗದ ರೀತಿಯಲ್ಲಿ ಮಾರ್ಪಡುತ್ತದೆ. ഇനി അതുകൊണ്ട് നിന്നെ ബന്ധിക്കാൻ കഴിയത്തില്ല. ಇನ್ನು ಮುಂದೆ ಆ ಹಗ್ಗದಿಂದ ನಿನ್ನನ್ನು ಕಟ್ಟಲು ಸಾಧ್ಯವಿಲ್ಲ. അങ്ങനെയുള്ള ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ಅಂತಹ ದೇವರ ಪ್ರಕ್ರಿಯೆ ಪ್ರಕಟಗೊಳ್ಳಲಿದೆ. ബന്ധനങ്ങൾ അടിയും. ಬಂಧನಗಳು ಕಳಚಿ ಬೀಳುತ್ತವೆ. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳು 28ನೇ ಅಧ್ಯಾಯ അതിന്റെ 3-ാം വാക്യം. ಅದರ 3ನೇ ವಾಕ್ಯ ನೋಡ್ರಿ. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ടു അവന്റെ കൈക്ക് പറ്റി. ഈ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബർമാർ കണ്ടപ്പോൾ, ഈ മനുഷ്യർ ഒരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനും ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. മതി. ആ ജന്തുവിനെ അവൻ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ಆ ಜಂತುವನ್ನು ಆತನು ಬೆಂಕಿಯಲ್ಲಿ ಜಾಡಿಸಿದನು. ദോഷമൊന്നും പറ്റിയില്ല. ಆತನಿಗೆ ಯಾವ ಕೇಡು ಉಂಟಾಗಲಿಲ್ಲ. പൗലോസ് ഒരു വലിയ ഭക്തനായ മനുഷ്യനാണ്. ಪೌಲನು ಒಂದು ದೊಡ್ಡ ಭಕ್ತನಾದ ವ್ಯಕ್ತಿ, ഭയങ്കര അഭിഷേകമുള്ളവൻ. ಬಹಳ ಅಭಿಷೇಕ ಇರುವಂತವನು. പൗലോസ് പറയുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ അന്യഭാഷ പറഞ്ഞ ഞാനാ. ನೋಡಿ, ಪೌಲನು ಹೇಳುತ್ತಿರುವುದು ನಿಮಗಿಂತಲೂ ಹೆಚ್ಚಾಗಿ ಅನ್ಯ ಭಾಷೆ ಮಾತನಾಡಿದವನು ನಾನು. കാരണം പുള്ളിക്കാരന്റെ പരിജ്ഞാനത്തോടെ അന്യഭാഷ പറയുന്ന ആളാണ്. ಯಾಕಂದ್ರೆ ಆ ವ್ಯಕ್ತಿಯು ಪರಿಜ್ಞಾನದಿಂದ ಅನ್ಯ ಭಾಷೆ ಮಾತನಾಡುವಾತನು. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങൾ എല്ലാവരും എന്നെ പോലെ ആകണമെന്നും പറയുന്ന ആളാ. ಆದ್ದರಿಂದಲೇ ನೀವು ಎಲ್ಲರೂ ನನ್ನ ರೀತಿ ಮಾರ್ಪಡಬೇಕೆಂಬುದಾಗಿ ಹೇಳುವ ವ್ಯಕ್ತಿ. താൻ ഇങ്ങനെ കർത്തൃദേവ നിമിത്തം ബന്ധിക്കപ്പെടാനിടയായി. ಈಗ ಕರ್ತನ ನಿಮಿತ್ತವಾಗಿ ಆತನು ಬಂಧಿಸಲ್ಪಡುವುದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. തന്നെ ബന്ധിച്ച് ഇങ്ങനെ ഹല്ലേലൂയ കടലിലൂടെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ಆತನನ್ನು ಸೆರೆ ಹಿಡಿದು ಬಂಧಿಸಿ ಸಮುದ್ರದ ಮಾರ್ಗದಲ್ಲಿ ಕರೆದುಕೊಂಡು ಹೋಗ್ತಾ ಇದ್ರು. അവിടെ കപ്പൽ ഛേദമുണ്ടായി. ಅಲ್ಲಿ ಹಡಗಿನ ದುರಂತ ಉಂಟಾಯಿತು. അതുകൊണ്ട് ഹല്ലേലൂയ എല്ലാവരും നീന്തി രക്ഷപ്പെട്ടു. ಆದ್ದರಿಂದ ಅಲ್ಲಿ ಈಜಿ ಎಲ್ಲರೂ ದಡ ಸೇರಿದರು. അവൻ രക്ഷപ്പെട്ടു വന്നപ്പം ದಡ ಸೇರಿದ ನಂತರವಾಗಿ വളരെ ശീതകാലമായതുകൊണ്ട് ಬಹಳ ಶೀತೋಷ್ಣ ಕಾಲವಾಗಿರುವ ಕಾರಣ ആ ദേശത്തെ ആൾക്കാർക്ക് ഇവരോട് ദയ തോന്നി. ಆ ದೇಶದಲ್ಲಿರುವಂತ ಜನರ ಇವರ ಮೇಲೆ ದಯ ತೋರಿಸಿದರು. ഇവരെ ഉള്ളിലെ ഹല്ലേലൂയ തണുപ്പ് മാറാൻ വേണ്ടി അവരുടെ ശരീരത്തെ ചൂട് പിടിക്കാൻ അവർ തീയിടാനിടയായി. ಇವರ ಶರೀರದ ಮೇಲಿರುವಂತ ಚಳಿ ಆ ಕಾಯಲಿಕ್ಕಾಗಿ ಅವಲ್ಲಿ ಬೆಂಕಿಯನ್ನು ಅಂಟಿಸಿದರು. ആ ചെറിയ തീയില് ಆ ಸಣ್ಣ ಬೆಂಕಿಯಲ್ಲಿ ഒന്നുമല്ല എന്ന് കണ്ടിട്ട് തീയുടെ ആക്കം കൂട്ടുവാൻ, ശക്തി വർദ്ധിപ്പിക്കാൻ കുറെ പേരെ കൂടെ പറക്കിയിട്ടു. ಈ ಸಣ್ಣ ಬೆಂಕಿ ಸಾಲದು ಎಂಬುದಾಗಿ ಆ ಬೆಂಕಿಯನ್ನು ಹೆಚ್ಚಿಸುವುದಕ್ಕಾಗಿ ಕೆಲವು ಸೌದೆಗಳನ್ನು ತೆಗೆದು ಹಾಕಿದರು. ചെറിയ തീരൊന്നും വെളിപ്പെടത്തില്ല. ಸಣ್ಣ ಬೆಂಕಿಲಿ ಏನು ಪ್ರಕಟಗೊಳ್ಳೋದಿಲ್ಲ. വലിയ ആത്മാവിന്റെ തീ ഇറങ്ങി വരുമ്പോ, ಒಂದು ದೊಡ್ಡ ಆತ್ಮನ ಬೆಂಕಿ ಇಳಿಯುವಾಗ പിന്നെ ഒന്നിനും അകത്തിരിക്കാൻ പറ്റത്തില്ല. ನಂತರ ಒಳಗೆ ಇರೋದಕ್ಕೆ ಯಾವುದಕ್ಕೂ ಸಾಧ್ಯವಿಲ್ಲ. ചിലത് പുറത്ത് ചാടും, ಕೆಲವು ಹೊರಗೆ ಜಿಗಿಯುತ್ತದೆ. പകൽ ചിലത് പുറത്ത് വരും. ಈ ಹಗಲು ಕೆಲವೊಂದು ಹೊರಗೆ ಬರಲಿದೆ. ഏതെങ്കിലും ഹല്ലേലൂയ ബന്ധനം ഉണ്ടെങ്കിൽ ആത്മാവിന്റെ തീ അതിനെ പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുകയാണ്. ಏನಾದರೂ ಬಂಧನಗಳಿರುವುದಾಗಿದ್ರೆ ಆತ್ಮನ ಬೆಂಕಿ ಅದನ್ನು ಹೊರಗೆ ಕರೆತದೆ ಎಂಬುದಾಗಿ ದೇವರಾತ್ಮನು ದೈವೋಕ್ತಿ ನುಡಿಯುತ್ತಿದ್ದಾನೆ. അവന്റെ കൈയിലെ മേലെ കടിച്ച് തൂങ്ങിക്കിടക്കുക. ಆತನ ಕೈಯನ್ನು ಕಚ್ಚಿ ನೇತಾಡುತ್ತಾ ಇದೆ. അതിനെ കണ്ടപ്പോ അവിടുത്തെ ദേശക്കാര് പറഞ്ഞു, ನೋಡಿ, ಅದನ್ನು ಕಂಡಾಗ ಆ ದ್ವೀಪದವರು ಹೇಳಿದ್ರು, ഇവൻ ഏതോ കൊലപാതകന, ಈ ಮನುಷ್ಯನು ಕೊಲೆಪಾತಕನೇ ಸರಿ, ഏതോ വലിയ അപരാധം ചെയ്തിട്ട് വരും, ಏನೋ ದೊಡ್ಡ ತಪ್ಪು ಮಾಡಿ ಬಂದಿದ್ದಾನೆ. നമ്മുടെ നീതിദേവി അവനെ കൈവിട്ടില്ല. ನೋಡಿ, ನಮ್ಮ ನೀತಿ ದೇವತೆಯು ಆತನನ್ನು ಕೈ ಬಿಟ್ಟಳು. അവൻ വീർത്ത് കെട്ടിച്ചാകും. ಈಗಲೇ ಆತನು ಉಬ್ಬಿಕೊಂಡು ಸಾಯುತ್ತಾನೆ. അവരുടെ നീതിദേവി എങ്കിൽ പൗലോസ് പറഞ്ഞ ആ ജന്തുവിനെ ഞാൻ കുടഞ്ഞു കളഞ്ഞു. ನೋಡಿ, ಅವರ ನೀತಿ ದೇವತೆ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಜಂತುವನ್ನು ಪೌಲನು ಹೇಳಿದನು, ಜಾಡಿಸಿ ಬಿಟ್ಟನು. നിന്നെ വിടാതെ കടിച്ചു തൂങ്ങി കിടക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഈ തീയിലേക്ക് കുടഞ്ഞു കളയാൻ പോവുകയാണ്. ನಿನ್ನನ್ನು ಬಿಡದಂತೆ ಕಚ್ಚಿ ನೇತಾಡುತ್ತಿರುವ ಯಾವ ವಿಷಯವಾಗಿದ್ದರೂ ಈ ಬೆಂಕಿಯಲ್ಲಿ ನೀನು ಜಾಡಿಸಬೇಕು. ഇന്ന് പകൽക്കാലം ചില അന്ധകാര മണ്ഡലങ്ങളെ
അവൻ പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെയും ആത്മാവിൽ കുടയാൻ പോകുകയാണ്. ಈ ಹಗಲು ವೇಳೆ ಕೆಲವು ಅಂಧಕಾರದ ಶಕ್ತಿಗಳನ್ನು, ಹಾವುಗಳನ್ನು, ಚೇಳುಗಳನ್ನು, ಸರ್ವ ವೈರಿಯ ಉಪಕರಣಗಳನ್ನು ಬೆಂಕಿಯಲ್ಲಿ ಝಾಡಿಸಲಿದ್ದೇವೆ. ആമേൻ. അവർക്ക് ദോഷമൊന്നും പറ്റിയില്ല. ಅವರಿಗೆ ಯಾವ ಕೇಡು ಆಗಲಿಲ್ಲ. നിനക്ക് കേട് വരാത്ത വിധത്തിൽ ನಿನಗೆ ದೋಷ ಬರದ ರೀತಿ ഒരു ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങാൻ ಒಂದು പോകുകയാണ്. ಆತ್ಮನ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿಕ್ಕಿದೆ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീയായി സഭയിൽ ഇറങ്ങാൻ പോകുകയാണ്. ದೇವರ ಪರಿಶುದ್ಧಾತ್ಮನ ಬೆಂಕಿಯಾಗಿ ಸಭೆಯಲ್ಲಿ ಇಳಿಯಲಿಕ್ಕಿದ್ದಾನೆ. ഹല്ലേലൂയ. ಹೇಳಿ ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞ ശ്രദ്ധിക്കണം. ಈಗ ನಾನು ಹೇಳುವುದನ್ನು ಗಮನವಿಟ್ಟು ಕೇಳ್ರಿ. നിങ്ങളുടെ ചെയറുകളെല്ലാം മാറ്റി വെക്കുക. ನಿಮ್ಮ ಕುರ್ಚಿಗಳೆಲ್ಲ ಬದಿಗೆ ಇಡ್ರಿ. എല്ലാവരും എഴുന്നേറ്റ് മുൻപോട്ട് വരണം. ಎಲ್ಲರೂ ಎದ್ದು ಮುಂದಕ್ಕೆ ಬನ್ರಿ. ഇവിടെ നിൽക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ മുന്നിലോട്ട് വരണം. ಇಲ್ಲಿರುವಂತ ದೇವದಾಸರುಗಳೆಲ್ಲ ಮುಂದೆ ಬರ್ರಿ. കർത്താവിന്റെ അഭിഷക്തന്മാർ പ്ലീസ് കം. ಕರ್ತನ ಅಭಿಷಿಕ್ತರೆಲ್ಲ ಮುಂದೆ ಬನ್ರಿ. കർത്താവിന്റെ ദാസി ഇവിടെ വരണം. ಕರ್ತನ ದಾಸಿ ಅವರು ಮುಂದೆ ಬರಬೇಕು. ആമേൻ. ഹല്ലേലൂയ. ചെയറുകളെല്ലാം മാറ്റിക്കോ. അവിടുന്ന് മാറ്റി പ്ലീസ്. ದಯಮಾಡಿ ಕುರ್ಚಿಗಳೆಲ್ಲ ಹಿಂದೆ ಹಾಕ್ಬಿಡ್ರಿ. അതെല്ലാം ഒരിടത്തോട്ട് ഒരു സൈഡിലോട്ട് വെക്ക്. ಅಥವಾ ಒಂದು ಬದಿಗೆ ಸರಿಸ್ರಿ. കാരണം അത് നിങ്ങൾക്ക് തടസ്സമാകരുത്. അതുകൊണ്ടാണ്. ಯಾಕಂದ್ರೆ ಅದು ನಿಮಗೆ ತಡೆಯಾಗಿರಬಾರದು. ಆ ಕಾರಣ ഓ രക്തം 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 യേശുവിൻ രക്തം കാൽവറി രക്തം യേശുവിൻ രക്തം കാൽവറി രക്തം യേശുവിൻ രക്തം കാൽവറി രക്തം യേശുവിൻ രക്തം കാൽവറി രക്തം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് ചിലതിനെ ഈ തീയിലേക്ക് കുടഞ്ഞു കളയാൻ പോവുകയാണ്. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನಾವು ಒಟ್ಟಾಗಿ ಸೇರಿ ಕೆಲವೊಂದನ್ನು ಬೆಂಕಿಯಲ್ಲಿ ಜಾಡಿಸಲಿದ್ದೇವೆ. നിങ്ങൾ ആത്മാവിൽ നിറയാൻ പോവുകയാണ്. ನೀವು ಆತ್ಮದಲ್ಲಿ ತುಂಬಲಿಕ್ಕಿದ್ದೀರಿ. അഭിഷേകത്താൽ നിറയാത്തവർ അഭിഷേകത്താൽ നിറയാൻ പോവുകയാണ്. ಅಭಿಷೇಕದಲ್ಲಿ ತುಂಬದಿರುವವರು ಅಭಿಷೇಕದಲ್ಲಿ ತುಂಬಲಿಕ್ಕಿದ್ದೀರಿ. അങ്ങോട്ടും ഇങ്ങോട്ട് ചെതറി നിൽക്കാതെ ഒരുമിച്ച് വന്നിക്കേ. ಎಲ್ಲರೂ ಅತ್ತ ಇತ್ತ ಚದರಿರಬೇಡಿ, ಒಟ್ಟಾಗಿ ಮುಂದೆ ಬನ್ರಿ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്ക് അല്പസ്ഥലം വിട്ടേക്കണം. എനിക്കൊന്ന് വരണ്ട വരും. ಮಧ್ಯದಲ್ಲಿ ಸ್ವಲ್ಪ ಸ್ಥಳ ಕೊಡ್ರಿ. ಪಾಸ್ಟರ್ ಅವರು ಮಧ್ಯದಲ್ಲಿ ಚಲಿಸಬೇಕಾಗಿ ಬರ್ತದೆ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. ഒരു വലിയ വിടുതലിന്റെ ശുശ്രൂഷ നടക്കാൻ പോവുകയാണ്. ಒಂದು ದೊಡ್ಡ ಬಿಡುಗಡೆಯ ಸೇವೆ ನಡೆಯಲಿಕ್ಕಿದೆ. കർത്താവ് അഭിഷേകം കിട്ടാത്തവർ ഏറ്റവും ഫ്രണ്ടിൽ വരണം. ಅಭಿಷೇಕ ಹೊಂದದಿರುವವರು ಹಿಂದೆ ಇದ್ದಾರೆ, ಅವರೆಲ್ಲರೂ ಮುಂದೆ ಬರಬೇಕು. ಅವರೇ ಮುಂಚಿನಲ್ಲಿ ನಿಲ್ಲಬೇಕು. പ്രത്യേകിച്ച് സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, ಪ್ರತ್ಯೇಕವಾಗಿ ದೀಕ್ಷಾ ಸ್ನಾನ ಹೊಂದುವ ಮಕ್ಕಳಿದ್ದಾರಲ್ಲ, അവരും ഫ്രണ്ടിൽ നിൽക്കണം. ಅವರು ಮುಂದೆ ನಿಲ್ಲಬೇಕು. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവ് പ്രാപിച്ചവർ ശക്തിയോടെ ആരാധിക്കണം. ಆತ್ಮವನ್ನು ಹೊಂದಿಕೊಂಡವರು ಬಲವಾಗಿ ಶಕ್ತಿಯಿಂದ ಆರಾಧಿಸಬೇಕು. ഈ 2025 അവസാന ആ മാസത്തിൽ അവസാന ആഴ്ചകളിൽ നമ്മൾ വന്നിരിക്കുക. 2025 ಕೊನೆಯ ತಿಂಗಳು ಕೊನೆಯ ದಿನಗಳಲ್ಲಿ ನಾವು ಬಂದಿದ್ದೇವೆ. ആമേൻ. വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുമ്പോൾ ಒಂದು ದೊಡ್ಡ ದೇವರ ಪ್ರಕ್ರಿಯೆ ಪ್ರಕಟಗೊಳ್ಳಲಿದೆ. ഹല്ലേലൂയ. കർത്താവേ, എന്നിൽ ഏതെങ്കിലും ദുഷ്ടാത്മാവ് ഉണ്ടെങ്കിൽ അഴിഞ്ഞു പോകണം. ಹೇಳಿ, ಕರ್ತನೆ, ನನ್ನಲ್ಲಿ ಯಾವುದೋ ದುಷ್ಟಾತ್ಮ ಇದ್ದರೆ ಅದು ಅಳಿದು ಹೋಗಬೇಕು. ഏതെങ്കിലും കയറ് കൊണ്ട് എന്നെ കെട്ടി ഏതെങ്കിലും ബന്ധനമുണ്ടെങ്കിൽ അത് അഴിയപ്പെടണം. ಯಾವುದಾದ್ರೂ ಹಗ್ಗದಿಂದ ನನ್ನನ್ನು ಬಂಧಿಸಿರುವುದಾದ್ರೆ ಆ ಬಂಧನ ಕಳಚಿ ಬೀಳಬೇಕು. എന്നിൽ ഏതെങ്കിലും ചെരുപ്പുണ്ടെങ്കിൽ അത് ഊരിക്കളയണം. ನನ್ನಲ್ಲಿ ಏನಾದರೂ ಚಪ್ಪಲಿಗಳಿದ್ರೆ ಅದನ್ನು ಬಿಚ್ಚಿ ಬಿಸಾಡಬೇಕು. ഏതെങ്കിലും പിശാചിന്റെ ശക്തി ഉണ്ടെങ്കിൽ അത് പുറത്തു വരണം. ಯಾವುದಾದ್ರೂ ಸೈತಾನನ ಶಕ್ತಿ ಇದ್ರೆ ಅದು ಹೊರಗೆ ಬರಬೇಕು. ഏതെങ്കിലും രോഗബന്ധനം ഉണ്ടെങ്കിൽ അത് അഴിയണം. ಯಾವುದಾದ್ರೂ ರೋಗ ಬಂಧನವಿದ್ರೆ ಅದು ಕಳಚಿ ಬೀಳಬೇಕು. എന്നെ അഭിഷേകത്താൽ നിറയ്ക്കണം. ನನ್ನನ್ನು ಅಭಿಷೇಕದಿಂದ ತುಂಬಿಸಬೇಕು. ആരും ആരെ ശ്രദ്ധിക്കണ്ട. ಯಾರು ನೋಡ್ಲಿಕ್ಕೆ ಹೋಗಬೇಡ್ರಿ. ഹല്ലേലൂയ. നിങ്ങളും ദൈവമായിട്ട് മാത്രം ബന്ധമാണ്. ನೀವು ದೇವರು ಮಾತ್ರ ಸಂಬಂಧ ನೋಡ್ರಿ. നിങ്ങൾക്ക് വേറെ ആരെ ശ്രദ്ധിക്കാൻ സമയമില്ല. ನೀವು ಬೇರೆ ಯಾರನ್ನು ಗಮನಿಸಕೂಡದು. നമ്മൾ ആത്മമണ്ഡലത്തിലേക്ക് കയറി ചെല്ലാൻ പോകും. ನಾವು ಆತ್ಮಿಕ ಮಂಡಲದಲ್ಲಿ ಹತ್ತಿ ಹೋಗಲಿದ್ದೇವೆ. ആമേൻ. ഹോരേബിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ തീ, ಹೋರೇಬ್ ಬೆಟ್ಟದಲ್ಲಿ ಇಳಿದು ಬಂದ ದೇವರ ಆತ್ಮನ ಶಕ್ತಿಯ ಬೆಂಕಿ, സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ അഗ്നിയുടെ കഷ്ണം, ಆ ಪರಲೋಕದಿಂದ ಇಳಿದು ಬಂದ ಆ ಪರಲೋಕದ ಬೆಂಕಿಯ ತುಂಡು, ആ ഒരു വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ಆ ದೊಡ್ಡ ದೇವರ ಪ್ರಕ್ರಿಯೆ ಪ್ರಕಟಗೊಳ್ಳಲಿದೆ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ನಾವು ಪ್ರಾರ್ಥಿಸಲಿಕ್ಕಿದ್ದೇವೆ. ദൈവത്തിന്റെ ദാസന്മാരെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ದೇವದಾಸರೆಲ್ಲ ಸೇರಿ ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥಿಸಲಿದ್ದಾರೆ. ഇന്ന് പകൽക്കാലം കർത്താവേ, ഇവരുടെ മേൽ അഭിഷേകം ഇറങ്ങണം. ಹೇಳಿ, ಕರ್ತನೆ, ಹಗಲಿನ ವೇಳೆ ಇವರ ಮೇಲೆ ಅಭಿಷೇಕ ಇಳಿಯಲಿ. വലിയ ഡെലിവറൻസ് വ്യാപരിക്കണം. ಒಂದು ದೊಡ್ಡ ಬಿಡುಗಡೆ ಇಲ್ಲಿ ವ್ಯಾಪರಿಸಲಿ. ഇവർ ഓരോരുത്തരും തീയായി മാറട്ടെ. ಒಬ್ಬೊಬ್ಬರು ಬೆಂಕಿಯಾಗಿ ಮಾರ್ಪಡಲಿ. ഏതെങ്കിലും ബന്ധനമുണ്ടെങ്കിൽ അടിയണമേ. ಯಾವುದಾದ್ರೂ ಬಂಧನಗಳಿದ್ದರೆ ನಾಶವಾಗಲಿ.
ನಾಮದಲ್ಲಿ യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ വ്യാപരിക്കട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಒಂದು ಬಿಡುಗಡೆ ಸಂಭವಿಸಲಿ. അന്ധകാര ശക്തികൾ അഴിയപ്പെടുമ്പോൾ ಅಂಧಕಾರ ಶಕ್ತಿಗಳು ಕಳಚಿ ಬೀಳುವಾಗ നിങ്ങളുടെ ജീവിതം വലിയൊരു അനുഗ്രഹമായി മാറും. ನಿಮ್ಮ ಜೀವಿತ ಒಂದು ದೊಡ್ಡ ಆಶೀರ್ವಾದವಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. നിങ്ങൾ ഫ്രീ ആകാൻ പോകുക. ನೀವು ಸ್ವತಂತ್ರರಾಗುತ್ತೀರಿ. നിങ്ങളെ സ്വതന്ത്രമാക്കാൻ പോകുക. ನಿಮ್ಮನ್ನು ಸ್ವತಂತ್ರ ಪಡಿಸಲಿಕ್ಕಿದ್ದಾರೆ ದೇವರು. അടയേ മടജന ധരകസി ഓ റക്കമന റോബോസിയ ജീസ. ആരും പറയണ്ട, സ്വന്തമായി ആരാധിച്ചാ മതി. ಯಾರು ಹೇಳಬೇಡ್ರಿ, ಸ್ವಂತವಾಗಿ ಆರಾಧಿಸಿದ್ರೆ ಸಾಕು. ഇവിടെ പാട്ടുകളൊന്നും വേണ്ട. ಇಲ್ಲಿ ಹಾಡುಗಳು ಯಾವುದು ಬೇಡ. ആത്മാവിൽ പാടിക്കൂ. ಆತ್ಮದಲ್ಲಿ ಆಡುತ್ತಾ ಇರ್ರಿ. ആത്മാവിൽ ആരാധിച്ചു. ಆತ್ಮದಲ್ಲಿ ಆರಾಧಿಸುತ್ತಾ ಇರ್ರಿ. എല്ലാവരും ദൈവത്തെ ആരാധിച്ചാൽ ಎಲ್ಲರೂ ದೇವರನ್ನ ಆರಾಧಿಸಿ. ജീസസ് അടിയ. ഹാ ഹാ കൃപ 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 തീ 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 ബെങ്കി 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 ഫയർ 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 അഴി 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 ഖാ ഖാ റേസെ മെത്തോ റീക നാദാ വൈഡ വൈഡ വൈഡല ബൗഡ ബൗഡല ബൗഡ ബൗഡല ബൗഡ ബൗഡല ബൗഡ ബൗഡല ബൗഡ റേക 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 ജീസ് അഴി ಯೇಸುವಿನ ನಾಮದಲ್ಲಿ Oh! Jesus! Pause! Jesus! ಯೇಸುವಿನ ನಾಮದಲ್ಲಿ Jesus! Yes! Oh, oh, oh. Oh, oh, Rabbi.